അപ്പൊ മനുഷ്യന്റെ ഒരു ബിസിനസ്സുകാരന്റെ വളർച്ചയുടെ പിന്നിൽ ഒരു പെണ്ണുണ്ട് എന്ന് പറയലുണ്ട്. അതുണ്ട്, കറക്റ്റാണ്. ഒരു പെണ്ണ്, ഒരു ബിസിനസ്സുകാരന്റെ തളർച്ചയുടെ പിന്നിലുണ്ട് പെണ്ണ്. പക്ഷെ അത് വേറൊരു പെണ്ണാണെന്നുള്ളൂ. നിങ്ങളെ ലോകത്തെ ഫസ്റ്റ് ഏറ്റവും നല്ല ഭർത്താവായ അവാർഡ് കിട്ടാനുള്ള ഒരു പണി ഞാൻ പറഞ്ഞിട്ട് വെറുതെ പറ്റുമെങ്കിൽ അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് 2.25 കോടിയാ. അത് പോട്ടെ ഭായി, അത് പോട്ടെ ഭായി, നിങ്ങൾ സങ്കടം പറയില്ല, അത് പോട്ടെ. നമുക്ക് ഒരു 10-25 കോടി ഉണ്ടാക്കി തരാം. നാളെ മൈജി ഷാജി പറഞ്ഞിട്ടാണ് ഓള് 10-25 ഷോപ്പായ സമയത്ത് പെണ്ണുങ്ങളോട് 100 ഷോപ്പിന്റെ സ്വപ്നം വരുമ്പോ നിങ്ങൾ 25 ഷോപ്പായിട്ടുണ്ട്, അപ്പൊ നിങ്ങളെ കിട്ടുന്നില്ല, പിന്നെ നിങ്ങൾ അതിന്റെ 100 ഷോപ്പ് അന്ന് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. നമ്മൾ പുതിയൊരു സ്വപ്നം വന്ന പെണ്ണുങ്ങൾ വേണ്ടാന്ന് പറയും. ഡോക്ടർ ഇതുപോലെ പറഞ്ഞ പോലെ ചെയ്തിട്ട് എനിക്ക് അവള് എന്താ തരുന്നുണ്ട് അവള്. നിങ്ങളിപ്പോ ലക്ഷങ്ങളിൽ ചിന്തിക്കുന്ന ആള് കോടികളിൽ ചിന്തിച്ചു തുടങ്ങും, കോടികളിൽ ചിന്തിക്കുന്ന ആള് ദശകോടികളിൽ ചിന്തിച്ചു തുടങ്ങും. ഞാൻ ഇതേപോലെ ഒരുപാട് ആളുകളത് നോക്കിയിട്ട് ഞാൻ ഡോക്ടറാണ് ഞാൻ സെലക്ട് ആക്കിയിട്ട് എനിക്കൊരു ഒരു മെന്റർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ള ആള് എന്നുള്ള ലെവലിലാണ് ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്തത്. നമ്മൾ ബേസിക്കലി പലപ്പോഴും ഭാര്യയെ സെക്സിന് വേണ്ടി മാത്രം കാണുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തത്. അതിൽ നിന്നൊരു സാലറി ഒക്കെ കൊടുക്കാവുന്നതാണ്. ഒരു ലാഭം കിട്ടുമ്പോൾ 5% ഭാര്യക്ക്, ലാഭം കിട്ടുമ്പോൾ 5% ഭാര്യന്റെ അക്കൗണ്ടിക്ക്. അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾ 1 ലക്ഷം സാലറി എടുക്കണമെങ്കിൽ 90 നിങ്ങൾ എടുത്തോളി, 10 കൊടുത്താളി. ഓള് നിങ്ങളെ തലവേദന എന്ന് വിളിച്ച് പറഞ്ഞാൽ ഡോക്ടർക്ക് പോയി പാരസിറ്റാമോൾ കുടിക്കാനല്ല, കെയറിങ് കിട്ടാനാ. കെയറിങ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവള് പരാതിയുടെ ഭാണ്ഡം അഴിച്ചു വെക്കാനുള്ള ഒരേ ഒരു കാരണം അവൾക്ക് ഈ 2 മണിക്കൂർ കമ്മ്യൂണിക്കേഷൻ ടൈം നിങ്ങളെ ഫോണില്ലാതെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് കോച്ചിങ് ക്ലബിലേക്ക് സ്വാഗതം. ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് ഒരു പ്രോഗ്രസീവ് ഓൺടർപ്രണേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ബിസിനസ്സിൽ വളരണം, ബിസിനസ്സിനെ സിസ്റ്റമാക്കണം, ബിസിനസ്സിനെ അടിപൊളി ഗ്ലോബൽ ബ്രാൻഡ് ആക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഫാമിലി ലൈഫ് വേണം, ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം വേണം, സമൂഹവുമായിട്ട് നല്ലൊരു ബന്ധം വേണം, ജീവിതം ശരിക്കും സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കണം. ബിസിനസ് എന്ന വിളഞ്ഞിയിൽ കുടുങ്ങി ജീവിതം എന്നും ബിസിനസ്സിന് വേണ്ടി ഒഴിഞ്ഞിട്ട് നേർച്ചക്കോഴിയായി മാറരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ക്ലബ്ബാണ് ബിസിനസ് കോച്ചിങ് ക്ലബ്ബ്. നമ്മളെല്ലാ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും ഇതുപോലെ മീറ്റ് ചെയ്യും. നമ്മൾ ഓരോ ടോപ്പിക് എടുത്ത് ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ടുള്ള, ജീവിതത്തിൻ്റെ ആവശ്യമായിട്ടുള്ള, സ്പെഷ്യലി ബിസിനസ്സിനെ സിസ്റ്റമാക്കുകയും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഓരോ ടോപ്പിക്സ് എടുത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സമഗ്രമായ പ്രോഗ്രസ് ഉണ്ടാവണം. വെറും കച്ചവടം കൂടി ഡബിളായാൽ പോരാ, അതിനോട് കൂടെ ഫാമിലിയിൽ നമ്മൾക്ക് പറയണം ആ ഡോക്ടർ ഉമറിൻ്റെ ബിസിനസ് കോച്ചിങ് ക്ലബ്ബിൽ കൂടിയതിന് ശേഷമാണ് നിങ്ങൾ മനുഷ്യനായത്, നിങ്ങൾ നല്ലൊരു ഉപ്പയായത്, നിങ്ങൾ നല്ലൊരു ഭർത്താവായത് എന്ന് നമ്മളെ ഫാമിലി പറയണം, നിങ്ങൾ നല്ലൊരു മകനായതെന്ന് ഉമ്മ പറയണം, നല്ലൊരു ബോസ് ആയതെന്ന് സ്റ്റാഫ് പറയണം. അങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരിലേക്കും നമ്മുടെ ആ സുഗന്ധം പരക്കണം. നമുക്കുള്ളിലൊരു നല്ല മനുഷ്യനുണ്ട്. നമ്മൾ ഇത്ര മൂരാച്ചൊന്നല്ല. പെണ്ണുങ്ങൾ പറയും നിങ്ങളൊരു മൂരാച്ചാണ്, നിങ്ങൾക്ക് റൊമാൻസ് ഇല്ല, അത് വെറുതെ പറയാം. പക്ഷേ അതിനെ പോളിഷ് ചെയ്ത് എടുക്കാനുണ്ട്, ഒന്ന് പൊടിയട്ടി എടുക്കാനുണ്ട്. അബ്ദുൽ ലത്തീഫായൊക്കെ ചിരിക്കണ്, കറക്റ്റ് മനസ്സിലായി. ഞാനൊരിക്കൽ ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നു. പണ്ടൊക്കെ എൻ്റെ സെക്രട്ടറി ഞാൻ തന്നെ ആയിരുന്നു. 2 ഫോണാണ്, ഒരു ഫോണിൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഒരു 2010 കാലഘട്ടങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു ഫോണിൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് അവരോട് സംസാരിക്കും. എന്നിട്ട് പറയും ഈ വിഷയത്തിൽ ഡോക്ടർ ഉമർ നിങ്ങൾ വിളിക്കുമെന്ന് പറയും. എന്നിട്ട് മറ്റേ ഫോൺ എടുത്തിട്ട് ഞാൻ തന്നെ മൂപ്പരെ അങ്ങോട്ട് വിളിക്കും. അത് ഡോക്ടർ ഉമറാണ്, നിങ്ങൾ ഓഫീസ് നമ്പറിൽ വിളിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നൊക്കെ പല ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് 2-3 ആളെ വെക്കാനുള്ള എന്താണ് പറയുക കപ്പാസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വെക്കാനുള്ള വിവരം ഉണ്ടാവില്ല. അതിൽ അവിടെ വെക്കാനുള്ള വിവരമില്ലാത്ത പ്രശ്നമുള്ളത്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ സെക്രട്ടറിയും ഞാൻ തന്നെ എൻ്റെ ബോസായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞേ, ഞാൻ പിന്നെ ഭർത്താവ് ഒരു തെറ്റിയിട്ട് ഇവിടെ എന്താണ് പറയുക ഒമാനിൽ വന്ന് കഴിയാണ്, എനിക്കൊരു മോളുണ്ട്, നിങ്ങളടുത്ത് വന്നാൽ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരുമോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നത്, നിങ്ങൾ പിരിയരുത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് വന്നത് അവൾ. അങ്ങനെ ഞാൻ ദുബായിൽ പോയിട്ട് ഭർത്താവായിട്ട് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം ദുബായിലൊരു 50ഓളം ഔട്ട്ലെറ്റുള്ള ഒരു റീറ്റെയിൽ ചെയിനിൻ്റെ MDയുടെ മകനാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ എയർപോർട്ടിൽ തന്നെ ദുബായ് എയർപോർട്ടിൽ നിന്ന് വന്ന് അദ്ദേഹം തന്നെ എടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട സാധനം അദ്ദേഹം തന്നെയാണ് എടുത്തിട്ട് ദുബായിൽ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം അദ്ദേഹത്തിന് ഫോൺ ഇങ്ങനെ വരുന്നുണ്ട്. പറയടാ, പറയും, അത് മറ്റേ ഇവർക്ക് കൊടുത്താൽ മതി, ഓക്കെ, പറയടാ, ബാത്റൂമിൽ വെള്ളമല്ല, ഞാൻ ശങ്കരേട്ടനെ വിളിച്ച് പറയാം. ശങ്കരേട്ടാ, നമ്മളെ മറ്റേ ഹോസ്റ്റലിലെ ബാത്റൂമിൽ വെള്ളമല്ല, അവിടുത്തെ AC കിടന്നുണ്ടല്ലേ, സജീർ ഭായി, നമ്മളെ മറ്റേ ഔട്ട്ലെറ്റിലെ പിന്നെ ദേരൽ ഔട്ട്ലെറ്റിലെ AC അതൊന്ന് ഓക്കെ അവിടെ മാനേജർ എത്തിയിട്ടല്ലേ, അപ്പോൾ ഇയാൾ എന്നെയും കൊണ്ട് ദുബായിൽ ഓഫീസിലെത്തിയ ആ ഒരു 20-30 മിനിറ്റിൻ്റെ ഇടയിൽ അയാൾ ഏകദേശം 15-20 ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോട്ട് ചെയ്യായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ദിവസം എത്ര ഫോൺ വരുമെന്ന് ചോദിച്ചു. മൂപ്പരാണ് ഒരു 250-300 കോൾസൊക്കെ വരുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ആയാൽ മരിച്ചു പോകുമല്ലോ, നിങ്ങൾക്ക് പണി കാര്യമായിട്ടും ടെലിഫോൺ ഓപ്പറേറ്ററുടെ പണിയായിരിക്കുമല്ലോ. അതായത് ബാത്റൂമിൽ വെള്ളമില്ലെങ്കിലൊക്കെ MDൻ്റെ മോൻ, അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടറെയാണ് ഈ വിളിക്കുന്നത് എല്ലാവരും.
അപ്പൊ പിന്നെ മൂപ്പര ഫാമിലി തെറ്റിപ്പോയാലും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങലെന്ന് വെച്ചാൽ ഞാൻ രാവിലെ 8 മണിക്ക് ഇറങ്ങും. നിങ്ങൾ എപ്പോഴാണ് ഓഫീസിൽ തിരിച്ച് കയറലെന്ന് വെച്ചാൽ വീട്ടിൽ ചില ദിവസം 10 മണി, ചില ദിവസം 12 മണി, ചില ദിവസം 2 മണി, ചില ദിവസം ഓഫീസിൽ എത്തൂല. അപ്പൊ കല്യാണം കഴിച്ച ഒരു കുട്ടിയുള്ള ഒരാൾ, കല്യാണം കഴിച്ചിട്ട് 2 വർഷം ആയിട്ടുള്ളൂ, ഓഫീസിൽ രാവിലെ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്കും 12 മണിക്കും എത്തി. എന്നാലോ വീട്ടിലെത്തിയാൽ എന്താ പരിപാടി വെച്ചാൽ വീട്ടിലെത്തിയാൽ വീണ്ടും ഈ ഫോണൊക്കെ തന്നെയാണല്ലോ. അപ്പം ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആവറേജ് എത്ര കോള് ഒരു ദിവസം വരും എന്ന് പറഞ്ഞാണ്? ആവറേജ് ഹൗ മെനി കോൾസ് യു അറ്റൻഡ്? ഒരു ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ എത്ര കോൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യും? 50 കോള്, 25 കോള്, 30 കോള്, 40 കോള്, 36 കോള്. അപ്പൊ ഒക്കെ 25 കോള് 45ന്റെ ഇടയിൽ കോള് വരും. ഒരു മിനിറ്റ്, ഒരാൾ 400 കോള്, അവനോട് മലപ്പുറം ഹാജി മഹാനായ ജോജി പടച്ചനെ മോർ ദാൻ 400 ആയിരുന്നു. അറൗണ്ട് 9 hours on വാട്സപ്പ്, 75 കോള്. അടിപൊളി. അപ്പം മൂപ്പരെ പോലത്തെ ടീം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. എനിക്കൊരു 50 വരും. അപ്പൊ ഞാനൊന്ന് മൂപ്പരോട് പറഞ്ഞേ, നിങ്ങള് 2 കാര്യം. ഒന്ന്, ഈ മൈക്ക് ഓഫ് ആക്കണം, നിങ്ങളുടെ മൈക്ക് ഓഫ് ആക്കണം. നിങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, ഒരു ജനറൽ മാനേജർ നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് 50 ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അതിനൊക്കെ മാനേജർമാരുണ്ട്. എന്നിട്ട് അതിലെല്ലാവരും ഇയാളിലേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ്. അതൊന്ന് മാറ്റിയിട്ട് നിങ്ങളൊരു ജനറൽ മാനേജറെ പ്ലേസ് ചെയ്യുക. അയാൾക്ക് ഒരു സാലറി കൊടുക്കുക. ഞാനുള്ള സാലറി റിക്കവർ ചെയ്യാൻ ഞാൻ ഒരു ഐഡിയ പറയാം. നിങ്ങൾ ഓരോ ഷോപ്പിനും ഒരു ചെറിയ ശതമാനം ഇത് കൂട്ടിയിട്ട്, ടാർഗറ്റ് കൂട്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് 40,000 ദിർഹംസ് ഡെയിലി കച്ചവടം ചെയ്യുന്ന ഷോപ്പാണെങ്കിൽ അതൊരു 42,000 45,000 രൂപയാക്കുക. എന്നിട്ട് ജനറൽ മാനേജർ അതിനെ മോണിറ്റർ ചെയ്ത് അയാൾക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് എക്സ്പെർട്ടീസ് ഉണ്ടാവുമല്ലോ, അയാൾ അത് വർക്ക് ചെയ്തിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അയാൾ വർക്ക് ചെയ്യട്ടെ. അയാൾക്ക് നമ്മളൊരു സാലറി കൊടുക്കാം. പക്ഷേ ഈ കോളുകളും ഈ സംഭവങ്ങളും ഒക്കെ മാനേജറിലേക്ക് വന്ന് മാനേജറിലൂടെ GM-ലേക്കല്ലേ വരുള്ളൂ, എക്സിക്യൂട്ടീവ് ഡയറക്ടറിലേക്ക്, മുതലാളിയിലേക്ക് വരില്ലല്ലോ. 2, നിങ്ങളുടെ ഓഫീസ് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേറൊരാളെ വെക്കും. നിങ്ങളുടെ അടുത്ത് പേഴ്സണൽ ഫോൺ മാത്രം മതി. എനിക്ക് 2 ഫോണുണ്ട്. പണ്ട് 2 ഫോണിൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യാറ്. 2016 മുതൽ എനിക്ക് സ്റ്റാഫ് ഉണ്ട്. അപ്പം അതിലേക്ക് ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വിളിക്കുന്ന എല്ലാ കോളുകളും, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന എല്ലാ മെസ്സേജുകളും ഒരു ദിവസം ഒരു പക്ഷെ നമുക്കൊരു നിയർലി 150 കോൾസും ഒരു മേ ബി ഒരു 10,000 to 19,000 മെസ്സേജുകളും വരും. അത് മെസ്സേജുകൾ അറ്റൻഡ് ചെയ്യാൻ നിയർലി നമുക്ക് 7 പേരും, കോള് അറ്റൻഡ് ചെയ്യാൻ 3 പേരുണ്ട്. പക്ഷെ ഒരൊറ്റ കോളും എനിക്ക് വരാറില്ല. അങ്ങനെ പറ്റും. നമുക്ക് തോന്നാണ് ഈ കോളുകളൊക്കെ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആകാശം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. ഈ കോളുകളൊക്കെ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനീന്റെ MD ഞാനല്ലാതാവും. ഞാൻ തന്നെ ക്ലയന്റായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും ക്ലോസ് ആവില്ല, കുട്ടികൾക്കൊന്നും കഴിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ആലപ്പുഴ DP Merchantൽ വന്ന ഒരാള്, മൂപ്പര് അതേമാതിരി ഫുള്ള് ഫോൺ മൂപ്പര് തന്നെ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ, സെയിൽസ് മീറ്റിങ്ങുകൾ മൂപ്പര് തന്നെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള വാശിയുള്ള ആളുകളുണ്ടായിരുന്നു. അയാള് അന്ന് 10 ദിവസം ബ്രേക്ക് എടുത്ത് വന്ന് ക്യാമ്പിൽ വന്ന് അന്ന് ഒരു ഫിലിപ്പീനിനെ മാനേജർ ആക്കിയിട്ട് പോകുന്നത്, ഇൻചാർജ് ആക്കിയിട്ട്, കോൾ അറ്റൻഡ് ചെയ്യാനും പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും. എന്നിട്ട് അയാൾ പറയാണ്, അന്ന് തിരിച്ചു പോയിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട്, ഞാൻ ക്ലോസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഫീസിൽ, ബെറ്റർ ചാർജിൽ ആ ഫിലിപ്പീനി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നുകയാണ് നമ്മൾ പോയാലേ ക്ലയന്റുമായിട്ട് എന്താവുള്ളൂ, മീറ്റിംഗ് നടക്കുള്ളൂ, നമ്മൾ പോയാലേ സെയിൽ ക്ലോസ് ആവുള്ളൂ എന്നൊക്കെ നമുക്കൊരു തോന്നലാണ്. ഇത് എന്തുകൊണ്ട് ഫോൺ കോൾസ് നിയന്ത്രിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ഭാര്യമാരുടെ കുറെ പരാതികൾ ഉണ്ടാവും. പരാതികൾ എങ്ങനെയെന്ന് വെച്ചാല്, നിങ്ങളൊരു റൊമാൻറ്റിക് ഇല്ല, നിങ്ങളൊരു മൂരാച്ചയാണ്, നിങ്ങൾ ഫുള്ള് ബിസിനസ്സിൽ ബിസിയാണ്, ഞങ്ങളെ ഫാമിലിക്ക് തരാൻ നിങ്ങളടുത്ത് സമയമില്ല. നമ്മൾ നല്ല മൂഡിൽ അടിപൊളി ഒരു മീറ്റിങ്ങിന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഞാൻ മുണ്ടൂല എന്താ കാട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓള് ചൊറിഞ്ഞിട്ട് നമ്മളെ പെരേന്ന് ഇറക്കി വിടാം. ആ ചൊറിഞ്ഞ ദിവസങ്ങളൊന്ന് ആലോചിക്കുക, അന്നത്തെ മീറ്റിങ്ങിന്റെ സ്ഥിരീകരണം എന്തായിരിക്കും? നമ്മള് വീട്ടിൽ നിന്ന് നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ പെണ്ണുങ്ങൾ ചൊറിഞ്ഞു വിട്ടാ കഴിഞ്ഞില്ലേ, മീറ്റിംഗ് ഉഷാറാവോ? ആണ് ചെല്ലുങ്ങള്. അന്നാകെ മൂഡ് പോയില്ലേ? എല്ലാ കാര്യവും തീരുമാനമാവും. അന്ന് മൊത്തം എല്ലാ വിഷയം തീരുമാനമാവും. ചുരുക്കി പറഞ്ഞാല് അതൊരു പ്രശ്നമായിരിക്കും. ചിലപ്പോ നമ്മള് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭയങ്കര ക്ഷീണിതനും ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ ആയിട്ട് ദിവസം ചിലപ്പോൾ 4, 5, 6 ഒക്കെ മീറ്റിംഗ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് തലവേദന ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്ന നേരെ കയറി ചെല്ലുക, ഭക്ഷണം കഴിക്കുക, പെണ്ണുങ്ങളെ മടിയിൽ കിടക്കുക, ഓള് മസാജ് ചെയ്ത് തരും. ഇതാണ് നമ്മൾ സ്വപ്നം കാണുന്നൊക്കെയാണ് ശരി. പക്ഷെ അവിടെ എത്തി വാതിലാണ്ട് തുറന്നാൽ ഓള് തുടങ്ങും. ഓള് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ആ അടച്ചിട്ട റൂമിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഭർത്താവ് ഇങ്ങോട്ട് കയറുന്നതോട് കൂടി ഓള് നല്ലതും നല്ലതല്ലാത്തതും സങ്കടങ്ങളും ദുഃഖങ്ങളും പരാതികളും എല്ലാം ആയിട്ട് ഇവള് ഇങ്ങോട്ട് തുടങ്ങും. അതോടുകൂടി അന്നത്തെ
പ്ലാൻ എല്ലാം കുതാകബ. എവിടെ മടിയിൽ കിടക്കണം, ഇഞ്ഞിപ്പാടെ മടിയിൽ കിടക്കോ, എവിടെ എന്ത് തലയിൽ മസാജ്, ഒന്നും നടക്കില്ല, ഒരു വിഷയം നടക്കില്ല. അപ്പൊ നമ്മളൊരു പുതിയ വിഷനൊക്കെ ചിലപ്പോൾ പെണ്ണുങ്ങളോട് പറയും, ചില കാര്യങ്ങൾ നമ്മളെ സ്വപ്നങ്ങളൊക്കെ പെണ്ണുങ്ങളോട് പറയണം. അപ്പോൾ പറയാ അതൊന്നും നടക്കൂല, നിങ്ങൾ ഇനിയിപ്പോ എന്തിനാ കുറെ ഉണ്ടാക്കുന്നത്. എന്നാൾ മൈജി ഷാജി പറഞ്ഞിട്ടാണ്, ഓള് 10-25 ഷോപ്പായ സമയത്ത് പെണ്ണുങ്ങളോട് 100 ഷോപ്പിന്റെ സ്വപ്നം വരുമ്പോ നിങ്ങൾ 25 ഷോപ്പായിട്ടുണ്ട്, അപ്പൊ നിങ്ങളെ കിട്ടുന്നില്ല, പിന്നെ നിങ്ങൾ അതിന്റെ 100 ഷോപ്പ് അതൊന്നും വേണ്ട, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. നമ്മൾ പുതിയൊരു സ്വപ്നം വന്ന പെണ്ണുങ്ങൾ വേണ്ടാന്ന് പറയും. കാരണം ഓക്ക് പേടിയാണ്, 2 പേടിയാണ്. ഒരു പേടി ഇത് 25 ഷോപ്പായിട്ട് തന്നെ മൂപ്പരെ കിട്ടണില്ല, പിന്നെ 100 ഷോപ്പായ എന്തായാലും കിട്ടൂല എന്നുള്ള പേടി. രണ്ടാമത്തത് ഇയാൾ അങ്ങനെ വളരാൻ വിട്ടുകൂടാ, ഈ ലത്തീഫായൊക്കെ വളർന്ന് വലിയ കോടീശ്വരനായ വേറെ പെണ്ണ് കിട്ടും എന്നുള്ള തോന്നലും വിൽക്കണ്ടേ. നിങ്ങളങ്ങനെ തമാശക്കാർക്ക് പറയും ചെയ്യേ, അടങ്ങി ഒന്നും അല്ല ഞാൻ കിട്ടും എന്നൊക്കെ നിങ്ങളാണ് പറയും ചെയ്യുമ്പോൾ തമാശക്ക് ഓരോന്ന് പറയാൻ നിൽക്കണേ, നിങ്ങൾ കാര്യമാക്കി എടുക്കും. അങ്ങനെ ആർക്കും പൂതില്ല, ഒരു 2 കെട്ടണം എന്നൊക്കെ പൂതില്ലായിരുന്നു കൈവയ്ക്കാണ്. ഹാൻഡ് റൈസ് ഇതിൽ നിങ്ങൾ പൊക്കൂലെന്ന് എനിക്കറിയാം, പരസ്യമായിട്ട് ചോദിക്കരുത്, ചോദിക്കത്തില്ലേ? അപ്പൊ ആരും അഭിപ്രായം പറയില്ല. അല്ല അങ്ങനെ അതായത് ഒരിക്കൽ ജോർജിയയില് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, DP മെർഷന് വേണ്ടി ഞങ്ങൾ പോയി തലേന്ന് അവിടെ ചെക്ക് ഇൻ ചെയ്ത് തിബിലിസി സിറ്റിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നെ ഒരാളിനോട് പറഞ്ഞു, ഡോക്ടറെ ഞാനിപ്പോൾ തലേന്ന് രാത്രിയെ വന്നത് എന്തിനാണെന്നറിയോ, നിങ്ങളൊരു കാര്യം പറയാനാണ്. നമ്മളെ പെണ്ണുങ്ങളിപ്പോൾ പോരാ, പണ്ട് ഓക്കെ ഇനിയുള്ളൂ, നമ്മൾ അന്നത്തെ കാലത്തുള്ള സ്റ്റാൻഡേർഡോളം ഓക്കെ. ഇപ്പോഴത്തെ നമ്മളെ സ്റ്റാൻഡേർഡിനും നമ്മളതിനും നമ്മളെ ബിസിനസ് മീറ്റിങ്ങിനും നമ്മളെ സർക്കിൾക്കൊന്നും കൊണ്ടുപോകാൻ നമ്മളെ പെണ്ണുങ്ങൾ പോരാ. പാളിക്കണു അന്ന് വിവരമില്ലാത്ത കാലത്ത് കെട്ടിയതല്ലേ, പാളിക്കണു. ഇപ്പം നമ്മളെ സ്റ്റാൻഡേർഡിനനുസരിച്ച് വേറൊരാളെ കെട്ടണം, ഓള് സമ്മതിക്കണില്ല. ഞാൻ ഇപ്പം നിങ്ങളടുത്തേക്ക് എന്തിനാ വന്നുക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഓളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്ക് വേണ്ടിയതൊക്കെ ഞാൻ കൊടുക്കണില്ലേ, ഓളെ ഞാൻ നല്ലോണം സ്നേഹിക്കണില്ലേ, ഓളെ ഞാൻ നല്ലോണം നോക്കണില്ലേ, പിന്നെന്താ വേറെ ഒന്നും കൂടി കെട്ടാ ഒക്കൊന്നാണ് സമ്മതിച്ചെന്നാൽ എന്നാ പറയണേ. നടക്കൂല, അവിടെ അവസാനമാണ്. നടക്കൂല. ഈ രണ്ടാമത് പെണ്ണ് കെട്ടുന്ന വിഷയത്തിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പം ഈ ഭാര്യക്ക് എന്താ, ചിലപ്പോൾ നമ്മളെല്ലാം കൊടുക്കുന്നുണ്ടാവും, വണ്ടി കൊടുക്കുന്നുണ്ടാവും, വീടുണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, സ്വർണ്ണം ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പക്ഷേ ഈറ്റിങ്ങൾ അത് കിട്ടിയില്ലേ, ഇത് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒന്നും നോക്കിയില്ല, അത് പറഞ്ഞില്ല, ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ലേ, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ. അവിടെ കാര്യമായിട്ട് നടക്കുന്ന ഒരു സെഗ്മെന്റ് ഈ ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ആണ്. എന്താണ് ഭാര്യയ്ക്ക് വേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കില്ലാത്തൊരു പ്രശ്നമുണ്ട്. ഈ ബിസിനസ്സുകാരൻ ബേസിക്കലി 2 കാരണങ്ങൾ കൊണ്ടാണ് കുടുംബജീവിതം ഉഷാറായി പോകാത്തത്. 2 പ്രധാന കാരണം. അതിലൊന്ന് നമ്മുടെ ബിസിനസ് സിസ്റ്റം അല്ലാത്തൊരു പ്രശ്നമാണ്. ബിസിനസ് സിസ്റ്റം അല്ല, അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ തന്നെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കാൻ നമ്മളടുത്ത് സമയമില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തത് സമയമൊക്കെ ഉണ്ട്, നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും, പക്ഷേ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള വിവരമില്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ചില ആളുകൾക്ക് വിവരമില്ലാത്ത പ്രശ്നമല്ല, ഭാര്യനെ ഒരു മനുഷ്യനായി പരിഗണിക്കണം, അവളോട് നല്ല രീതിയിൽ പെരുമാറണം, അവളോട് ഒരു കരുണ കാണിക്കണം, അവളെ ഒരു എന്താണ് പറയുക നമ്മുടെ ഭാഗമായി കൂട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്ത ആളുകളുണ്ട്. 3 ടൈപ്പ് ആളുകളാണ്. ഒന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് പക്ഷെ ബിസിനസ്സിൽ പെട്ട് കിടക്കുകയാണ്. ഒന്ന് ഭാര്യനെ പരിഗണിക്കണം എന്നുള്ള കാര്യം ഒരു പ്രയോറിറ്റി ആയിട്ട് എടുത്തിട്ടില്ല. 3 ഭാര്യനെ നമ്മൾ പരിഗണിക്കണൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ പറഞ്ഞാലും ഓൾ ലാസ്റ്റ് ചൂടാവും. ഞാനൊരു ഉദാഹരണം പറയാം. ചില ആളുകൾ ഭാര്യനെ പരിഗണിക്കണൊക്കെ ഒന്നുമില്ല. അപ്പം ഇപ്രാവശ്യം ബിസിനസ് ഇമർഷൻ ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് ഒരാൾ മൂന്നാറെത്തി. മൂന്നാറിലെ അടിപൊളി ക്ലൈമറ്റും ഫോഗും ഒക്കെ ആയിട്ട് ഫുൾ റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറാണ്. അയാൾ ബെഡ്റൂമിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു, മിസ് യു. പാളിയോ പാളിയില്ലേ? എന്തുകൊണ്ട് പാളി എന്ന് ചോദിച്ചാൽ ഭാര്യ ആഗ്രഹിക്കുന്നത് അതല്ല. അതായത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് ഇപ്പം ഇവിടെ മൂന്നാറിൽ ഈ തണുപ്പിൽ ബെഡ്റൂമിൽ എന്നെ മിസ്സിങ് ഉണ്ടെന്നാണല്ലോ, ഓക്കെ അതല്ല ഇഷ്ടം. അതായത് അവളൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളവിടെ കാണുന്നത്. നേരെ മറിച്ച് ആ ഒരു കാറ്റും ഫോഗും പച്ചപ്പും മഴയൊക്കെ ഉള്ള വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് നോക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവളോട് പറയുകയാണെങ്കിൽ, എടിയോ ഈ തണുപ്പത്ത് എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമായിരിക്കും, എൻ്റെ സാമീപ്യം ഞാനിവിടെ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ സാമീപ്യം ഞാൻ രണ്ടും ഒന്ന് തന്നെ സാധനം. പക്ഷേ ഒന്ന് നമ്മൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത്, മറ്റൊന്ന് സാമീപ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ അയഞ്ഞു കുഴഞ്ഞ് കിടക്കുന്നുണ്ട്, ഭക്ഷണമല്ല. അപ്പോൾ അവളോട് പറയാണ്, ഡ്രസ്സൊക്കെ ഇങ്ങനെ ആകെ ഒരു ഇസ്തിരിടാത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഭക്ഷണമല്ല ആകെ ജാമൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ജാമിൻ്റെ ഫോട്ടോയും ഇസ്തിരിടാത്ത കുപ്പായത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവളോട് പറയുക, എടി മിസ് യു. എന്താപ്പാ പറഞ്ഞേ? ജാമ് ഇസ്തിരിടാത്ത കുപ്പായം. എന്താ പറഞ്ഞേ? അതിൻ്റെ അർത്ഥം എന്താ? നല്ല ഫുഡ് ഉണ്ടാക്കി തരും. ഇവിടെ ഒരു വേലക്കാരൻ്റെ കുറവുണ്ട് കുട്ടിയെ എന്നല്ലപ്പാ പറഞ്ഞേ. ഇസ്തിരി ഇടാന് അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും നീ ഇല്ല, അതുകൊണ്ട് നിന്നിലെ വേലക്കാരിയെ മിസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞേ. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടോ? അത് ഓളെ സോപ്പിട്ടതാ. അതായത്
രാവിലെ നീച്ച് സത്യത്തിൽ ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല, ആകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതിപ്പോൾ ഓളോട് പറയാൻ പറ്റുമോ വസ്ത്രവും ഭക്ഷണമൊന്നും ഇല്ലാന്ന്? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ, അതായത് ഓളടുത്ത് പോയി, ഞാൻ ഹോസ്പിറ്റലിൽ പോയി, മോനും ഓള് ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഓളോട് പറഞ്ഞ ഐഡിയോ വീട്ടിൽ ജില്ലാഞ്ഞിട്ടൊരു രസമില്ല, ഒറ്റക്കായിട്ടൊരു ഇന്നാണിപ്പോൾ അത് ഒരു ഫീൽ ചെയ്തത്. നമ്മൾ ഓലിങ്ങനെ ഉണ്ടാകുമ്പോൾ, മക്കളിങ്ങനെ ഓടി നടക്കുമ്പോൾ, പെണ്ണുങ്ങളിങ്ങനെ ഓടി നടക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. ഒരു ദിവസം ഒരു 24 മണിക്കൂർ ഓളില്ലാതെ നിന്നപ്പോഴാണ് വീട് ഭയങ്കര വിജനമായിട്ട് തോന്നിയത്. അപ്പോൾ അത് ഇന്ന് ഓഫീസ് ഇവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവളോട് പറഞ്ഞേ, വീട് ഭയങ്കര വിജനാണ്, ജില്ലാഞ്ഞിട്ട് ഒരു വിളക്കില്ല, ഒരു എനർജി ഇല്ല വീട്ടിൽ, ഒരു ഉഷാറില്ല, അപ്പം വേഗം വാ. അപ്പം ഇന്നിപ്പോൾ മോൻ ഡിസ്ചാർജ് ആയിരുന്നു, വീട്ടിലെത്തി. ഇന്നിപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അവളുടെ കമ്പാനിയൻഷിപ്പ്, അവളുടെ സാമീപ്യം, അവളുടെ എന്താണ് പറയുക, മിസ് യു എന്ന് ഫിസിക്കലി അല്ലെങ്കിൽ ഭക്ഷണം, വസ്ത്രം, അതല്ലെങ്കിൽ ക്ലീനിങ്, അതല്ലെങ്കിൽ സെക്ഷൽ ഇൻറ്റൻറ്റ് ഒന്നും അല്ലാതെ നീ എന്ന വ്യക്തിയുടെ സാമീപ്യം ഞാൻ മിസ് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. അതിപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആണല്ലാതായി പോലെ അല്ലേ മുഹമ്മദ് ഭായി? നമ്മൾ പറയേണ്ടത് ആക്ച്വലി നമ്മളിപ്പോൾ മിസ് യു എന്നൊക്കെ അയച്ചാൽ നമ്മൾ ആണല്ലാതായി പോലെ, അതുകൊണ്ട് നമ്മൾ അയക്കൂല. അപ്പോൾ എവിടെ പോയാലും നമ്മൾ ഫോൺ വിളിക്കും. നമ്മൾ ആക്ച്വലി ഓളെ മിസ് ചെയ്തിട്ടാണ് ഈ ഫോൺ വിളിക്കണത്. എന്താ വിശേഷം? ഭക്ഷണം കഴിച്ചാ? മക്കളൊക്കെ ഉറങ്ങിയോ? എന്നാ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഞാനിവിടെ എത്തിയിട്ടുണ്ടാ? ഓക്കെ എന്നാ ബൈ. ഒരു മനുഷ്യൻ ഭാര്യനെ മിസ് ചെയ്തിട്ട് വിളിക്കാണ്. ഒന്ന് ഒരു ഇച്ചിരി റൊമാൻസ്. നമ്മൾ പണ്ട് കോളേജ് ലൈഫിലൊക്കെ പ്രണയിച്ച കാലത്ത് എന്താ വിശേഷം? സുഖം തന്നെയല്ലേ? ഭക്ഷണം കഴിച്ചോ? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളൂ. ഉഷാറന്നല്ലേ? മക്കൾക്ക് ഉഷാറന്നല്ലേ? നിന്നെ മിസ് ചെയ്യുന്നുണ്ടാ. അവിടുന്ന് പോകുന്നേ പിന്നെ എന്തോ ഒരു കുറവ് പോലെ, ഒരു കനം കുറവ്, ഒരു ഹൃദയത്തിൽ എന്തോ ഒരു കനം കുറവ്. വേഗം വരാട്ടോ. അതായത് ഈ പണി നമുക്ക് അറിയാട്ടോ, പക്ഷെ നമ്മൾ ആരോടെ പറയുള്ളൂ? ഇത് പുറത്ത് പറയും, വേറെ ആളോട് പറയും. പണ്ട് കോളേജ് ലൈഫിലൊക്കെ പറഞ്ഞിനി സ്വന്തം പെണ്ണ്, അതായത് പണ്ട് കോളേജ് ലൈഫിൽ പറ്റിയതിന്റെ ഒരു 10% അവിടെ പറ്റിയാൽ മതി. ഷെയ്റ എന്നോട് പറയാനുള്ളത്, പണ്ട് കോളേജ് ലൈഫിൽ പറ്റിയതിന്റെ ഒരു 10% അവിടെ പറ്റിയാൽ മതി. സ്വന്തം വീട്ടിൽ പറ്റി നോക്കും, ജീവിതം സമൃദ്ധമാവും, ജീവിതം ഐശ്വര്യപൂർവ്വം, എന്താണ് പറയാ, വലിയ ആൽമരം പോലെ വളരും ജീവിതത്തിന്റെ ഐശ്വര്യം. പക്ഷെ ആണ് എന്നുള്ള നമ്മൾ ആ സർട്ടിഫിക്കറ്റ് പോകുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മളിങ്ങനെ ഈ ഫോൺ എടുത്താൽ വേഗം അറിയല്ലോ പെണ്ണുങ്ങളാണോ കാമുകിയാണോ എന്ന് വേറെ അറിയും. ആ ശൈലി തന്നെ. അതായത് ഫോൺ എടുത്തിട്ട് പറയേ ഓക്കെ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളാണ്. ഹലോ എന്താ വിശേഷം? ഭക്ഷണം കഴിച്ചാ എന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങളല്ല, സ്വന്തം പെണ്ണുങ്ങളല്ല. വെരി ക്ലിയർ ആ, കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാവും. ഞാനേ ഒരുത്തനിപ്പം കഴിഞ്ഞ ബിസിനസ് ഇമർഷനിൽ ഒരുത്തൻ കാര്യമായിട്ട് പരാതി പറഞ്ഞത്, ഞാനിങ്ങനെ ഇപ്പത്തെ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 100-300 കോടിയുടെ കച്ചവടം ഉണ്ട്. ഇതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയം ഇല്ല. അപ്പൊ ഇനിയിപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു 1000-1500 കോടിയിലേക്കുള്ള വളർച്ചയെ കുറിച്ചാണ് നെക്സ്റ്റ് 10 ഇയേഴ്സിൽ. അപ്പൊ അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് എങ്ങനെയാണ് സമയം ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂപ്പര ചോദ്യം. ബേസിക്കലി 2 കാര്യം ഇവിടെ. ഒന്ന്, ബിസിനസ് വളരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്റ്റാഫുകൾ വരും. അത് കറക്റ്റ് സിസ്റ്റം ആക്കി കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് മാനേജർമാരുണ്ടാവും, സീനിയർ മാനേജർമാരുണ്ടാവും, നമുക്ക് ജനറൽ മാനേജർ ഉണ്ടാവും, നമുക്ക് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഉണ്ടാവും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. അങ്ങനെ ഓർഗനൈസേഷൻ ഒരു ഹയറാർക്കി ഉണ്ടാവും. നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ടല്ലോ എല്ലാവരെയും ഹയർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോൾ തന്നെ ഈ MD എത്തുന്ന കോളുകളുടെയും അല്ലെങ്കിൽ ചർച്ചകളുടെയും ഒക്കെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ടൈം കൂടുകയാണ് ചെയ്യുക. ഒന്നാമത്തെ. രണ്ടാമത്തത്, ഞാൻ ആരോട് ചോദിച്ചു, എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം നിനക്ക് ടൈം ഇല്ലാത്തതാണോ അതല്ല നീ ടൈം എഫക്റ്റീവ് ആയിട്ട് വീട്ടിൽ സ്പെൻഡ് ചെയ്യാത്തതാണോ? അതിൽ 2 കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള പറഞ്ഞാൽ. അപ്പൊ ഓൻ്റെ ഒരു റുട്ടീൻ ഞാൻ ചോദിച്ചപ്പം ഓൻ പറഞ്ഞ രാവിലെ എണീക്കും, എന്നിട്ട് നേരെ ഫോൺ എടുത്തിട്ട് ബാത്റൂമിൽ പോകും, എന്നിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ട് കുറെ നേരം റീല് കാണും. അപ്പം ഓന് ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, പക്ഷെ ബാത്റൂമിൽ ഇരുന്ന്. അപ്പൊ ഞാൻ എത്ര സമയം നീ ബാത്റൂമിൽ ഇരിക്കും എന്ന് വെച്ചു. ഏകദേശം 1 മണിക്കൂർ നേരം ബാത്റൂമിൽ ഇരിക്കും. ഇങ്ങോട്ട് വന്നിട്ട് റീല് കാണാണ്. ഹലോ ഗായ്സ്, ഞാനിവിടെ കുളിക്കാൻ ഇറങ്ങിയതാണ്, നല്ല കുളിക്കടവാന്നേ, നല്ല രസമുണ്ട് കണ്ടോ. അടുത്തൊരാൾ റീല് ഒന്നും കൂടി താഴെ, ഹലോ ഗായ്സ് എന്തൊക്കെ വിശേഷങ്ങൾ, ഞാനിവിടെ പാടത്ത് ഞാറ് നടാൻ ഇറങ്ങിയതാണ്, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം. അതായത് അങ്ങേലെ ചേച്ചി കുളിക്കാൻ ഇറങ്ങിയതും അങ്ങേലെ ചേച്ചി പാടത്ത് നാറ് നടാൻ ഇറങ്ങിയതും ഒക്കെ കാണാൻ ബാത്റൂമിനുള്ളിൽ ഇയാൾക്ക് സമയമുണ്ട്. 1 മണിക്കൂർ നേരം ബാത്റൂമിൽ ഇയാൾ ഇരിക്കണുണ്ട്. പക്ഷെ സ്വന്തം പെണ്ണുങ്ങളോട് മുണ്ടാൻ സമയമില്ല. എന്നിട്ട് പറയാം എനിക്ക് സമയമില്ല. നേരെ മറിച്ച് ആ ഫോൺ കൊണ്ടുപോകാതെ ബാത്റൂമിൽ കൊണ്ടുപോയാൽ എത്ര മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങാം? ഫോൺ കൊണ്ടുപോകാതെ ബാത്റൂമിൽ കയറി എത്ര മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങാം? 10 മിനിറ്റോ? ഇതെന്താ റബ്ബറിന്റെ കട്ടൻസ് ഇറക്കങ്ങള്?
മതി മാക്സിമം കുളിക്കണ്ടേ? അല്ല കുളിയും പല്ല് തേപ്പും ടോയ്ലറ്റും എല്ലാം കൂടി ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ഓക്കെയാണ്. അതൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് ഓക്കെയാണ്. അല്ലെങ്കിൽ ബേസിക്കലി വെറും ടോയ്ലറ്റും പല്ല് തേപ്പൊക്കെ ആണെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഇറങ്ങി പോരാ. പക്ഷെ ഫോണും കൊണ്ട് പോകുന്നതിന് പകരം അവിടുന്ന് പെട്ടെന്ന് പരിപാടി കഴിച്ച് ഭാര്യന്റെ കൂടെ ഇരിക്കാലോ. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുകയാണ്, അപ്പോഴും ഉണ്ടാവും ഈ ഫോൺ, ഈ കുന്ത്രാണം കയ്യിൽ ഇത് തോണ്ടിയിട്ട് ഇങ്ങനെ തിന്നാണ്. ആ പാവാട മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒരു ദിവസം ഞാൻ പിന്നെ വളരെ സീരിയസ് ആയിട്ട് കാര്യം പറയാം. ഇതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഭാര്യമാരെ അവോയ്ഡ് ചെയ്ത് ചില ഭാര്യമാർ പരാതിയൊക്കെ പറയും, ചില കംപ്ലൈന്റുകളൊക്കെ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യണില്ല. പരാതി പറയുന്ന ഭാര്യ നല്ല ഭാര്യയാണ്, പരാതി പറയാത്ത ഭാര്യ നല്ല ഭാര്യയല്ല. ഭയങ്കര ഡേഞ്ചറസാ. ഞാൻ ഈ വിഷയത്തിൽ 2 വിഷയം ഇവിടെ എഴുതി വെക്കട്ടെ. പെണ്ണ് 2 കെട്ടണോ എന്നുള്ളതൊരു ചോദ്യം, 2 പരാതി പറയാത്ത ഭാര്യക്ക് എന്താ പ്രശ്നം എന്നല്ല അടുത്തത്. 2 ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ചില ഭാര്യമാർ പരാതി പറയൂല. നമ്മള് എത്ര ഫോണിൽ നമ്മളിങ്ങനെ ഫോണിൽ കളിക്കുന്നുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവും, ഓള് മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും, ഓളോടൊരു അക്ഷരം മുണ്ടൂല, എന്താണ്ട് വിശേഷം, ഗുഡ് മോർണിംഗ് ഒന്നും പറയൂല. ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ബാഗ് കൊടുത്ത് നമ്മൾ ഓഫീസിൽ ഇറങ്ങുകയും ചെയ്യും. ബട്ട് ഞാൻ ശരിക്കും കേട്ടെ, ഓഫീസിൽ ഇറങ്ങുമ്പോഴേ പെണ്ണുങ്ങളോട് എടിയോ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങുകയും അവളെ ചേർത്ത് പിടിച്ച് നെറ്റത്തൊരു ചുംബനം കൊടുക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈപൊക്കി, അതിന് കൈപൊക്കാലോ. സ്വന്തം പെണ്ണുങ്ങളെ കാര്യമായി പറയണം കേട്ടോ. ഓഫീസിൽ ഇറങ്ങുമ്പം ഒരു ചുംബനം, ഒരു ചേർത്ത് പിടിക്കൽ. ചുംബനം തന്നെ അതിൽ ഒരു സെക്ഷൽ ഇന്റന്റും ഇല്ല, ഒരു സെക്ഷൽ ഇൻട്രസ്റ്റും ഇല്ലാത്ത ചേർത്ത് പിടിച്ച് കണ്ണിലേക്ക് നോക്കിയുള്ള ഒരു ചുംബനം കണ്ടേ. അതെന്താ എന്നും കൊടുത്താൽ തീരത്? ഇതിനിപ്പോ ചെലവൊന്നുമില്ലല്ലോ, എന്നും കൊടുത്താൽ തീരുന്ന സാധനമല്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഫോണില്ലാതെ ഓളോട് മുണ്ടി പറഞ്ഞിരിക്കുന്ന ആളെത്രണ്ട്? ഫോണില്ലാതെ ഓളോട് മുണ്ടി പറഞ്ഞിരിക്കുക. എന്തൊക്കെയാണ് വിശേഷം, ഇങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. ആ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒരു അരമണിക്കൂർ 1 അവർ നമ്മളും ഭാര്യയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൈമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായ ഓള് കമ്മ്യൂണിക്കേഷന് വേറെ ആൾ കണ്ടെത്തും. നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും വന്നിരിക്കും. പിന്നെ മോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഓൾക്ക് നിങ്ങൾ ഫോണിലായതുകൊണ്ട് ഓക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഓള് ഫോൺ കയറിയതല്ലേ. നിങ്ങളൊന്ന് ഓളോട് മുണ്ടി നോക്ക്, ഓള് ഫോണിൽ നിന്നിട്ട് ഇറങ്ങി വരും. ഇത് അതൊന്നല്ല, നേരം കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്കുള്ള വീഡിയോസ് ഉണ്ടാക്കലാണ്. അതാണ് ഇപ്പൊ പരിപാടി. അപ്പൊ വേറെ ഒന്ന് കട്ടേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനൊന്നല്ല, നമ്മൾ ഇരുന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ ഓക്കെ യൂട്യൂബ് ചാനലിലേക്കുള്ള ഉണ്ടായിക്കോ, ഞാൻ ഓഫീസിലേക്ക് പോയതിന് ശേഷം ഉണ്ടാക്കിക്കോ. നമ്മൾ 2 ആളും വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് 2 ആൾക്കും ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റാക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാവുമ്പോ യൂട്യൂബ് ചാനൽ റെക്കോർഡ് ചെയ്യണ്ട, അതോട് ചെയ്യൂല. നിങ്ങൾ പറഞ്ഞ് സെറ്റാക്കിയാൽ മതി. ഓള് യൂട്യൂബിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ യൂട്യൂബിൽ ഇരിക്കണ്ട, കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ. 2022 ഡീപ്രമോഷന് ശേഷം സാറേ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് 2022 മുന്നാറിലെ ഫോണും കൊണ്ട് കക്കൂസ് പോലാ? അല്ലല്ല വൈഫിനെ ഹഗ് ചെയ്യലുണ്ട്, കിസ് ചെയ്യലുണ്ട്. അതെല്ലാരും ചെയ്യലുണ്ട്. അനക്കൊരു ഉപകാരമില്ലാത്ത ഹഗ് കൊടുക്കലുണ്ടെന്നാ ചോദ്യം. കൊടുക്കലുണ്ടെന്നാ പറഞ്ഞ സാറേ. അതായത് നമ്മള് ഉപകാരത്തിനല്ല, ഒരു എന്താ ഓളിൽ നിന്നൊരു സാധനം കിട്ടാൻ വേണ്ടിയല്ല. അതല്ലാതെ വെറുതെ ഓഫീസിലേക്ക് തുണിപ്പായ മാറ്റി ടൈ ഒക്കെ കെട്ടി പോകുന്ന സമയത്ത് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എടിയോ ഞാൻ പോയി വരട്ടോ എന്ന് പറഞ്ഞ കണ്ണ്. ഞാൻ ചില നേരത്തൊക്കെ ചെയ്യലുണ്ട് കേട്ടോ, വളരെ ഉഷാറായിട്ട്. ചില ദിവസം നമ്മൾ ബിസി ആയിട്ട് തലയിൽ ആശയം കറങ്ങിയിട്ട് നമ്മള് ഹഗ്ഗൊക്കെ ചെയ്യും. ഹഗ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ടെക്നിക്കലായിട്ട് തോന്നും ചില സമയത്ത്. പക്ഷെ ചില ദിവസം നമ്മൾ മൈൻഡ് ഫ്രീ ആയിരിക്കും. മൈൻഡ് ഫ്രീ ആണെങ്കിൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് കണ്ണുക്കൊക്കെ നോക്കി നെറ്റത്തൊരു ചുംബനം കൊടുത്ത് വീണ്ടും കണ്ണുക്ക് നോക്കി ഒരു ചുംബനം കൂടി കൊടുത്തു, ഒന്ന് പുറത്ത് കൊട്ടി ഒന്നും കൂടി ഒരു ചുംബനം കൊടുത്ത്. അപ്പോൾ തന്നെ പറയും ഈ ഹഗ്ഗിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്തോ ഒരു എന്നും നമുക്ക് ഒരേ ഇന്റൻസിറ്റിയിൽ ചിലപ്പം കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. കാരണം അത് നമ്മളെ ചിന്തകളാണ്. ഒരു ഹാബിറ്റ് ആയിട്ട് ആ സാധനം വെച്ചിട്ടുണ്ട്. ചില ദിവസം ഭയങ്കര ഇന്റൻസിറ്റി ഉണ്ടാവും, ചില ദിവസം ഭയങ്കര ഇന്റൻസിറ്റി ഉണ്ടാവില്ല. അപ്പൊ പെണ്ണിന് വേണ്ട ഒരു സാധനം ഈ കമ്മ്യൂണിക്കേഷൻ ആണ്. മൊബൈൽ അതായത് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ സാധനം എഴുതി വെക്കണം. ഓക്കെ, നാളെ എനിക്ക് 1, 2, 3, 4, 5 ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് എഴുതി ഓഫീസിൽ എഴുതി വെക്കുക. പിന്നെ ഓഫീസ് എടുത്ത് വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. 2 ഫോൺ വേണം ശരിക്കും ഒരു ബിസിനസ്മാന്. 2 ഫോൺ. ഒരു ഫോൺ എന്തിന്? ഒരു ഫോൺ ബിസിനസ് ഫോൺ. ഇപ്പൊ നമ്മളൊരു ഒരു ടീം ഇപ്പം കഴിഞ്ഞ ബിസിനസ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാള് കമ്പനി തുടങ്ങുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അയാളുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗായി മാർക്കറ്റ് ചെയ്യുന്നു, ലീഡ് വരുന്നത് ഇയാളുടെ മൊബൈലിലേക്കാണ്. അപ്പൊ ഇപ്പോഴും ഒരു ദിവസം 200 ലീഡ്, 300 ലീഡ്, 400 ലീഡൊക്കെ വരും. ഒരു ദിവസം ലീഡിന്റെ എണ്ണം കുറഞ്ഞ ഇയാൾക്ക് ഇങ്ങനെ പിരാന്താണ്, പഠിച്ചോനെ ലീഡ് വരില്ലല്ലോ, ലീഡ് വരും. ഞാൻ പറഞ്ഞു എന്തിനാണ് കുട്ടി നിങ്ങൾ ഈ ലീഡ് അറ്റൻഡ് ചെയ്യണ എന്തിനാണ്? കമ്പനി അല്ലേ, ഒരു സെയിൽസ് പേഴ്സൺ ഹയർ ചെയ്തൂടെ? 1500 രൂപ കൊടുത്താൽ മതി. ഗൾഫിലാണെങ്കിൽ 2000 റുപ്യ 2000 ദിർഹംസ് കൊടുത്താൽ മതി. ഒരു സെയിൽസ് പേഴ്സണെ ഹയർ ചെയ്തിട്ട് അയാൾ ആ ലീഡൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. എന്തിനാണ് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ കമ്പനി ആവശ്യത്തിന് കൊടുത്തിട്ടുള്ളത്?
കമ്പനി വേറെ നിങ്ങളെ ഫോൺ വേറെ. കമ്പനി ഫോണ് ഒന്നെങ്കിൽ ഓഫീസിൽ വെച്ച് പോരുക, അതല്ലെങ്കിൽ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെയിൽസ് പേഴ്സണെ ഏൽപ്പിച്ചു പോരുക. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് കമ്പനി വളർത്താൻ പറ്റുള്ളൂ. പുതിയ സ്ട്രാറ്റജി, പുതിയ ഷോപ്പ്, പുതിയ ടീം, പുതിയ ഇൻവെസ്റ്റ്മെന്റ്, പുതിയ ഐഡിയകൾ, പുതിയ ബിസിനസ് മോഡലൊക്കെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഈ ഫോൺ നമ്മളൊന്ന് ഇറക്കി വെക്കണ്ടേ. നമ്മൾ ഫോൺ എടുക്കുന്നിടത്തോളം കാലം ഒന്നും നമ്മളെ കമ്പനി വളരൂല. കാരണം നമ്മളവിടെ ടെലിഫോൺ ഓപ്പറേറ്ററുടെ പണി മാത്രമാണ് എടുക്കുന്നത്. അതിന് സെയിൽസ്മാനെ വെക്കുക, അതിന് അസിസ്റ്റന്റിനെ വെക്കുക, അതിന് ഈവൻ MD-ക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാൻ, ഇമെയിലുകൾ അറ്റൻഡ് ചെയ്യാൻ പ്രൈവറ്റ് അസിസ്റ്റന്റിനെ വെക്ക്, ഒരു സെക്രട്ടറിനെ വെക്ക്. 15,000 രൂപ ശമ്പളം കൊടുത്താൽ മതി. അവൾ ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാത്തിന്റെയും സമ്മറി തരട്ടെ. അവരെല്ലാം ഫോൺ അറ്റൻഡ് ചെയ്ത് ക്ലയന്റിന് എല്ലാത്തിനും ഉത്തരം പറയട്ടെ. ഒരു സെയിൽസ്മാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് അവൻ ക്ലോസ് ചെയ്യട്ടെ. നമ്മൾ ക്ലോസ് ചെയ്താലേ ക്ലോസ് ആവുള്ളൂ. അല്ലാത്ത ക്ലോസിംഗ് ഒന്നും ക്ലോസിംഗ് അല്ല എന്നുള്ള ചിന്ത ഒഴിവാക്ക്. എന്നാൽ ഒന്ന് ബിസിനസ് വളരും, 2 നമുക്ക് ഒരുപാട് സമയം ഫ്രീ ഉണ്ടാവും. ആ സമയം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും. ഇപ്പൊ ഞാന് ചില ദിവസം എൻ്റെ മോന്, അതായത് ഗൾഫിലായിരുന്ന സമയത്ത് എന്നും ഓഫീസ് വിട്ട് 3 മണിയാകുമ്പോൾ ഇവരുടെ അടുത്തേക്ക് വരുമല്ലോ. അതിനുശേഷം ഇപ്പൊ നാട്ടിൽ വന്നതിന് ശേഷം മാസത്തിൽ ഒരു 7 ദിവസം മുതൽ 10 ദിവസം വരെയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പം മോന് ഒരു ദിവസം എത്തിക്കഴിഞ്ഞാൽ രാവിലെ മോന് മദ്രസ ഇട്ട് വരുമ്പോ ഞാനുണ്ടാവും അവിടെ ഇരിക്കണം. അപ്പാ എപ്പ ചെക്ക് ഇൻ ചെയ്തു, എന്നാ ചെക്കൗട്ട്? വലിയ മോൻ ചോദിക്കണേ നമ്മളോട്, എപ്പ ചെക്ക് ഇൻ ചെയ്തു, എന്നാ ചെക്കൗട്ട്? അപ്പൊ അവര് നമ്മളെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് ആ കുട്ടി പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ട്, വി ആർ മിസ്സിങ് യു ഫാദർ ഹിയർ, നിങ്ങളെ നമ്മളിവിടെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ആ കുട്ടി പറയണത്. അപ്പം കുട്ടികളുടെ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈം നമ്മൾ മിസ് ചെയ്യേണ്ടത്. ഒന്ന്, അവര് രാവിലെ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയം അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൊന്ന് പറഞ്ഞേക്കാം. മറ്റൊന്ന്, തിരിച്ച് അവര് സ്കൂൾ വിട്ട് വരുമ്പോ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞോളൊന്നുമില്ല, രാത്രി ഉറങ്ങാൻ സമയത്ത് അവരെ ഒന്നും കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പറഞ്ഞേക്കാം. ഇത് 2ഉം ഒരു വാപ്പാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു പക്ഷെ പണി പാളും. അതായത് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും രാത്രി ഉറങ്ങുന്ന സമയത്തും അവരുമായിട്ടൊരു ചുംബനവും 2 സംസാരവും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉപ്പയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ ഉപ്പയുടെ ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവില്ല. വേറെ എന്ത് പൈസ കൊടുത്തിട്ടും എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അത് ജീവിതത്തിൽ വരേണ്ട ഒരു മാറ്റം തന്നെയാണ്. അതുപോലെ ഒരു 2 മണിക്കൂർ ഭാര്യയ്ക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ഇംപ്ലിമെന്റ് ആയിട്ടുള്ള സമയം എന്ന് വെച്ചാൽ, രാവിലെ ഒരു 9-9:30 മണിയാകുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകും. പിന്നെ 9:30 മണി മുതൽ ഒരു 10:30 മണി വരെ എന്റെയും ഭാര്യയുടെയും ഒരു പ്രൈവറ്റ് ടൈമാണ്. അവിടെയാണ് നമ്മൾ സംസാരിക്കുന്നതും ഇരിക്കുന്നതും അടി കൂടുന്നതും സങ്കടം പറയുന്നതും സുഖങ്ങൾ പറയുന്നതും. അതായത് ജീവിതത്തിന്റെ എല്ലാ വികാരങ്ങളും ഉണ്ടാവും. ചില ദിവസം അടിയായിരിക്കും, ചില ദിവസം കച്ചറയായിരിക്കും, ചില ദിവസം സന്തോഷമായിരിക്കും, ചില ദിവസം എന്തും ആവാം. പക്ഷെ എന്തെങ്കിലും ഒന്ന് നടക്കണം, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമല്ലോ. ചില ദിവസം പരിഭവങ്ങൾ മാത്രമായിരിക്കും, അത് നടക്കണമല്ലോ. അവർ പരിഭവങ്ങൾ അവർ പറയട്ടെ. ചില ദിവസം സന്തോഷങ്ങൾ മാത്രമായിരിക്കും, ചില ദിവസം പ്ലാനിങ്ങുകളായിരിക്കും. അത് കഴിഞ്ഞ് ഓഫീസ് വിട്ട് വന്നാല് ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ഓഫീസ് വിട്ട് എത്തും. 8 to 9 സമയം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം. ഒരു 9:30 ആകുമ്പോൾ കുട്ടികൾ വീണ്ടും ഉറങ്ങും. വീണ്ടും ഒരു 10 to 11 ഭാര്യയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈമാണ്. ഈ 2 സമയത്തും, അതായത് രാവിലത്തെ 1 മണിക്കൂറിനും രാത്രിയുള്ള 1 മണിക്കൂറിനും നമ്മൾ ഫോൺ ഉപയോഗിക്കാനേ പാടില്ല. ഫോൺ ഉപയോഗിച്ചാൽ അവൾക്ക് ഒരിക്കലും എന്ത് തോന്നൂല, നമ്മൾ ഒരു അൺഇന്ററപ്റ്റഡ് അറ്റൻഷൻ കൊടുത്തു എന്ന് തോന്നൂല. അൺഇന്ററപ്റ്റഡ് അറ്റൻഷൻ. ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിക്കേഷൻ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൾക്ക് ശരിക്കും മെന്റലി സിക്കാവും. അവള് ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കും, ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇമോഷണലി ഡൗൺ ആവും. നമ്മള് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവള് പരാതിയുടെ ഭാണ്ഡം അഴിച്ചു വെക്കാനുള്ള ഒരേ ഒരു കാരണം അവൾക്ക് ഈ 2 മണിക്കൂർ കമ്മ്യൂണിക്കേഷൻ ടൈം നിങ്ങളെ ഫോണില്ലാതെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ഫോൺ എടുക്കും, ഓള് ഇവിടുന്ന് പറയും, ഞാനൊരു 1,500 റുപ്യ പോക്കറ്റ് നിർക്കുക, വേണ്ട അതിന് മാത്രം മറുപടി ഉണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഈ സാധനം ഇങ്ങനെ നോക്കുക, അങ്ങോട്ട് ഓളിങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അയാൾ നമ്മളെ മുഖത്തേക്ക് നോക്കാതെ ഫോണിൽ നോക്കിയിരുന്നാൽ നമുക്ക് അയാളെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? ഒരു മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ നമ്മളോട് സംസാരിക്കാതെ അയാൾ ഫോണിൽ നോക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കൂലേ? അതന്നെയല്ലേ നമ്മളെ ഭാര്യനോട് ചെയ്യണം. ആക്ച്വലി സംഭവം ഫാമിലി റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു ബിസിനസ്മാന്റെ ഏറ്റവും വലിയ കഴിവ് തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. ഈ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ മാത്രം ഉണ്ടാവുന്ന സാധന. സമാധാനമില്ലാത്തപ്പം അമിത സന്തോഷവും അമിത ദുഃഖവും അമിത ദേഷ്യവും അമിത പ്രതികാരവും ഒക്കെ ഉള്ള, സമാധാനമില്ലാത്ത ഒരു സമയത്തെടുത്ത ഏത് തീരുമാനവും പാളിപ്പോവും. ആ തീരുമാനങ്ങളാണ് ബിസിനസ്സിനെ വളർത്തുന്നതും തളർത്തുന്നതും. ഭാര്യ നല്ലോണം അല്ലെങ്കിൽ അന്നത്തെ തീരുമാനം ഫുള്ള് തെറ്റും. എന്താ ഇതൊക്കെ സംശയം ഉണ്ടാവും? ഭാര്യ അടഞ്ഞാല് സംശയം ഉണ്ടാവും. അന്ന് ബിസിനസ്സിലെടുക്കുന്ന എല്ലാ തീരുമാനവും തെറ്റായിരിക്കും. നിങ്ങൾ രാവിലെ ഓളൊന്ന് വിളിച്ചിട്ട് ഒന്ന് കൊളത്തിയിട്ടൊന്ന് ഇറങ്ങി നോക്കി ഓഫീസിലേക്ക്,
ഭാര്യയായിട്ട് ഒന്ന് കൊളത്തിയിട്ട് ഓഫീസിലേക്ക് ഇറങ്ങി നോക്കി. അന്നത്തെ ദിവസം നേരെ പോയിട്ട് വെറുതെ ഒരു സ്റ്റാഫിനെ എന്താടാ നോക്കണേ ഇത് പറയടാ. എന്ത് ആര് വന്നാലും എന്ത് ചോദിച്ചാലും അന്ന് ഫുള്ള് കുരച്ച് ചാടിയ സ്വഭാവമായിരിക്കും. കാരണം ഭാര്യ അപ്പൊ എന്നെ പെണ്ണുങ്ങൾ പറയും, അല്ല ഇവിടുന്ന് സ്റ്റാഫ് പറയും, ഡോക്ടർ ഒന്ന് ഭാര്യയിൽ തെറ്റിയിട്ടാ വന്നിക്കണു, പെണ്ണുങ്ങളായിട്ട് എന്തോ കൊളത്തിക്കണം തോന്നണം എന്നിവിടെ സ്റ്റാഫ് തന്നെ പറയും. നമ്മളെ മുഖത്ത് നോക്കിയാൽ ഓൾക്ക് തന്നെ മനസ്സിലാവും ഇയാള് പെണ്ണുങ്ങളായിട്ട് കൊളത്തിയിട്ടാ വന്നിക്കണം. ഒരു സമാധാനം വരില്ല. അപ്പൊ മനുഷ്യന്റെ ഒരു ബിസിനസ്സുകാരന്റെ വളർച്ചയുടെ പിന്നിൽ ഒരു പെണ്ണുണ്ട് എന്ന് പറയലുണ്ട്. അതുണ്ട്, കറക്റ്റാണ്. ഒരു പെണ്ണ്, ഒരു ബിസിനസ്സുകാരന്റെ തളർച്ചയുടെ പിന്നിലും ഉണ്ട് പെണ്ണ്, പക്ഷെ അത് വേറൊരു പെണ്ണാണെന്നുള്ളൂ. വിജയിച്ച എല്ലാ ബിസിനസ്സുകാരുടെ പിന്നിലും ഒരു പെണ്ണുണ്ട്, അത് ഭാര്യയാണ്. പരാജയപ്പെട്ട എല്ലാ ബിസിനസ്സുകാരുടെ പിന്നിലും ഒരു പെണ്ണുണ്ട്, അത് ഭാര്യ അല്ലാത്ത വേറൊരു പെണ്ണാണ്. രണ്ടും സംഗതി പെണ്ണെന്നാണ്. എന്തേ പൊക്കിയാ കൈയോടെ പൊക്കിയാ? ദിൽജേജി ഭാര്യ യൂട്യൂബിലാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ നിക്കണ്ട, ഒപ്പിക്കാൻ നിക്കണ്ടട്ടാ. ഇതിന് റെക്കോർഡ് സെഷൻ വന്നിട്ടാണ് കേൾപ്പിച്ചു കൊടുക്കാനേ. അല്ല കേജി കേൾപ്പിച്ചണ്ട, ഇതൊക്കെ പയറ്റിയാ മതി. ആരും പെണ്ണുങ്ങളെ പോയിട്ട് നന്നാക്കാൻ നിക്കണ്ട, ഇത് ജീവിതത്തിലേക്കൊന്ന് പയറ്റിയാ മതി. പഠിച്ചോ, നിങ്ങളൊക്കെ അല്ലാതെ എന്റെ ക്ലാസ്സിന് പെണ്ണുങ്ങളെയും കൊണ്ട് വരുമോ? ശരി ശരി, അതായത് ഡീസന്റ് ആയിക്കോളെ. വെറുതെ അല്ല ആരും ഒന്നും മിണ്ടാത്തത്, ഒരുമാതിരി ഉണങ്ങിയ ക്ലാസ്. പെണ്ണുങ്ങളെയും കൊണ്ട് ആരും ക്ലാസ് കയറാൻ പറ്റുമോ? ഒരിക്കൽ ഒരു പെൺകുട്ടി കൗൺസിലിംഗ് ഞങ്ങൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഡൈവേഴ്സ് വേണം, ഇത് ഞങ്ങൾ ഒത്തുപോല, തീരെ ഒത്തുപോല. അപ്പൊ എന്താ എന്റെ പ്രശ്നം? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കത്തിരുത്ത് കുത്തല്ലേ, അതായത് കത്തിരുത്ത് ഒറോണ്ട് കുത്തല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഓള് പറഞ്ഞേ, ഇയാൾ ശരിയില്ല, ഇയാൾ ഫുള്ള് റേപ്പിസ്റ്റാണ്, റേപ്പാണ്, റേപ്പ് എനിക്കിഷ്ടല്ല, മൂപ്പര തീരെ ഇഷ്ടമല്ല, എനിക്ക് റേപ്പാണ്. അപ്പൊ ഈ വിവാഹം കഴിച്ച ഭർത്താവ് റേപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടില്ല. അപ്പൊ ഞാനോട് എന്തപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, അത് അയാൾ ബലമായി പിടിച്ചു വെച്ചിട്ട് എന്തൊക്കെ ചെയ്യണം, എനിക്കിഷ്ടമല്ല, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഇതൊന്നും നോക്കണില്ല, മൂപ്പർ എന്നെ റേപ്പ് ചെയ്യാണ്, എനിക്ക് മൂപ്പര ഇഷ്ടമല്ല എന്നോട് ഇങ്ങനെ പറയണം, എനിക്ക് മൂപ്പര ഇഷ്ടമല്ല, റേപ്പാണ്. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? അപ്പോൾ അയാൾ പറഞ്ഞു, ഡോക്ടറെ, ഓള് ഒരു വിധത്തിലും നമ്മളായിട്ട് സഹകരിക്കുള്ള, അവള് തരുന്നില്ല. അപ്പോൾ അത് ഒരാൾ തരുന്നില്ല എന്ന് പറയണം, ഒരാൾ റേപ്പ് എന്ന് പറയണം. ആകെ ഞാൻ എൻ്റെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരികയാണല്ലോ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, സത്യത്തിൽ എന്താ പ്രശ്നം? അപ്പോൾ ഓള് പറഞ്ഞേ, ഇയാള് രാവിലെ എണീക്കും, ഇതേമാതിരി മൊബൈലും കൊണ്ട് ബാത്റൂം പോകും, കുറേ അവിടെ ഇരിക്കും, അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് മാറ്റി ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കും, ഈ മൊബൈൽ കുറേ തോണ്ടും. പിന്നെ എപ്പോഴാ ഓഫീസിൽ പോയതെന്ന് എനിക്കെന്നെ അറിയില്ല. എന്നോട് രാവിലെ മുതൽ ഇതുവരെ മിണ്ടിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടില്ല. ഓഫീസിലെത്തിയാൽ വിളിക്കൂല, ഒന്നും പറയില്ല. പിന്നെ വൈകുന്നേരം കയറി വരും, ഹലോ, പറയൂ, ഓക്കെ യെസ് ഓക്കെ. അതായത് ഒരാൾ വീട്ടിലേക്ക് കയറി വരികയാണ് ഇപ്പത്, ഓക്കെ. ഇയാളെ വിചാരം ഭയങ്കര ഇങ്ങനെങ്ങാനും കയറി വന്ന എൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവമാണ് മറുപടി പറയും. പിന്നെ അബ്ദുസ്ലാം ആ ഗേറ്റിന്റെ പുറത്ത്, അവിടെ പുറത്ത് പോയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് ഇവിടെ എൻ്റെ കുട്ടികളെ വാപ്പ, എൻ്റെ പുതിയാപ്പള അതായിട്ട് വന്നാൽ മതി. അതായത് ഫോണും വിളിച്ച് പെരേക്ക് കയറി തന്നെ പുറത്താക്കും. നിങ്ങൾക്കുണ്ട് അങ്ങനെ പ്രശ്നം? ഗേറ്റിന്റെ പുറത്ത് അബ്ദുസ്ലാം ഉമർ ഗേറ്റിന്റെ പുറത്ത് നിന്നോട് കുറെ വട്ടം പറഞ്ഞോളൂ, നമ്മൾ വലിയ മോലാളിയും വലിയ എം ഡി ഒക്കെ, പക്ഷേ ഈ ഫോണും വിളിച്ചല്ലല്ലോ പെരേക്ക് കയറി ചെല്ലേണ്ടത്. നമ്മൾ വിചാരിച്ച ഭയങ്കര സംഭവമാണ്. നമ്മള് പെരേക്ക് കയറി ചെല്ലുമ്പോ ഓക്കെ 100 കോടിയുടെ കൺസൈൻമെന്റ്, ഓക്കെ. അപ്പോൾ ഒലക്ക 100 കോടിന്റെ കൺസൈൻമെന്റ്, നമ്മൾ ഫോൺ വെക്കേണ്ട പാടുന്നേ. നമ്മൾ എന്ത് പറഞ്ഞാലും ഓളെന്താക്കും, നമ്മളിട്ട് ചവിട്ടും. കാരണം ഓക്ക് വേണ്ടത് നമ്മൾ ഈ ഫോൺ വെക്കാതെ വീട്ടിൽ കയറി ചെല്ലാം. ഇവൻ വീട്ടിൽ കയറി ചെന്ന് കുറേ നേരം ന്യൂസ് കണ്ടിരിക്കും, കുറേ നേരം കമ്പ്യൂട്ടറിലിരിക്കും, പിന്നെ ആ റിപ്പോർട്ട്, ടീം മീറ്റിംഗ് ഒക്കെയാണ്. ചോറയക്കണമെന്ന് പറഞ്ഞാൽ മൂപ്പരോട് പറഞ്ഞാൽ കേൾക്കുമല്ലോ, തോണ്ടി പറയണം ചോറ്. അപ്പോൾ ചോറിൻ്റെ അവിടെ പോയിരുന്നിട്ട് പിന്നെ മീറ്റിംഗ് ആണ്. യെസ് രമണി പറയൂ, രമണി രമ്യ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളെ രമ്യ ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഞാനിവിടെ ഒരു മത്സരത്തിൽ മുഴുവൻ ഇരിക്കണ നിങ്ങൾ കണ്ടിട്ടില്ല. യെസ് അൽഫോൺസ പറയൂ. അപ്പം ഈ മീറ്റിംഗ് ഒന്നും നമുക്ക് പഠിക്കണില്ല. അപ്പോൾ പറയും അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇന്ന് 25 കോടിൻ്റെ പറയൂ 25 കോടിൻ്റെ പ്രൊജക്റ്റാണ് ഇന്ന് ക്ലോസ് ആയത്. 25 കോടിൻ്റെ പ്രൊജക്റ്റ് അന്ന് ക്ലോസ് ആയത് നമ്മൾ വലിയ സന്തോഷത്തിൽ പറയാം. അപ്പോൾ പറയും, ഓലക്ക നിങ്ങൾക്ക് 25 കോടിയോ എന്തുണ്ടായി എനിക്കത് എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളുടെ അച്ചീവ്മെന്റിനെ പുച്ഛിച്ച് തള്ളാൻ കാരണം എന്താ? നമ്മൾ വലിയൊരു സന്തോഷ വാർത്ത പറഞ്ഞാൽ 25 കോടിന്റെ പ്രൊജക്ട് കിട്ടിയെന്ന്. അപ്പോൾ പുച്ഛിച്ച് തള്ളും. കാരണം നിങ്ങൾ ഇത്തിരി നേരം ഫോണിലല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഇവര് സോഫയിൽ ഇരുന്ന് ഇങ്ങനെ TV കാണുന്നുണ്ടാവും ഇയാള്. അത് കഴിഞ്ഞ് ഓളുണ്ടാവും പാത്രമൊക്കെ കഴുകി വെച്ചൊരു 10-10:30 ആവുമ്പോ ഇങ്ങനെ പോണ്. അപ്പൊ ഇയാള് മെല്ലെ നീച്ചിട്ട് മെല്ലെ ബാക്കിൽ പോകും. അതായത് നേരം വെളുത്ത് ഇതുവരെ ഒരക്ഷരം ഉണ്ടാത്ത ഓള് പാത്രം കഴുകി ലാസ്റ്റ് ബെഡ്റൂമിക്ക് പോകുമ്പോ ഇയാള് നേരെ ബാക്കിൽ. ബെഡ്റൂമിലെത്തിയാല് പിന്നെ മുണ്ടലൊന്നുമില്ല. അയാൾ മറ്റേ ആന കരിമ്പുങ്ങാട്ട് കയറിയ മാതിരി വന്നു, കണ്ടു, കീഴടക്കി, ആക്രമിച്ചു, കഴിഞ്ഞു. വീണ്ടും വന്ന് സോഫയിൽ ഇരുന്ന് TV കാണാം. ഞങ്ങളുടെ പിരാന്ത. അപ്പൊ ഓള് പറയാം, ഞാനിപ്പോ ആരാ? മൂപ്പരെ എന്തോ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഉപകരണം, ഡോളോ. എനിക്കൊരു താല്പര്യമില്ലാത്തൊരു വിഷയം
എന്നോട് ഞാൻ എന്താ വിശേഷം, സുഖമുണ്ടോ, നീ ഭക്ഷണം കഴിച്ചോ, എന്തൊക്കെയായിരുന്നു ദിവസത്തിലെ വിശേഷങ്ങൾ, ഇന്ന് എന്തായിരുന്നു പരിപാടി, എനിക്ക് ഓഫീസിൽ ഇന്ന പരിപാടികളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മിണ്ടി പറഞ്ഞൂടെ. അപ്പോൾ ഓള് പറയാ, ഞാൻ എൻ്റെ കോളേജ് ലൈഫിലൊക്കെ ഭയങ്കര സുന്ദരിയായിരുന്നു, എൻ്റെ കണ്ണൊക്കെ ഉണ്ട കണ്ണേനി, എൻ്റെ മുടിയൊക്കെ ഊരറ്റം മുടി ഉണ്ടായിന് പെണ്ണാ ഞാന്. ഈ മനുഷ്യന്റെ കൂടെ കൂടിയതിനു ശേഷം പണ്ട് കോളേജ് ലൈഫിൽ കുറെ ആളുകൾ എൻ്റെ കണ്ണിനൊക്കെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വന്നതാ. ഞാനതൊക്കെ തള്ളി ഈ മൂരാച്ചി ഈ മൊരടനെ കെട്ടിയത്. ഇയാൾ ഇതുവരെ എൻ്റെ കണ്ണടി എൻ്റെ കണ്ണ് കാണാൻ നല്ല ചൊറുക്കുണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ മുടി ഉഷാറാണ്. എൻ്റെ ജീവിതത്തിൽ അയാൾ എൻ്റെ മുടി ഒന്ന് മണത്ത് നോക്കിയിട്ടേല്ല, ഒന്ന് തൊട്ട് നോക്കിയിട്ടില്ല. അയാൾ വരിക, തോക്കെടുക്കുക, ഉന്ന നോക്കുക, വെടി വെക്കുക. എൻ്റെ മുടി ഒന്ന് മണത്ത് നോക്കുക ഇല്ല. എൻ്റെ കണ്ണൊന്ന് നോക്കിയിട്ട് കണ്ണ് സുന്ദരിയാണെന്ന് പറയും ഇല്ല. മുടി ഒന്ന് തൊട്ട് നോക്കുക ഇല്ല. എൻ്റെ ശരീരമായിട്ടോ എൻ്റെ ഇതായിട്ടോ ഒരു ബന്ധം മൂപ്പർക്കില്ല. അതായത് നമ്മളെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യണ്ടേ. പിന്നെ നമ്മൾ അപ്രിഷിയേറ്റ് ഇല്ലെങ്കിൽ ആ കണ്ണും ആ മുടിയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യാൻ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഒരു പണിക്കും പോകാതെ പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന കുറെ ടീം ഉണ്ടാവും. ഒരു വിളിക്കും, ഹലോ എന്താ വിശേഷം, ഇന്നലെ ഞാൻ നിങ്ങൾ ബസ്സിൽ പോണത് കണ്ടിട്ടോ, നല്ല രസമുണ്ടായി, ഇന്നലെ ഇട്ടാ ചുരിദാറില്ലേ അത് നിങ്ങൾക്ക് നല്ലോണം ചേരുട്ടോ, നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെ മുടി നിങ്ങളെ കണ്ണിന്റെ നോട്ടമൊക്കെ ഭയങ്കര രസാട്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെണ്ണുങ്ങളാട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ ഇവിടെ ആളുണ്ട് ട്ടാ. ഹലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വിളിക്കാനേ ആളുണ്ട്. നിങ്ങൾ എടുക്കേണ്ട പണി നിങ്ങൾ എടുത്തില്ല, നാട്ടുകാരെടുക്കും. പിന്നെ പറഞ്ഞിട്ട് നിറവിച്ചിട്ട് കൗൺസിലിംഗ് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഇയാള് ഇത് കലാപരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്കാ സോഫയ്ക്ക് പിന്നെയും TV കാണാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എനിക്ക് എന്താ വേണ്ടി? അതൊന്ന് കടന്നൂടെ, അവിടെ തന്നെ കടന്നൂടെ, പിന്നെ നെഞ്ചത്തൊന്ന് കടത്തിക്കൂടെ, ഒന്ന് തലോടിക്കൂടെ, ഒന്ന് ചുംബിച്ചൂടെ, എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞൂടെ? ഈ ഒരു വിഷയത്തിനല്ലാതെ എന്തെങ്കിലും ആവശ്യത്തിന് എന്നോട് മിണ്ടിക്കൂടെ, എന്നൊന്ന് ചുംബിച്ചൂടെ, എന്നൊന്ന് തലോടിക്കൂടെ, എന്റെ കണ്ണൊക്കൊന്ന് നോക്കിക്കൂടെ? അപ്പൊ ബേസിക്കലി പെണ്ണിന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഏതൊരു ഇടപെടലും അവർക്കത് റേപ്പായിട്ടേ തോന്നുള്ളൂ. ആ ഇമോഷണൽ കണക്ഷൻ വരൂല, നമ്മൾ തമ്മിൽ ഇമോഷണൽ കണക്ഷൻ വരൂല. അപ്പൊ എപ്പോഴും രാവിലെ ആയാലും രാത്രി ആയാലും ഏതൊരു സമയത്തും നമ്മൾ പറയണ്ടല്ലോ, പെണ്ണിന്റെ രതി എന്ന് പറയുന്നത് ശ്രവണ രതിയാണെന്ന് പറയാറുണ്ടല്ലോ. അവളെ ചെവിയിലൂടെ വേണം അവളുടെ ആത്മാവിലേക്ക് നമ്മൾ ഇറങ്ങാൻ. സംസാരിച്ച് അപ്പൊ നിങ്ങൾ പറയും, സംസാരിച്ചാല് ഓള് കുളത്തി സംസാരിച്ചോട്ടെ നിങ്ങൾ അപ്പം ഉണ്ടാന്നാണ്ടി. ഓള് കുളത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാന്നാണ്ടി. പിന്നെ മിക്കവാറും ഓള് കുളത്തി സംസാരിക്കാനുള്ള ഒരു കാരണം, നിങ്ങൾ ഈ ഒരു രാജഭരണം അവസാനിപ്പിക്കണം വീട്ടില്. ഇതിപ്പോ നമ്മൾ രാജാവൊന്നല്ലല്ലോ, ഓക്കെ എന്ന് പറഞ്ഞ രാജഭരണം അവസാനിപ്പിച്ച് ഒന്നൊരു സോഫ്റ്റ് ആവുകയാണ്. ഒരു സോഫ്റ്റ് നമ്മൾ ഓഫീസിലെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഇത് നമ്മൾ എല്ലായിടത്തും ചുരുക്കും. ഭയങ്കര പൊട്ടിച്ചെരിയും, ഭയങ്കര ഹ്യൂമറും, ഭയങ്കര തമാശയും, ഭയങ്കര ഫ്ലെക്സിബിളും ആയിരിക്കും. നമ്മൾ പുറത്തു പോയാൽ വീട്ടിലെത്തിയാൽ നമ്മൾ വേറൊരു കുപ്പായിട്ട്, ഒരു ഇരുമ്പിന്റെ കുപ്പായിട്ടാ വീട്ടിലേക്ക് വരിക. എന്നിട്ട് മസിലൊക്കെ പിടിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഭർത്താവ് ആവില്ലല്ലോ, മസിലൊക്കെ പിടിച്ച് ഒരു ഇരുമ്പിന്റെ കുപ്പായോട്ട് മുഖമൊക്കെ വീർപ്പിച്ച്, എടിയോ ഇതായി ചോറായോ, എന്നാ ചോറെടുക്ക്, വേറെന്നൊക്കെ ഉണ്ടായിരുന്ന വിശേഷങ്ങള്, ചോറിനല്ല എന്നുള്ള ഒരു ശരീരം നമ്മൾ സംസാരിക്കണത്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പുറത്ത് വീക്കെൻഡിൽ അവൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ആഴ്ചയിൽ 2 ദിവസം ഓഫ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈവയ്ക്കുക. 2 days ഓഫ് ഫ്രം ബിസിനസ് നിന്ന് ആഴ്ചയിൽ 2 ദിവസം ഓഫ് എടുക്കണ 2 ദിവസം ഓഫ് ആരില്ല, 1 ദിവസം ഓഫ്, 1 ദിവസം 1 day ഓഫ്. ടെക്സ്റ്റ് ചെയ്തോളി. 1 ദിവസം അൻവർ എടുക്കലുണ്ട്, പിന്നെ സാലിഹ് 1 ദിവസം, ജുനൈദ് 2 ദിവസം, പിന്നെ ആഷിഫ് 1 ദിവസം. ആയിക്കോട്ടെ, നമുക്ക് ഈ വർഷം 1 ദിവസം വെച്ച് തുടങ്ങാം. നിർബന്ധമായിട്ടും 1 day അല്ലെങ്കിൽ 2 day മുതലാളിക്ക് ഓഫ് ആയിരിക്കണം. അതിന്റെ അർത്ഥം ഈ 2 ദിവസം കമ്പനി നടക്കുന്നില്ല എന്നുള്ളതല്ല. നമ്മളൊരു മാനേജറെ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നമുക്ക് വേണമെങ്കിൽ ഈവനിങ്ങിൽ ഇരുന്നിട്ട് അന്നത്തെ റിവ്യൂ ഒക്കെ ഒന്ന് ചെയ്യാം. അവനായിട്ട് മീറ്റ് ചെയ്തിട്ട് എന്തായാലും അന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു റിവ്യൂ മീറ്റിംഗ് എടുക്കാം രാത്രി. പക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുഴുവനായി ബിസിനസ് നിന്ന് മാറി നിന്നിട്ട് ഫാമിലിയുടെ കൂടെ സമയം ചെലവഴിച്ചേ പറ്റുള്ളൂ. അതൊന്നെങ്കിൽ വീട്ടിൽ ചെലവഴിക്കുക, അല്ലെങ്കിൽ പുറത്തൊന്ന് പോവാ. പക്ഷെ അറ്റ്ലീസ്റ്റ് വീക്ക്ലി 1 day നമുക്ക് ഫാമിലിയെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതിങ്ങനെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരുമ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോയി അവളെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോയാല് പിന്നീട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവളും നമ്മളുമായിട്ട് ഒരു ഇമോഷണലി ഭയങ്കര ഒരു ദൂരം വരും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞുതരാം. ഒരിക്കൽ ദുബായിൽ ഒരു കോച്ചിങ് നടക്കുന്ന സമയത്ത് ഒരാള് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞേ, ഒറ്റ കരച്ചിലയാള് കൊണ്ട് പറഞ്ഞേ, എന്നെപ്പോലൊരു ജീവിതം നിങ്ങളത് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതം എന്നെപ്പോലെ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചപ്പം മൂപ്പര്
ഓഫീസ് വിട്ട് വന്നപ്പം വീട്ടില് ഭാര്യയല്ല, മുമ്പര് വിളിച്ചു, എടിയോ നീ എവിടെയാന്ന് വെച്ച്. അപ്പം വീട്ടിൽ ആരുമില്ല, കുറെ വിളിച്ച്, പേര് വിളിച്ച്, ആരുമില്ല വീട്ടില്. മൂപ്പരെ ഫോണില്, ഭാര്യനെ ഫോണിൽ വിളിച്ച്, അസ്സലാമു അലൈക്കും, എവിടെയാണ്, ഞാൻ ഓഫീസ് വിട്ട് എത്തി. അപ്പോൾ ഓള് പറഞ്ഞേ, കുറെ കാലമായി ഞാൻ നിങ്ങളെ സഹിക്കണേ, ഇനി നിങ്ങളെപ്പം ജീവിക്കാൻ ഞാനില്ല. അതായത് കല്യാണം കഴിഞ്ഞ് 22ാമത്തെ വർഷമായിട്ട് ഈ വർത്താനം പറയണത്. കുറെ കാലമായി ഞങ്ങളപ്പം സഹിക്കണ്, ഇനി നിങ്ങളെ കൂടെ ജീവിക്കാൻ ഞാനില്ല എന്ന് ഒറ്റടിക്ക്. അപ്പൊ അയാൾ പറയാ, എന്റെ ഭാര്യ ഒരു കാലത്തും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല, ഞാനും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ എന്നാൽ ഓള് പോയി, ഓളൊരാളെ പരിചയപ്പെട്ട അയാളെ പോയതാന്ന് പറയാം. പക്ഷെ എന്റെ 2 മക്കള് ആൺകുട്ടികള് ഓലെ വിളിച്ചപ്പോ ഓല് പറഞ്ഞു, പാപ്പ മമ ഹാസ് സഫേർഡ് എ ലോട്ട്, ഉമ്മ കുറെ കാലമായി നിങ്ങളെ സഹിക്കണ്, ആൻഡ് വി ആർ ഗോയിങ്, യു ആർ എ വെരി ബാഡ് ഫാദർ എന്ന് പറഞ്ഞിട്ട് മക്കള് പോയി എന്ന് പറഞ്ഞു. അപ്പം എന്റെ തോളത്ത് കളിച്ച് വളർന്ന എന്റെ മക്കള് എന്നെ ഇത്രയും വെറുക്കാൻ കാരണം എന്താണ് എനിക്കറിയില്ല. ഞാൻ ഇത്രയും മോശം വാപ്പയായിരുന്നോ, ഞാൻ ഇത്രയും മോശം ഹസ്ബൻഡ് ആയിരുന്നോ എനിക്കറിയില്ല. എന്റെ ഭാര്യ എന്നോട് ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ നിന്ന നിപ്പിൽ എന്റെ കാലിന്റെ അടിയിൽ നിന്ന് എന്തോ മണ്ണ് ഒലിച്ചു പോകുന്ന പോലത്തെ എനിക്ക് തോന്നി. എന്റെ കൈയും കാലവും കഴിഞ്ഞ് ഞാൻ ആ ലാപ്ടോപ്പും ബാഗും ഇട്ടിട്ട് അവിടെ തന്നെ ഇരുന്ന നിലത്ത്. പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയണില്ല, എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ എന്റെ പെങ്ങളെ വിളിച്ചു, പെങ്ങള് വന്നു. എന്നിട്ട് ഞാൻ പെങ്ങളെ വീട്ടിൽ പോയിട്ടാണ് 2 മാസം കടന്നത്. എനിക്ക് എന്റെ ഭാര്യയും മക്കളും പോയി ആ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ ഡിപ്രഷനിൽ നിന്ന് റിക്കവറായി എന്നിട്ട് പിന്നെ തിരിച്ചു വരാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. ഞാൻ പിന്നീട് എന്റെ ജീവിതത്തിൽ വേറെ കല്യാണം കഴിച്ചു. പക്ഷെ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സമാധാനപരമായ ജീവിതം എന്റെ ഭാര്യയായിട്ടും മക്കളായിട്ടും ഉണ്ടായിരുന്നു, അത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പൊ നമ്മൾ കുറെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, അയാൾ ടെക്നിക്കലി ഒരു നല്ല ഹസ്ബൻഡ് ആയിരുന്നു. അതായത് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭാര്യയ്ക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നു, കടന്നുറങ്ങുന്നു, സെക്സ് ചെയ്യുന്നത് എന്നതിലപ്പുറം ഒട്ടും ആള് റൊമാൻറ്റിക് ആയിരുന്നില്ല, സോഫ്റ്റ് ആയിരുന്നില്ല. റൊമാൻറ്റിക് ആൻഡ് സോഫ്റ്റ് ആയിരുന്നില്ല. അപ്പൊ നമ്മൾ ബേസിക്കലി ഭാര്യ നമ്മളിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്ന 2 ക്യാരക്ടർ, റൊമാൻസ്, സെക്സ് അല്ല കേട്ടോ, റൊമാൻസ് ആൻഡ് സോഫ്റ്റ് ആണ്. സോഫ്റ്റ് നമ്മൾ വലിയ മനുഷ്യന്മാരെ ആണുങ്ങളോട് പെരുമാറും പോലെ ഭാര്യനോട് പെരുമാറുന്നത്. അവര് ചെറിയ പൂച്ചക്കുട്ടിയെ പോലെ പെരുമാറേണ്ട അതായത് നമ്മള് 6 വയസ്സായ പെൺകുട്ടിയോട് എങ്ങനെയാണോ പെരുമാറുന്നത്, 5 വയസ്സായ നമ്മുടെ പെൺകുട്ടിയോട് എങ്ങനെയാണോ പെരുമാറുന്നത്, 4 വയസ്സായ നമ്മുടെ പെൺകുട്ടിയോട് എങ്ങനെയാണോ പെരുമാറുന്നത്, അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം ഭാര്യയായിട്ട് സംസാരിക്കാൻ. അതുപോലെ തന്നെ റൊമാൻസ് എന്ന് പറയുമ്പോൾ അവളുടെ ഫിസിക്കൽ നീഡിന് വേണ്ടി അവളെ ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം അവളുമായിട്ട് ഇരിക്കുക, എന്താണ് റൊമാൻസ് ചോദിച്ചാല് സെക്സിന് വേണ്ടി അല്ലാതെ നമ്മൾ ഒരാളായിട്ട് സമയം ചെലവഴിക്കുക, എന്നിട്ട് അയാളോട് സംസാരിക്കുക, അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അയാളുടെ കൂടെ യാത്ര ചെയ്യാം, അയാളുടെ കൂടെ കൈപിടിച്ച് ബീച്ചിൽ നടക്കാം, അയാളുടെ കൂടെ തമാശ പറയാം, അയാളുടെ കൂടെ ഷോപ്പിങ്ങിന് പോവാം, അയാളുടെ കൂടെ മഴ കൊള്ളുക, അയാളുടെ കൂടെ കോഫിക്ക് പോവാം, അയാളുടെ കൂടെ വെറുതെ ചിരിച്ച് തമാശ പറഞ്ഞിങ്ങനെ നടക്കുക. അത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ 2 പേരും ആസ്വദിക്കുന്ന ഒരു പ്രോസസ്സാണ് റൊമാൻസ്. അതിൽ സെക്ഷൽ ഇന്റന്റ് ഒരിക്കലും ഇല്ല. സെക്ഷൽ ഇന്റന്റ് ഇല്ലാത്ത സ്പെൻഡിങ് ടൈം ടുഗദർ ആൻഡ് സെലിബ്രേറ്റിംഗ് ടൈം ടുഗദർ ആണ്. നമ്മൾ ബേസിക്കലി പലപ്പോഴും ഭാര്യയെ സെക്സിന് വേണ്ടി മാത്രം കാണുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് നമ്മൾ ഇഷ്ടമില്ലാത്തത്. നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവളെ കാണുക, അത് കഴിഞ്ഞാൽ പിന്നെ അവളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം, കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാന്നുള്ളതാണ്. അവിടെ ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, ഒന്ന് ബിസിനസ്, ഭാര്യയുമായിട്ടുള്ള സമയം കിട്ടാത്തത് അത് ബിസിനസ് സ്ട്രക്ചർ ആവാനിട്ടാണ്. ബിസിനസ്സിൽ ഫോൺ എടുക്കുന്നതും നമ്മൾ തന്നെ, മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്നതും നമ്മൾ തന്നെ, വാട്സപ്പില് മാനേജറും നമ്മൾ തന്നെ, ബാത്റൂമിൽ വെള്ളമില്ലെങ്കിൽ വിളിക്കുന്നത് നമ്മൾ തന്നെ, ഫുൾ സിസ്റ്റം നമ്മൾ തന്നെ. 100, 200, 300 കോള് ഒരു ദിവസം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസം 10-ൽ കുറഞ്ഞ കോളേ നമുക്ക് വരാവൂ. ആസ് എ ബിസിനസ്മാൻ ഡെയിലി 10-ൽ കുറഞ്ഞ കോളുകളെ നമുക്ക് വരാവും. നടക്കുവോ? 10-ൽ കുറഞ്ഞ കോളുകളെ നമുക്ക് വരാവും. അതിനിപ്പോ എന്താ ചെയ്യേണ്ടേ? ലെസ് ദാൻ ലത്തീഫ് ഭായ് നടക്കുവോ? 10-ൽ കുറഞ്ഞ കോളുകളെ നമുക്ക് വരാവും എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള സമയം റീലിൽ കളിക്കാനല്ല കേട്ടോ. വെനെവർ നമ്മൾ ശരിക്ക് ഷെഡ്യൂൾ ചെയ്യണം. നമ്മളെ ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഇന്ന സമയം ഞാൻ എഴുന്നേൽക്കും, ഇന്ന സമയം ഞാൻ കുട്ടികളായിട്ട് സംസാരിച്ചിരിക്കും, ഇന്ന സമയം ഞാൻ ഭാര്യയായിട്ട് സംസാരിച്ചിരിക്കും, ഇന്ന സമയം ഞാൻ വർക്കിന് പോകും, ഇന്ന സമയം വീണ്ടും ഞാൻ കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും അവരുടെ പഠനത്തില്, ഇന്ന സമയം ഞാൻ ഭാര്യയായിട്ട് സംസാരിച്ചിരിക്കും. ഇത് ഷെഡ്യൂൾ തന്നെ വേണം. എന്നിട്ട് ഭാര്യയുമായിട്ടും കുട്ടികളായിട്ടും സംസാരിച്ചിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഫോൺ എടുക്കരുത്. ഫോണാണ് പ്രശ്നം. ബിസിനസ്സും കൊണ്ട് വീട്ടിലേക്ക് വരരുത്. ബിസിനസ്, അബ്ദുസ്സലാം ഉമറും ബിസിനസ്സും ഒക്കെ ഗേറ്റിന്റെ പുറത്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ വെറും ഒരു സാധാരണക്കാരനായ ഒരു കുട്ടിയുടെ വാപ്പയും ഒരു ഭാര്യയുടെ ഭർത്താവും ഒരു ഉമ്മയുടെ മകനുമാണ്. ഓഫീസിലെ കോട്ടിട്ടിട്ട് വീട്ടിലേക്ക് വരരുത്. അവിടെ ഇരുന്ന് ഇമെയിൽ ചെക്ക് ചെയ്യുക, അവിടെ ഇരുന്ന് വാട്സപ്പ് ചെക്ക് ചെയ്യുക, അവിടെ ഇരുന്ന് മീറ്റിംഗ് കൂടുക, അതൊന്നും പാടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സംഭവമാണ്. നമ്മൾ ഭയങ്കര സംഭവമല്ല. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തോന്നും നമ്മൾ അവളായിട്ട് ഒരു റൊമാൻസും ചെയ്തിട്ടുണ്ടാവില്ല.
അവളായിട്ട് ഒരു മൂരാഴ്ച റിലേഷൻഷിപ്പ് ഒക്കെ ആയി ഇങ്ങനെ മുന്നോട്ട് പോയി അവളെ അവസാനം ഒതുങ്ങി ഡിപ്രഷൻ അടിച്ച് ആകെ ആരോഗ്യമൊക്കെ പോയി, ഊരന്റെ എല്ലും പോയി, ആകെ എന്താ പറയാ വാദത്തിന്റെ അസുഖമൊക്കെ വന്ന് ഉണങ്ങി വന്നൊരു സമയമൊക്കെ. അപ്പൊ നമ്മൾ പറയും വേറെ പെണ്ണ് കെട്ടാൻ. ഈ പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാൻ നമുക്ക് അടുത്ത പെണ്ണിട്ടിട്ട് ഒരു കാര്യമില്ല. ഈ പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയുമെങ്കിൽ അടുത്ത പെണ്ണിനെ നോക്കാൻ പറ്റും. അതായത് നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടൈം, നമ്മൾ പഠിച്ചു, നമ്മളെ കരിയർ, നമ്മളെ ബിസിനസ്, നമ്മുടെ ലൈഫിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പെണ്ണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ലൈഫിലല്ല. അവൾക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അവൾ പഠിച്ചില്ല. അവൾക്കും പാഷനും ഹോബിയും ഉണ്ടായിരുന്നു, അവൾ പോയില്ല. അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അവൾ പോയില്ല. അവളുടെ പഠനം മാറ്റിവെച്ചു, അവളുടെ ഹോബി മാറ്റിവെച്ചു, അവളുടെ ഇഷ്ടം മാറ്റിവെച്ചു. അവളുടെ ജോലി, ചില ആളുകൾക്ക് PSC കിട്ടിയിട്ടുണ്ട്, പോയിട്ടില്ല. ചില ആളുകൾ ഡോക്ടർ ആയിരുന്നു, പ്രാക്ടീസിന് പോയിട്ടില്ല. ചില ആളുകൾ എഞ്ചിനീയർ ആയിരുന്നു, ജോലിക്ക് പോയിട്ടില്ല. ചില ആളുകൾ അക്കൗണ്ടന്റ് ആയിരുന്നു, ജോലിക്ക് പോയിട്ടില്ല. ചില ആളുകൾ നർത്തകിയായിരുന്നു, അതിന് പോയിട്ടില്ല. ചില ആളുകൾ അഭിനേത്രിയായിരുന്നു, അതിന് പോയിട്ടില്ല. ചില ആൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കഴിവുകളും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ ഉള്ള പെണ്ണായിരുന്നു നമ്മളെ പെണ്ണ്. പക്ഷെ അവളൊരു തീരുമാനം എടുത്തതാണ്, എന്ത്? ഐ ആം ഗോയിങ് ടു ഇൻവെസ്റ്റ് മൈ ടൈം ഇൻ ദിസ് മാൻ. ഈ ജെന്റിൽമാനിൽ ഞാൻ എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാ. ഹി വിൽ മേക്ക് മൈ വേൾഡ്. അയാള് എന്റെ ജീവിതം ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ അവൾ ഇൻവെസ്റ്റ് ചെയ്തതാ. എന്നിട്ട് അവൾ ഊണും ഉറക്കവും ഇല്ലാതെ നമുക്ക് വേണ്ടി അവൾ വർക്ക് ചെയ്തു. അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം മാറ്റി വെച്ചിട്ട് അവൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു. നമ്മളെ കുട്ടികളെ നോക്കി, നമ്മളെ വീട് നോക്കി, നമ്മളെ നോക്കി. ഓളെ കല്യാണം കഴിച്ച സമയത്ത് നമ്മളെ കണ്ടാൽ മറ്റേ ഉണങ്ങിയ ഉണക്കലീൻ പോലെ നമ്മളെ കോലം. കല്യാണ ഫോട്ടോ എടുത്ത് നോക്കി. ഓള് നമുക്ക് നല്ല ഭക്ഷണം തന്ന് നമ്മളെ വളർത്തി. ഇന്നുള്ള നമ്മൾ 40കളിൽ നമ്മളെ കാണുന്ന ഈ സൗന്ദര്യം ഉണ്ടല്ലോ, ഈ സൗന്ദര്യം അവള് തന്ന ഭക്ഷണവും അവള് തന്ന സമാധാനമാണ്. അങ്ങനെ സൗന്ദര്യമൊക്കെ ആയി സെറ്റായി ബിസിനസ്സായി വലിയ കമ്പനിന്റെ MD ഒക്കെ ആയപ്പോ നമുക്ക് ഓളെ വേണ്ടല്ലേ. ഓള് ഉണങ്ങിയ ഭാര്യ, ഓളെ പാളിക്കണു, ഓള് തെറ്റിക്കണു, വേറെ ആള് വേണപ്പം. കൊണ്ടെടുക്കാൻ തൊക്കിലിടിക്ക് നടക്കാൻ ബാഗും പിടിച്ച് നടക്കാൻ വേറെ സുന്ദരനെ വേണം. പൊതുവെ നമ്മൾ 10 ആളോട് സംസാരിച്ച് 8 ആൾക്കുള്ള ഒരു പൂതിയാണ് പെണ്ണ് കെട്ടണം, വേറെ കെട്ടണം. അവളുടെ ഒരേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ വളരും, നിങ്ങൾ വളർന്ന് വലിയ ആളാവും, എന്നിട്ട് അവളെ നിങ്ങൾ ലോകം കാണിക്കും. അവളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടും. അവൾ നല്ല ഭക്ഷണം കഴിക്കും, നല്ല വീട്ടിൽ താമസിക്കും, അവൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവും, അവളെ ലോകം മുഴുവൻ കൈപിടിച്ച് നിങ്ങൾ കറക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളിൽ അവൾ ഇൻവെസ്റ്റ് ചെയ്തത്. 20-25 കൊല്ലം അവൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ വിചാരിക്കും ഓളെ മാറ്റിയിട്ട് വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാല് നമ്മളെ ലൈഫ് സെറ്റാവില്ല. പ്രശ്നം പെണ്ണിലല്ല, റൊമാൻസ് ഇല്ലാത്ത മൂരാച്ചിയായ നിങ്ങളിലും എന്നിലുമാണ് പ്രശ്നം. അതിന് പെണ്ണ് മാറ്റിയിട്ട് കാര്യമില്ല, നമ്മളെ മാറേണ്ടത്. പുതിയ ആള് വന്നാൽ പുതിയ ആളും പോവും. പിന്നെ ആദ്യത്തെ പെണ്ണ് പോകുമ്പോ ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു സ്റ്റോറിയും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തോന്നും ഇവള് പോയി വേറെ ആള് വന്നൊക്കെ ശരിയാവും. ഞങ്ങളുടെ നാട്ടില് നമ്മളെ ഈ എന്താണ് പറയാ അരീക്കോടിന്റെയും മുക്കത്തിന്റെ ഇടയിൽ ഒരു മിലിറ്ററിക്കാരനുണ്ടായിരുന്നു. ഈ മിലിറ്ററിക്കാരൻ അതേമാതിരി ഇടക്കിടക്ക് പെണ്ണുങ്ങളോട് പറയും, എടി ഞാൻ വേറെ കെട്ടും. എന്ത് കച്ചറുണ്ടാകുമ്പോഴും തമാശക്ക് പറയാണ് ഞാൻ വേറെ കെട്ടും. ഒരു ദിവസം ഓള് പറഞ്ഞു ഞങ്ങളാണ് കെട്ടിക്കൂടി കുറെ കാലായാലും പറഞ്ഞു വേറെ കെട്ടും. പാത്തോണ്ട് ബൈക്കാണ് പോകുന്നുണ്ട്. നമ്മളിങ്ങനെ കേൾക്കണ കച്ചറാണത്. അങ്ങനെ ഇയാള് നിലമ്പൂര് പോയൊരു പെണ്ണൊരു ആവേശം കടി ഏതോ ബ്രോക്കർമാരെ അറിഞ്ഞതാണ് ഇയാൾക്ക് പെണ്ണിട്ടാൻ പോയിട്ടുണ്ടെന്ന്. പിന്നെ വേറെ കാര്യമുണ്ട്, വെറുതെ ബ്രോക്കർമാരോട് തമാശക്ക് പറഞ്ഞിടാൻ നിൽക്കണ്ട കേട്ടോ പെണ്ണിട്ടാൻ പോയിട്ടുണ്ടെന്ന്. ഓള് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിങ്ങൾ പോലും കെട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയുള്ളൂ നിങ്ങൾ രണ്ടാമത് കെട്ടിക്കണെന്ന്. അങ്ങനല്ല, ബ്രോക്കർമാരോട് വെറുതെ തമാശക്ക് പറഞ്ഞിട്ടല്ലേ പെണ്ണിടണമെന്ന്. പിന്നെ ഓല് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ അറിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇയാളെ സ്റ്റോറി വേഗം പറഞ്ഞു തീർക്കാം. ഇദ്ദേഹം നിലമ്പൂരിൽ നിന്ന് കെട്ടി. പിന്നെ രാവിലെ കാണാൻ ഓള് ഒരു ചെയറൊക്കെ ഇട്ട് പുറത്തിരുന്ന് ഇങ്ങനെ പത്രം വായിക്കണ്. അയാൾ കാണാൻ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണ്. എന്നും കച്ചറയാണ്. പിന്നെ അയാൾ ഇടയ്ക്കൊരു കച്ചറ കാണാൻ ആവൂലെങ്കിൽ പിന്നെ കെട്ടാൻ നിൽക്കണം, വയസ്സാം കാലത്ത് കെട്ടാൻ നിൽക്കണം. ഞാൻ യുവതിയല്ലേ, ആവൂലെങ്കിൽ കെട്ടാൻ നിൽക്കണം. ഇയാളെങ്ങനെ ചവിട്ടി ശരിയാക്കുണ്ടാവും. പിന്നെ കച്ചറ, നിങ്ങൾ മരിച്ചു പോയാലും പിന്നെ എനിക്കെന്താ ഈ പെരിമർമ്മിന്റെ പേരിലാക്കി തരണം. പെരിമർമ്മിന്റെ എനിക്കൊരു പുറത്തം വേണ്ടേ. നിങ്ങൾ വയസ്സനല്ലേ, നിങ്ങൾ മരിച്ചു പോയാൽ പിന്നെ എനിക്കെന്താ എന്നും കച്ചറാണ് അവിടെ. അങ്ങനെ ഇയാൾ പെരിമർമ്മൊക്കെ ഓളെ പേരിലാക്കി. ആദ്യത്തെ പെണ്ണ് പോയിട്ടോ, കുട്ടികളെയും കൊണ്ട് ഓള് പോയി. ഒരു ദിവസം ഭയങ്കര കച്ചറ എന്ന് പറഞ്ഞാല് ഇയാളെ ഒന്തും ചെയ്ത് അടിച്ചും ചെയ്ത് തുപ്പും ചെയ്ത് പുതിയ പെണ്ണ് ഭർത്താവിനെ ഒന്തും ചെയ്ത് അടിച്ചും ചെയ്ത് തുപ്പും ചെയ്ത്. അന്ന് അയാൾ പറഞ്ഞെടിയോ, എന്റെ പാത്തു ഇതുവരെ എന്റെ മേൽ കൈ ഓങ്ങിയിട്ടില്ല, എന്റെ പാത്തു ഇതുവരെ എന്നോട് ഇത്ര അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാത്തു എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഓളെ കൂടെ തന്നെ നിന്നാ പോലെ ഒന്നും കൂടി കൊടുത്തു എന്നാണ്.
അങ്ങനെ കച്ചറായി. വീട് ഓളെ പേരിൽ എഴുതി, അതെനിക്ക് ഓർമ്മയുണ്ട്, വീട് ഓളെ പേരിൽ എഴുതി, എന്നോ കച്ചറ തന്നെ. ലാസ്റ്റ് സംഭവിച്ചെന്താന്ന് വെച്ചാല് ഈ പാത്ത് പോയല്ലോ, പാത്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾക്ക് റിയലൈസേഷൻ ഉണ്ടായത് പാത്ത് പോയിന്ന്. ഇയാള് പലപ്പോഴായിട്ട് പിന്നെ ഇങ്ങനെ പറയായിരുന്നു ആളുകളോട്, ഓള് പോയി, ഞാൻ ദേശത്തിന് അങ്ങനെ പറഞ്ഞും പോയി, ഞാൻ ഒരു ആവേശത്തിന് പെണ്ണ് കെട്ടിയും പോയി, ഞാനിപ്പോ എന്താ ചെയ്യാ, ഓള് പോയി, ജീവിതം എന്തായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടം പറയായിരുന്നു. ഏതായാലും മര്യാദക്ക് നേരത്തിന് പള്ളിയിൽ പോകുന്ന നല്ലവനായ ഒരു മനുഷ്യനെ ആ നാട്ടുകാർ പിന്നീട് കാണുന്നത് തന്റെ പഴയ ഭാര്യയെ ഓർത്ത് ഫാനിൽ കെട്ടിത്തൂങ്ങിയിട്ടാണ് ആളെ കാണുന്നത്. ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കാനുള്ളത്, അതായത് അവസാനമായിട്ട് വളരെ മോശമായിട്ട് മരിക്കാൻ ആൾ ചെയ്തത്. പലപ്പോഴും നമ്മളെ ഭാര്യ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഭാര്യ നമ്മളെ കൂടെ ഉള്ളപ്പോൾ, നമ്മളെ വീട്ടിലുള്ളപ്പോൾ, നമ്മളെ മക്കളെ നോക്കിയോളിങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് അവണിക്കാൻ തോന്നുള്ളൂ. അവള് നമ്മളെ വിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അവളെ നമ്മളെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന്. അവള് നമ്മളെ വിട്ട് പോകുന്നവരെ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ലൈഫിൽ നമ്പർ 1 പ്രയോറിറ്റി ബേസിക്കലി ബിസിനസ് അല്ല. നമ്പർ 1 പ്രയോറിറ്റി ബിസിനസ് ആണ് നമുക്കൊരു തോന്നലുണ്ട്. അല്ല, ഈ ബിസിനസ് ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതും സാമ്രാജ്യം ഉണ്ടാക്കുന്നതും ഒക്കെ കുടുംബവും കുട്ടികളുമായിട്ട് നല്ല ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബവും കുട്ടികളായിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവിതം നമ്മൾ നയിക്കുന്നില്ലെങ്കിൽ, നമ്മൾ സമാധാനപരമായിട്ട് കുടുംബത്തിന്റെ കൂടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും എന്ത് പൈസയും എന്ത് സമ്പാദ്യവും വേസ്റ്റ് ആണ്. സോ പ്രൈമറി ഫോക്കസ്, ജീവിതത്തിന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഗ്രോത്തിന്റെയും പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ബേസിക്കലി നല്ല സമാധാനമുള്ള കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ. അത് കൊണ്ടുപോയിട്ട് മതി ബിസിനസ്. അത് കൊണ്ടുപോകണമെങ്കിൽ ബിസിനസ്സുകാരന് ഭയങ്കര ടഫ് ജോബാണ്. കാരണം അവന് ബിസിനസ്സിനെ സിസ്റ്റമാക്കി പ്രോസസ്സാക്കി ടീമാക്കിയാൽ മാത്രമേ കുടുംബത്തിന് സമയം കിട്ടുള്ളൂ. പിന്നെ കിട്ടുന്ന സമയം മൊബൈൽ ഫോൺ ഒഴിവാക്കിയിട്ട് ഭാര്യക്കും മക്കൾക്കും കൊടുക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞയും കൂടി നമ്മൾ ഇവിടെ നിർത്തിട്ട് പോകണം. ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ നോ മൊബൈൽ ഫോൺ, മക്കളുടെ പഠനത്തിൽ ഇടപെടുമ്പോൾ നോ മൊബൈൽ ഫോൺ, ബാത്റൂമിൽ പോകുമ്പോൾ നോ മൊബൈൽ ഫോൺ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ നോ മൊബൈൽ ഫോൺ, ഡിന്നർ കഴിക്കുമ്പോൾ നോ മൊബൈൽ ഫോൺ, ഭാര്യയായിട്ട് ബെഡ്റൂമിൽ കടന്നുറങ്ങുമ്പോൾ നോ മൊബൈൽ ഫോൺ. ബെഡ്റൂമിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവളായിട്ട് നിർബന്ധമായും ഒരു അരമണിക്കൂർ സംസാരിച്ചിട്ട് വേണം ബെഡ്റൂമിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. വെറും ഫിസിക്കൽ റിലേഷൻഷിപ്പായി പോകരുത് ഭാര്യയുമായിട്ടുള്ള. അവിടെയാണ് നമ്മൾ വിജയം. ഫാമിലി വിജയിച്ചോ മനുഷ്യൻ വിജയിച്ചു. ഫാമിലി ആയിട്ട് തെറ്റിയോ ഫാമിലി ആയിട്ട് പാളിയോ മനുഷ്യൻ പാളി. അതിൽ ഒരു സംശയം, ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾ ചോദിച്ചോളൂ, അല്ലെങ്കിൽ പറഞ്ഞോളൂ. നമുക്കതിന് പരിഹാരങ്ങൾ ഞാൻ ഓരോ കഥകളും ഓരോ എക്സാമ്പിൾസ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. ഇൻ ജനറൽ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ് ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആണ്. നമ്മൾ ആ വിഷയത്തെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അതാണ് അടിസ്ഥാനം. പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞ കോട്ടോട്ട് മസ്ലിം കൊടുത്ത് ഇരുമ്പിന്റെ കോട്ടാണ് ഊരിയാളി. സലംബായി ഇരുമ്പിന്റെ കോട്ടാണ്. നമ്മളെ മമ്മൂസാറെ കണ്ടല്ലോ അവിടെ ചൈന. ഇരുമ്പിന്റെ കോട്ട് പെരേന്നിങ്ങനെ ഉണ്ടല്ലോ, ആണിന്റെ ഇരുമ്പിന്റെ കോട്ടോട്ട് നടക്കലാണ്ട് ഊരിയാൽ തന്നെ പകുതി പ്രശ്നം തീരും. മൊബൈൽ ഫോണും ഇരുമ്പിന്റെ കോട്ടും ഇത് രണ്ടും ഊരിയാൽ മതി. ഒന്ന് ഫ്ലെക്സിബിൾ ആയി, ലേശം ഒന്ന് സോഫ്റ്റ് ആയി. നിങ്ങൾ വലിയ MD മുതലാളി ഒക്കെ ആയിരിക്കും, അതൊക്കെ ഗേറ്റിന്റെ പുറത്ത്. നിങ്ങളെ സംശയങ്ങൾ ചോദിച്ചോളൂ, ഉത്തരങ്ങളിലേക്ക് വരാം. ഈ വിഷയത്തിൽ, അതായത് ബിസിനസ്സും ഫാമിലി എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള വിഷയത്തിലുള്ള സംശയങ്ങൾക്ക് സമയമായി ഹാൻഡ് റേസ് ചെയ്യാം, ചോദിക്കാം. ഹലോ സാർ. പറയൂ ഷഫീറ. ഞാന് സാറ് സൊല്യൂഷൻ ആണ്, അതായത് അല്ല സാർ അതിലുള്ള ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു അനുഭവം പറയാണ്. അതായത് ഞാന് വീട്ടിലേക്ക് കയറുമ്പോ അതേപോലെ ഗേറ്റിന്റെ പുറത്തേക്ക് ഫോണ് കാര്യങ്ങളൊക്കെ ഗേറ്റിന്റെ പുറത്ത്, ഇവിടെ എത്തിക്കഴിഞ്ഞാല് മക്കള് നിങ്ങളെ ഡിക്റ്റായിട്ട് അനുകരിക്കുന്നുണ്ട്. ഡമ്മി ഫോൺ എടുത്തിട്ട് ഞാൻ തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, 2 ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ വായിക്കുന്ന പോലെ ഇങ്ങനെ കളിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു, ബുക്ക് വായിച്ച് വെറുതെ എടുത്തിട്ട് ഇങ്ങനെ കുത്തിവരട്ടിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി നമ്മളെ മക്കൾസിന്റെ ഹീറോ ഫാദർ ആയിരിക്കും. ഫാദർ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താ ചെയ്യുന്നുള്ളത്. അപ്പൊ ഞാൻ എന്തേത് പറഞ്ഞു, വൈഫിനെ പറഞ്ഞു, അദീഷ നീ ബുക്ക് വായിക്കണം കേട്ടോ, ഞാനും ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നീയും ബുക്ക് വായിക്കണ്ട. നിങ്ങൾ തന്ന 2 ബുക്ക് ഞാൻ ഇതുവരെ വായിച്ച് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, നോക്കെ ഏതാണ് 2 ബുക്ക്? അവൾ ഉദ്ദേശിച്ചത് ഒന്ന് മൂത്ത മോന് മുർസലും രണ്ടാമത്തെ മോന് ഇർഹാനാണ് അവൾ ഉദ്ദേശിച്ചത്. മക്കളെ നോക്കി തീർന്നിട്ടില്ല. പുസ്തകം വായിക്കലും നമ്മളിലേക്ക് ഒതുങ്ങുന്ന ഒരു സംഭവമാണ്. പുസ്തകം വായിക്കണ്ടെന്നല്ല, അതിന് നിങ്ങൾ വേറെ സമയം കണ്ടെത്തിക്കോളൂ. ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കൽ ടൈമോ മൂവി വാച്ചിങ് ടൈമോ റീൽ വാച്ചിങ് ടൈമോ ഒന്നുമല്ല. ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ നമ്മള് ഭാര്യയുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ടൈമാണ്. സംസാരം തന്നെ വേണം. ഓളെ കൂടെ ഒരു സിനിമ കണ്ടാൽ പോരാ, ഈ ഭാര്യക്ക് സംസാരം തന്നെ വേണം കേട്ടോ. സംസാരിച്ചിട്ടില്ലെങ്കിൽ പെണ്ണിന് പിരാന്താവും. ഈ ഡിപ്രഷൻ ആയിട്ട് വരുന്ന പെണ്ണുങ്ങളുടെ ഒക്കെ പ്രശ്നം സംസാരം ഇല്ല എന്നുള്ളതാണ്. ദേ നീഡ് ടു ടോക്ക് ടു യു.
സംസാരിക്കുന്ന വേണം, അല്ലെങ്കിൽ പണി പാളും. ഏതായാലും നമ്മളെ പറഞ്ഞേ. ഡോക്ടർ ഇതുപോലെ പറഞ്ഞ പോലെ ചെയ്തിട്ട് എനിക്ക് അവള് എന്താ വെച്ചാ തരുന്നുണ്ട് അവള്. ആ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു വരുന്നതേ, ഈ നമ്മളെ പെണ്ണ് പോരാ എന്ന് പറഞ്ഞ് വേറെ പെണ്ണ് കിട്ടുന്നത് പ്രായോഗികമല്ല. കാരണം ഒരിക്കലും നമ്മളെ പഴയ പെണ്ണിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അവിടെയുള്ള ആകെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവളെയും കൂടി മെല്ലെ 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 നമ്മൾ വളരുന്ന സമയത്ത് മെല്ലെ മെല്ലെ അവരെയും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റാ. അതായത് അവൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാം, അവൾക്ക് വണ്ടി മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വണ്ടി മേടിച്ചു കൊടുക്കാം. അവൾക്കൊരു പിന്നെ പെണ്ണിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. നമ്മള് നാളാരോ പറഞ്ഞ എനിക്ക് 18 ഷോപ്പുണ്ട്, പല ഷോപ്പിലും ഞാൻ പലർക്കും ഞാൻ ഷെയർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സാലറി കൊടുക്കുന്നുണ്ട്, എന്റെ അളിയന് കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ട്, എന്റെ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്, പലർക്കും 5%, 10% ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ 18 ഷോപ്പിലും ഒരൊറ്റ ഷോപ്പിൽ പോലും ഒരു 5% ഞാൻ എന്റെ പെണ്ണുങ്ങൾക്കോ 5% എന്റെ ഉമ്മാക്കോ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഒരാൾ ഓർമ്മിക്കണ്ടായി. അപ്പൊ ഒരുപക്ഷെ നിങ്ങളിപ്പം പാർട്ട്ണർഷിപ്പില് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഭാര്യയെ ചേർക്കണമെന്നില്ല, പക്ഷെ അതിൽ നിന്നൊരു സാലറി ഒക്കെ കൊടുക്കാവുന്നതാണ്. ഒരു ലാഭം കിട്ടുമ്പോൾ 5% ഭാര്യക്ക്, ലാഭം കിട്ടുമ്പോൾ 5% ഭാര്യന്റെ അക്കൗണ്ടിക്ക്, അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങൾ 1 ലക്ഷം സാലറി എടുക്കണമെങ്കിൽ 90 നിങ്ങൾ എടുത്തോളി, 10 ഒക്കെ കൊടുത്താളി. 2 ലക്ഷം സാലറി എടുക്കണമെങ്കിൽ 1.80 നിങ്ങൾ എടുത്തോളി, 20 ഒക്കെ കൊടുത്താളി. ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ആ പൈസ എന്ത് കാട്ടി എന്ന് ചോദിക്കാൻ പാടില്ല. ആ 10,000 ഉണ്ടല്ലോ ചെറിയ, അതോളം പേഴ്സണൽ പോക്കറ്റ് മണി ആണല്ലോ, അപ്പോൾ എന്തോ ചെയ്തോട്ടെ, അതിന്റെ കണക്ക് വയ്ക്കരുത്. ഒരു 10,000 റുപ്യ മാസത്തിൽ കൊടുക്കുക, അതിന്റെ കണക്ക് വയ്ക്കരുത്. നേരെ മറിച്ച് വീട്ടു ചെലവിന് കൊടുത്ത 50,000 അതിന്റെ കണക്ക് നമുക്ക് ചോദിക്കാം. ഓളെ പേഴ്സണൽ മണി അത് എന്ത് കാട്ടിന്ന് ചോദിക്കണ്ട. അതോള് ഏതെങ്കിലും രീതിയിൽ അവൾക്ക് സന്തോഷമുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന വേറൊരു എമൗണ്ട്, ചെറിയ എമൗണ്ട് മതി. 2,000 2,000, 1,000 1000, 5,000 5000, 10,000 10,000, 20,000 20. ഒരു പേഴ്സണൽ മണി അവൾക്ക് കൊടുക്കുക. അത് ഓളൊരു സന്തോഷം. കാരണം ഓള് വേറെ ഒന്നുമില്ലല്ലോ, ജോലിയും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓള് നമുക്ക് വേണ്ടി മാത്രം അവിടെ നിൽക്കല്ലേ, ഒരു ചെറിയ ഒരു സംഭാവന, ഒരു സമ്മാനം ഓക്ക് കൊടുക്കട്ടെ. 10 റുപ്യ മതി, അത് ചോദിക്കാൻ നിൽക്കണ്ട. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. മന്ത്ലി സാലറി ഷബീർ കൊടുക്കണ്ടേ? അതിന് നിങ്ങൾ 400 ഫോൺ കൊടുക്കണല്ലോ ഷബീറെ. 400 ഫോൺ എടുത്തിട്ട് മന്ത്ലി സാലറി കൊടുത്തിട്ട് എന്താ കാര്യം? സാർ അതിപ്പോ ഇല്ല കോള്. മുമ്പത്തെ കാര്യം പറഞ്ഞത്, ഇപ്പൊ കോളൊന്നുമില്ല, ഇപ്പൊ വളരെ ലിമിറ്റഡ്. ഇല്ലെങ്കിൽ നാളെ ഫോൺ കേൾക്കും എന്റെ പെണ്ണുങ്ങൾ വേറത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയിന്ന്. പടച്ചോൻ കാക്കട്ടെ കുട്ടിയെ. അല്ല, അതിപ്പോ ആമീൻ പറഞ്ഞൊന്നും കാര്യമില്ല. നമ്മളെടുക്കേണ്ട പണി നമ്മൾ എടുത്തില്ലെങ്കിൽ മറ്റോടുക്കുക. അതൊക്കെ എടുക്കലുണ്ട്, കറക്റ്റ്. ഏത് ആ പണിയല്ല, സംഭാഷണം ടൈം കൊടുക്ക്. അതെടുത്തിട്ട് കാര്യമില്ല, അതെടുത്തോണ്ടല്ലേ ഇപ്പൊ ഇറങ്ങിപ്പോയത്. ടൈം കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ടൈം കൊടുക്കുക, അവളായിട്ട് ഫോണില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവളായിട്ട് പുറത്തു പോകുമ്പോ ഫോൺ എടുക്കരുത്. ടൂർ പോകണമെന്ന് ചില ആൾക്കാർ ടൂർ പോകും, ഫുൾ ടൈം ടൂറിൽ ഫുള്ള് ഫോണില്, ആ ദിവസം ഫുള്ള് ഫോണിൽ. നിങ്ങൾ എന്തിനാ ടൂർ പോണ്? അതിനല്ല നിങ്ങൾ ഓഫീസിൽ പോയിക്കൂടെ? ഓളം കൂടെ ഫുൾ ടൈം ഫോണിൽ ടൂർ പോകാൻ. മുഹമ്മദ് എന്താ വിശേഷം പറയേ? കുറച്ച് തിരിച്ചും പറയണേ. ഇത് വിഷയം ഫാമിലിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. നിങ്ങള് ഈ കൈക്കോട്ടാവണ്ട. അതായത് ഓൾ ഇങ്ങോട്ട് തരട്ടെ, ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ആരും വാശി പിടിക്കേണ്ട വൈ. നമ്മളെ ഭാഗം നമ്മൾ നന്നാക്കുക. ഓൾ ഓട്ടോമാറ്റിക്കലി നന്നാവും. നമ്മൾ വിചാരിക്കേണ്ടതാ ഓള് നന്നാട്ടെ, മടിയാ നന്നാ. ഡോക്ടറെ നമ്മളിപ്പോ കുറെ നേരമായാലും ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ക്ലാസ് എടുക്കണം, പെണ്ണുങ്ങൾ ആണുങ്ങൾ കൊടുക്കേണ്ട ക്ലാസ് എടുക്കുക എന്നിപ്പോ പറയണ്ട. നിങ്ങളൊന്നും നന്നായി ഇങ്ങോട്ട് വിശേഷം അറിയിക്കേ. അടുത്ത ക്ലാസ് വേണമെങ്കിൽ ഓൾക്ക് വേണ്ടി മാത്രം, അതായത് ഇപ്പം ബിസിനസ് കോച്ചിങ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത എല്ലാ ഭർത്താക്കന്മാരുടെയും പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ ഒരു ദിവസം ക്ലാസ് വെച്ച് കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഒന്ന് ജീവിതത്തിൽ പയറ്റി ഇങ്ങോട്ടുള്ള സ്വഭാവം അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പരിഹരിക്കാം. വെരി സിമ്പിൾ ആണ്. അല്ലാതെ ഓള് നന്നായിട്ട് നിങ്ങൾ നന്നാവുന്ന അങ്ങനെ പരിപാടി നടക്കൂല. നിങ്ങളൊന്ന് നന്നായി നോക്കി. ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ സാധനങ്ങൾ, അത് നമ്മൾ പറഞ്ഞല്ലോ, ഹഗ് കിസ് ഓക്ക് ഡയലി കിട്ടണം. അത് സെക്സിനല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോഴും ഓക്ക് ആശ്ലേഷം കിട്ടണം, ചുംബനം കിട്ടണം, കമ്മ്യൂണിക്കേഷൻ ഓക്ക് നിർബന്ധമായിട്ട് കിട്ടണം. 1 മണിക്കൂർ രാവിലെ, 1 മണിക്കൂർ രാത്രി ഓക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. ഓള് തലവേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആണുങ്ങൾ ശരിക്കും പൊട്ടന്മാരാ. ഓള് തലവേദന എന്ന് പറഞ്ഞ എന്താടി തലവേദന ഉണ്ടോ? ഞാന് രാഘവൻ ഡോക്ടറെ ബുക്ക് ചെയ്തേക്ക്, സുഭാഷ് ഇപ്പൊ വണ്ടിയായിട്ട് അങ്ങോട്ട് വരും കേട്ടോ. ഓക്കെ താങ്ക് യു, ഞാൻ ബിസിയാണ്. ഓക്കെ. ഓളിപ്പം ഞങ്ങളോട് തലവേദന പറഞ്ഞേ? രാഘവൻ ഡോക്ടറെ എടുത്ത് ഓക്ക് അറിയാനിട്ടാ? നിങ്ങളോട് എന്താ തലവേദന പറഞ്ഞേ? ഓക്ക് ഇപ്പൊ ഇഷ്ടം സുഭാഷിനോടെ കാരണം സുഭാഷ് വന്നിട്ട് എന്ത് പറയും? താത്തേ എന്തേ തലവേദന ഉണ്ടോ? എന്തേ സുഖമല്ലേ? ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ? എന്തൊക്കെ വിശേഷം? സുഖം തന്നെ. സാറില്ല കേട്ടോ, സാറില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിങ്ങൾ വരി, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെള്ളം എന്തെങ്കിലും വേണോ? കരിക്കിൻ്റെ വെള്ളം വേണോ? എന്തെങ്കിലും ചെയ്യണോ? ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ മരുന്ന് എഴുതി തന്നാണ്. പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കിട്ടോ, ശ്രദ്ധിക്കിട്ടോ. ഒന്ന് റെസ്റ്റ് എടുക്കണം. ഉറക്കത്തിൽ ശ്രദ്ധിക്കണം. ഉറക്കത്തിലും ഈ ഭക്ഷണത്തിലും ഒക്കെ ശ്രദ്ധ ഇല്ലാഞ്ഞിട്ടാണ് ഈ തലവേദന. നേരത്തെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ നേരത്തിന് ഉറങ്ങണം കേട്ടോ. നിങ്ങളെ ശരീരം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ റെസ്റ്റ് എടുക്കണം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ.
എന്ന് നമ്മൾ കൊടുക്കേണ്ട വാക്ക് ആരാ കൊടുക്കണേ? ഓള് നിങ്ങളെ തലവേദന എന്ന് വിളിച്ച് പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോയി പാരസ്റ്റമോൾ കുടിക്കാനല്ല, കെയറിങ് കിട്ടാനാ. കെയറിങ് ആ കെയറിങ് ഓട്ടോ ഡ്രൈവർ കൊടുത്താൽ പിന്നെ ഓട്ടോ ഡ്രൈവർ അപ്പം ഉണ്ടാവശ്യം എന്നാണ് ഒരു പോക്ക്. അപ്പം ഡോക്ടറെ കാണിക്കുക മരുന്ന് വാങ്ങാന്നുള്ളതല്ല, കെയറിങ് ആണ് മിസ്സിങ്. കെയറിങ്. എനിക്ക് പനിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാക്കോ എനിക്ക് ഭയങ്കര മേലുവേദന പനിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ആ മേലുവേദന ഉണ്ടോ പാരസ്റ്റമോൾ അടിച്ചോ, പനി ഉണ്ടോ പാരസ്റ്റമോൾ അടിച്ചോ, ആ ഓക്കെ ഞാൻ ഓഫീസിൽ പോയി വരാം എന്ന് പറഞ്ഞതിന് പകരം ആ അന്ന് എനിക്ക് സുഖമില്ല അല്ലേ, മേലും കൈയും വേദനയാണ്. ചിലപ്പോൾ ഓളെ പീരിയഡിൻ്റെ ഫസ്റ്റ് ദിവസമൊക്കെ ആയിരിക്കും. ഓളെ നിങ്ങളെ ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവായ അവാർഡ് കിട്ടാനുള്ള ഒരു പണി ഞാൻ പറഞ്ഞിട്ട് വെറുതെ പറ്റുമെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് സുഖമില്ലല്ലേ, ഉരവേദനയാണ്, ക്ഷീണം, എന്നൊരു കാര്യം ഞാനിന്ന് ഓഫീസ് ലീവാക്കാം. നമ്മൾ ബിസിനസ്സുകാരാണല്ലോ, നമുക്ക് വേണമെങ്കിൽ ലീവാക്കാരോ, ഇന്ന് ഞാൻ ഓഫീസ് ലീവാക്കാം എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ഒരു കഞ്ഞിയൊക്കെ ഉണ്ടാക്കി ഓക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഓളെ ഊരമ്മല മറ്റേ ഹോട്ട് പാക്ക് അവരുണ്ടല്ലോ ചൂടുവെള്ളം ഒന്ന് പിടിച്ച് ഒരു മുണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി ഊരൊക്കെ ഒന്ന് ഇഞ്ഞെടുത്ത് ഒരു മരുന്നും കൊടുത്ത് ഓക്ക് ഇവിടെ മരുന്ന് ഒന്നുമല്ല, നിങ്ങൾ ലീവ് എടുത്തു എന്നുള്ളത് തന്നെ ഓള് എനർജി ഇങ്ങോട്ട് ശരിയാവും. ഓള് മെല്ലെ എണീച്ച് അവളെ കൂടെ പുറത്ത് വന്ന് സോഫയിലൊക്കെ ഇരുന്ന് സെറ്റായി അങ്ങനെയുണ്ടല്ലോ. അവളെ നമ്മൾ പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ, അവൾക്ക് വേണ്ടി നമ്മൾ ലീവ് എടുത്ത് ഭയങ്കര സംഭവമായിരിക്കും. അവൾക്ക് അന്ന് നമ്മൾ ഭക്ഷണം കഞ്ഞി വെച്ച് കൊടുക്കുക ഭയങ്കര സംഭവമായിരിക്കും. അതിനൊക്കെ ആണുകുപ്പായ ഊരിടണം കേട്ടോ. ലത്തീഫ്ക്കാലോ നടക്കോ, ഒരു കഞ്ഞിയൊക്കെ വെച്ചു കൊടുക്കോ? നടത്തണം. എവിടെ കഞ്ഞി വെച്ചുകൊടുത്താൽ നമ്മൾ ആണല്ലാതാവൂലേ? ജാബിറെ കഞ്ഞിയൊക്കെ വെച്ചുകൊടുത്താൽ നമ്മൾ ആണല്ലാതാവൂലേ? അത് പഠിക്കണം. അതല്ലേ പറഞ്ഞു മൂരാച്ചിയാന്ന് ഞാൻ പറഞ്ഞത്. അതൊക്കെ പഠിക്ക് കിച്ചണിലൊക്കെ ഒന്ന് കേറ്. നമ്മള് ചായ ഉണ്ടാക്കി കൊടുക്കും. ഫുൾ ടൈം യൂട്യൂബിലാണേ. അതെന്നെ പറഞ്ഞ തന്നെ പറയല്ലേ, ഇജൊന്ന് നന്നാവുക അപ്പോളും നന്നാവും, നമ്മളൊന്ന് നന്നാവുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നന്നാവും. നിങ്ങൾ കച്ചറുണ്ടാക്കല്ലേ. നമ്മൾ പറഞ്ഞ ചെറിയ ടിപ്പുകൾ നിങ്ങളൊന്ന് പയറ്റി നോക്കി. അതായത് കെയറിങ് വേണം, മിസ്സിങ് വേണം, കിസ്സും തലോടലും വേണം, ഹഗ് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, കൺസിഡറേഷൻ വേണം. അങ്ങനെയുള്ള ചില അല്ലാതെ കുറേ കാറും പിന്നെ പൈസയും വീടും ഒന്നും കൊടുത്തിട്ട് ഇറ്റിങ് കാര്യമല്ല. അത് കിട്ടിയില്ലേ കിട്ടില്ല എന്നാണ് പിന്നെയും പറയുള്ളൂ. അത് ഈ സാധനം കിട്ടാഞ്ഞിട്ടാ. ഈവൻ നമ്മൾ നല്ല ഹഗ് കൊടുത്താൽ നമ്മളെ ബജറ്റ് വരെ സേവ് ചെയ്യും. എന്താണെന്നറിയോ? ഹഗ് കിട്ടാത്ത പെണ്ണുങ്ങൾ എന്തോ ഒന്ന് വേണം എന്ന് ഇങ്ങനെ അവളെ മനസ്സിലുണ്ടാവും. ഓള് മാർക്കറ്റിൽ പോയിട്ട് പർച്ചേസ് ഇങ്ങനെ ചെയ്യും. 1000 റുപ്യ 2000 റുപ്യ 3000 റുപ്യ 10000 റുപ്യ 25000 റുപ്യ ഒക്കെ പർച്ചേസ് ചെയ്യും. എന്നാലൊന്നും ഒക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നാളെ പിന്നെയും മാർക്കറ്റിൽ പോകും, പിന്നെയും പർച്ചേസ് ചെയ്യും. മറ്റന്നാൾ പിന്നെയും മാർക്കറ്റിൽ പോകും, പിന്നെയും പർച്ചേസ് ചെയ്യും. സത്യത്തിൽ ഒക്കെ വേണ്ടി ഹഗ്ഗാണ്. ആ ഹഗ്ഗിൻ്റെ മിസ്സിങ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അവൾ ഈ പർച്ചേസ് മാനിയ ഉണ്ടാവും പെണ്ണുങ്ങൾ. പർച്ചേസ് മാനിയ അത് സ്നേഹവും കെയറും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളാണ് പർച്ചേസ് മാനിയക്ക് പോവുക. അവർക്ക് നല്ല ഹഗ്ഗും നല്ല തലോടലും നല്ല കമ്മ്യൂണിക്കേഷനും കിട്ടിയാൽ പർച്ചേസ് മാനിയ നിൽക്കും. ബജറ്റ് എത്ര സേവ് നിങ്ങൾ വിചാരിച്ച്? ഒരു ഹഗ്ഗുമേ തീരാവുന്ന വിഷയമാണ് നിങ്ങൾ ഈ 10000 തീർക്കണത്. ആർക്കും സംശയമൊന്നും ചോദിക്കണ്ട. അപ്പം ഇന്നലെ ഡബിൾ യുവർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എത്ര സംശയം. ഹഗ് എന്തിനാണ് സ്റ്റോക്ക്? എൻ്റെ എല്ലാ സാധനല്ലേ ഇജി പിന്നെ വർക്കിംഗ് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി അല്ലേ? കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി. നമ്മളതിലുള്ള സാധനം അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതായത് സ്വന്തം വീട്ടിലിട്ടാ ഞാൻ ഡോക്ടറൊപ്പം കൂടിയതിന് ശേഷം കൊടുക്കാറുണ്ട് കേട്ടോ. ആർക്ക്? സ്വന്തം ഭാര്യക്ക്. അവളെവിടെ? അവളിപ്പോ വെല്ലൂരാണ്. വെല്ലൂരിൽ നിങ്ങൾ അബുദാബിയിൽ നിന്ന് സ്വന്തം ഹഗ് എറിഞ്ഞു കൊടുക്കല? എനിക്ക് ഒരുപാട് മാർഗമില്ല ഡോക്ടറെ വിളിച്ചു സംസാരിച്ചപ്പോ. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക, ആദ്യം ഒരുമിച്ച് നിൽക്കാൻ. അവൾ വരുന്നുണ്ട്, വരും 2 മാസം കൂടുമ്പോ എന്തായാലും കാണും. കുടുംബമായിട്ട് ഒരുമിച്ച് താമസിക്കും. അത് റിമോട്ട് പരിപാടി നടക്കുമല്ലോ. പിന്നെ എന്തിനാ നമ്മൾ കച്ചവടം ചെയ്യണേ? നമുക്ക് ജോലി ചെയ്താൽ പോരെ. വേറെ നിൽക്കാനാണെങ്കിൽ കച്ചവടം ചെയ്ത് ആദ്യം ഫാമിലി ആയിട്ട് താമസിച്ച് പഠിക്കണം. അല്ല, അവരാ കുട്ടീനായിട്ട് ഒരു പയ്യനോട് പഠിക്കുന്നതായിരുന്നു അവിടെ നിൽക്കുന്ന മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കച്ചവടം ചെയ്ത് കുറേ ലാഭം ഉണ്ടാക്കി നമ്മൾ പൈസക്കാരനാവുക എന്നുള്ള, അല്ലെങ്കിൽ ഏത് രീതിയിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റ് നമുക്കില്ല. ഒരു ഭാഗത്ത് നമ്മൾ പൈസ ഉണ്ടാക്കണം, ആ പൈസ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാക്കണം. അതായത് ഒരു ടീമും ഒരു സിസ്റ്റവും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നമുക്ക് ഫ്രീഡം വേണം. ആ ഫ്രീഡം ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ ജീവിതം സെലിബ്രേറ്റ് ചെയ്യണം. ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ മോഡ് ഫാമിലിയും കുട്ടികളും തന്നെയാണ്. ഭാര്യൻ്റെ ഇമ്പോർട്ടൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ഓള പരിയിൽ കുറച്ചു നേരം പോയി നിൽക്കാൻ പറയാം. എന്നിട്ട് മക്കളും നിങ്ങളും മാത്രം ഒറ്റയ്ക്ക് പരിയിൽ നിൽക്കുക. മക്കളും നിങ്ങളും മാത്രം ഒരാഴ്ച ഒന്നും വേണ്ട, 24 മണിക്കൂർ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിതം ആകെ എല്ലാവരും വരപ്പാവും. ഒരു ദിവസം വേണമെങ്കിൽ ഭാര്യനൊന്ന് മാറ്റി നിർത്തിയാൽ മതി. ഓൾ ഇമ്പോർട്ടൻസ് മനസ്സിലാണ്. ഇനി കുറച്ചും കൂടി മനസ്സിലാണെങ്കിൽ ഭാര്യനെയും മക്കളെയും നിങ്ങൾ ഒന്ന് ഓളെ പോലെയൊക്കെ പറഞ്ഞേക്കുക. എന്നിട്ട് നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് അതേ വീട്ടിൽ
ഓല് താമസിച്ച അതേ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിങ്ങൾ ഒറ്റക്ക് നിൽക്കുക, ഒറ്റക്ക്. അപ്പോൾ മനസ്സിലാവും നമ്മൾ ജീവിതത്തിൽ എത്രയും ആ മസിലൊന്നും നമുക്കില്ല എന്നും നമ്മൾ ഭയങ്കര ബലഹീനരാണെന്ന് മനസ്സിലാവും. ആണുങ്ങൾ, പെണ്ണ് ആണില്ലാതെ ജീവിക്കും, പക്ഷെ ആണിന് പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ ആചാര്യം മരിച്ച് 3-ാമത്തെ ദിവസം ഭാര്യ മരിച്ച്. പെണ്ണ് ആണില്ലാതെ ജീവിക്കും, ആണിന് പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വെറുതെ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഈഗോൻ്റെ കുപ്പായിട്ട് നടക്കണ്ട. മുഹമ്മദ് എന്താ ഇപ്പം പ്രശ്നങ്ങൾ പറയും, ഏതാ ഇപ്പം സോൾവ്, എന്താ ഇപ്പം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം നടന്നാൽ മതി, എന്നാൽ തന്നെ എല്ലാ സമാധാനവും. അത് ആര് നടത്തൂ? നമ്മൾ നടത്തണം. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? രാജേഷ് പറഞ്ഞ മാതിരി ഇതിപ്പോ നമ്മളങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്ത പ്രശ്നമല്ലല്ലോ. ലത്തീഫ്, എന്താ ഇപ്പൊ പ്രശ്നം? ഹലോ, ആദ്യമായിട്ടാണ് ഇതിൽ മീറ്റ് ചെയ്യുന്നത്. എന്താ പേര്? അതിന്റേതായ പ്രശ്നമുണ്ട് എനിക്ക്, ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും മീറ്റ് സംസാരിക്കുന്നതുകൊണ്ടും. എന്താ നിങ്ങളെ പേര്? എന്റെ പേര് റിഷാദ് എന്നാണ്. റിഷാദ് എവിടുന്നാ? ഞാൻ ഇപ്പൊ ദുബായിലുള്ളത്, എന്റെ നാട് മലപ്പുറം. ഞാൻ എഞ്ചിനീയർ ആണ്, എനിക്ക് കമ്പനി ഉണ്ട്, ഇന്റീരിയറിന്റെ കമ്പനി ഉണ്ട്. ഞാൻ മെയിന്റനൻസും ഇന്റീരിയറും ഒക്കെ ആയിട്ടുള്ള 2 സെപ്പറേറ്റ് കമ്പനികളുണ്ട്. ഓക്കെ. കുടുംബം എവിടെ ഉള്ളത്? എങ്ങനെ? കുടുംബം എവിടെ ഉള്ളത്? കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലേക്ക് പോയതാണ്. പ്രസവത്തിനായി ഇപ്പോ നാട്ടിലേക്ക്. അപ്പൊ അതിന്റെ കാര്യമായിട്ട് തനിച്ചൊറ്റ. ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റേ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളിലാണ് ഇപ്പൊ ഉള്ളത്. എന്നുവെച്ചാൽ ഇപ്പൊ സിസ്റ്റമാറ്റിക്കലി പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റിക്കലായിട്ട് ടോട്ടലി ഞാൻ എവറിത്തിങ്, ഞാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു, എല്ലാ കാര്യങ്ങളിലും അപ്പോയിന്റ്മെന്റ് വരെ ചെയ്തു. അവസാനം ഞാൻ ഒന്ന് ഫ്രീ ആയ ടൈമിൽ പണിക്കാർ കയറി കളിച്ചു. അപ്പൊ അതായത് സിസ്റ്റം ആയിരുന്നില്ല, നമ്മൾ പീപ്പിളിനെയാണ് അപ്പോയിന്റ് ചെയ്തത്, സിസ്റ്റത്തെ അല്ല. സിസ്റ്റം എന്ന് പറഞ്ഞാൽ പീപ്പിൾ അല്ല, അതായത് വിശ്വസിച്ച ആളുകളെ ഓരോ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യലല്ല സിസ്റ്റം. അതിനാണല്ലോ ഇപ്പം നമ്മൾ ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് ഉണ്ടാക്കിയതും അതിൽ നമുക്ക് ഒരു വർഷം മുഴുവൻ പഠിക്കണം എന്ന് പറഞ്ഞതും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വിശ്വസ്തരായ ആളുകൾ ഓരോ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കലല്ല. എപ്പോഴും എല്ലാത്തിലും നമ്മളൊരു കണ്ണു വേണം, നമ്മളില്ലാതെ. അത് വേറെ രീതിയിലൊരു മിസ്യൂസ് ആക്കി. എല്ലാ കാര്യങ്ങളും ഞാൻ ആ രീതിയിൽ വന്ന ആളാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ ഞാൻ അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം അവർക്ക് എന്താക്കി കൊടുത്തു. തീർച്ചയായിട്ടും ഇപ്പൊ കരുതുന്ന വെച്ചാൽ അതെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ആ ഒരു രീതിയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ ആയിക്കോട്ടെ, കാര്യങ്ങൾ നിങ്ങളിപ്പോ നമ്മളെ കൂടെ കൂടിയല്ലോ, ഇനി അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് വളരാം, പ്രോപ്പർ സിസ്റ്റം ആയിട്ട് വളരാം. സിസ്റ്റം എന്താന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ഞാൻ അപ്പോയിന്റ് 2 വർഷം, ഒരു 1.25 വർഷത്തോളം ഞാൻ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ അവസാനം ആയപ്പോ തന്നെ ഞാൻ ടോട്ടല് എല്ലാവരും ഒരുമിച്ച് ഒഴിവാക്കി. എന്നുവെച്ചാൽ എല്ലാം ഒന്ന് വിടക്കായി കഴിഞ്ഞാൽ എല്ലാം വിടക്കാവുന്നുള്ള സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ അതിൽ എല്ലാവരും ഒരുമിച്ച് ക്യാൻസൽ ആക്കി വിട്ടു. രണ്ടാമത്തെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അതിൻ്റെതായ ഒരു, പിന്നെ നമ്മളെ ക്ലയൻസും പഴയ ക്ലയൻസുകൾ, നമുക്ക് എന്റെ കമ്പനി എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു 6 വർഷത്തോളമായി ഞാൻ കമ്പനി നടത്തുന്നത്. 6 വർഷം ഇതുവരെ എനിക്ക് സെയിൽസിന് പേഴ്സൺ ഉണ്ടായിരുന്നില്ല. നമ്മളെ ഓൺ ആൾക്കാരനായിരുന്നു നമ്മളെങ്ങനെ ബാക്കപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിരുന്നത്. ഇതുവരെ സെയിൽസ്മാന്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആവശ്യമായിരുന്നു, പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ തന്നെ സെയിൽസ്മാനായി ആക്ട് ചെയ്ത് നിങ്ങളെ ടൈം അതിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പൊ 2 പ്രശ്നം സംഭവിക്കും. ഒന്ന് കമ്പനി വളരൂല, 2 നിങ്ങൾക്ക് ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ സെയിൽസിൽ ബിസി ആണല്ലോ. 3 നിങ്ങൾക്ക് കമ്പനിയുടെ വിഷനിൽ വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നല്ലൊരു വിഷനിലുണ്ടായിരുന്നു, ഞാൻ ടോട്ടലി നല്ലൊരു വിഷനിൽ ആക്കി വെച്ചിട്ടായിരുന്നു. ഞാനിപ്പോ നാട്ടിലും അതേമാതിരി തന്നെ ആ സമയത്ത് തന്നെ നല്ലൊരു ഗ്രോത്ത് ഉള്ള സമയമായിരുന്നു, നല്ല ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്ലാൻ ആക്കി നമ്മൾ ഹെഡ് ഓഫീസ് എല്ലാം ഇവിടുന്ന് ഡിസൈനേഴ്സ്, എഞ്ചിനീയർ സെക്ഷൻ എല്ലാം ഞാൻ ഇവിടുന്ന് കൺവേർട്ട് ചെയ്തിട്ട് നാട്ടിലേക്ക് മാറ്റി, എന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് മാറ്റി. ഞാൻ ഖത്തറിൽ ഓപ്പൺ ചെയ്തു, ഞാൻ UK ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം സിസ്റ്റത്തിൽ പോയിട്ടുണ്ടായിരുന്നു, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഖത്തറിലാണെങ്കിലും. UK മാത്രം ഞാൻ കുറച്ച് ഡൗൺ ചെയ്ത്. അപ്പോൾ അവിടെ UK എന്ന് വെച്ചാൽ നമ്മള് പുതിയൊരു ഡിജിറ്റൽ ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിജിറ്റലൈസ് ആയിട്ട് നമ്മളെല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ഓൺ ആപ്ലിക്കേഷനിൽ ആക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തപ്പോൾ ഇവിടെ എനിക്കെന്തോ കയ്യിൽ നിന്ന് പോയ ഒരു ഫീല് വന്നു, കയ്യിൽ നിന്ന് പോയി. അല്ല, ബേസിക്കലി നമ്മൾ മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് എക്സ്പാൻഷൻ നടക്കൂലല്ലോ. പ്രോപ്പർ ഓട്ടോമൈസേഷൻ, അതായത് ടെക്നോളജി ഓറിയന്റഡ് സിസ്റ്റവും പീപ്പിൾ ഓറിയന്റഡ് ഹയറാർക്കിയും, ഇത് രണ്ടും വേണം. മുതലാളിക്ക് ഒരു പണി ഉണ്ടാകാൻ പാടില്ല. മുതലാളി ഈസ് ഓൺലി മോണിറ്ററിങ് പേഴ്സൺ. പക്ഷേ എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു പാർട്ട്നേഴ്സോ കാര്യങ്ങളോ ഞാൻ ഹയർ ചെയ്ത് അങ്ങനത്തെ ആ രീതിയിലൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല.
എനിക്കൊരു ആവശ്യം ഉണ്ടായിട്ട് പോലും ഞാൻ ഹയർ ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് മുമ്പുണ്ടായ കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് കാരണം ഞാനത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനിപ്പോ നോക്കിക്കൊണ്ട് ഇപ്പൊ നല്ലൊരാളെ കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി നമുക്ക് റീബിൽഡ് ചെയ്യാം, ഇൻഷാല്ലാ റീബിൽഡ് ചെയ്യാം, പ്രൊഫഷണലി റീബിൽഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ഒരു റീബിൽഡ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെയുള്ള അപ്പൊ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്കുള്ള പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ റവന്യൂ കണ്ടെത്തിയിട്ട് നമ്മൾ മറ്റിലേക്ക് ഞാൻ മുമ്പുള്ള സ്റ്റോപ്പ് ചെയ്ത പ്രൊജക്റ്റിലേക്ക് ഞാനിപ്പോ റിസ്യൂം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ റീബിൽഡ് ചെയ്തിട്ട് ഓൾറെഡി നമ്മളെ ബ്രാൻഡിങ് എല്ലാം ചെയ്തിട്ട് പോയതൊരു കമ്പനി ആയിരുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മൾ ജനുവരി മുതലാണ് നമ്മുടെ ഈ ഒരു ജേണി തുടങ്ങുന്നത് ബിസിനസ് കോച്ചിങ് ക്ലബിൻ്റെ. അപ്പം ജനുവരി തുടക്കം മുതലേ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ഈ വർഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അതിൽ ബിസിനസ് ടാർഗറ്റും ഉണ്ടാവും, സിസ്റ്റം ടാർഗറ്റും ഉണ്ടാവും, ലൈഫ് ടാർഗറ്റും ഉണ്ടാവും. മൂന്നും ഉണ്ടാവും. അതായത് ബിസിനസ്സിൽ പൈസ വൈസ്, മണി വൈസ് എന്താണ് ഗ്രോ ചെയ്യേണ്ടത്, സിസ്റ്റം വൈസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, മൂന്ന് ലൈഫ് വൈസ് കുടുംബത്തിലും മറ്റതിലും എന്താ ചെയ്യണം. ഈ 3 സാധനം വെച്ചിട്ട് ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ഈ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരാൾക്കൊരു പറഞ്ഞു തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ബിസിനസ് ആണെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നശിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഇട്ട് പോയി അപ്പൊ അതിൽ നിന്ന് ഓരോന്ന് പഠിച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ്. അല്ലാതെ നമുക്കൊരാൾ പുറത്തുനിന്നൊരു അഡ്വൈസ് തരാനോ, അതെല്ലാം അഡ്വൈസ് തരുന്നത് ചിലപ്പോൾ അവരൊരു കാര്യത്തിന് വേണ്ടിയിട്ടേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമ്മളൊരു കാര്യത്തിന് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് പോകണം എന്നുള്ളതോ ഒന്നും ഇതുവരെ എനിക്ക് മുമ്പിലായിട്ടില്ല. എല്ലാവരും അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കുറച്ച് ചിരിച്ചു നിൽക്കും, കുറച്ച് സോപ്പിട്ട് നിന്നിട്ട് പിന്നെ അവരുടെ കാര്യം കഴിഞ്ഞാൽ അല്ല, ഇനി എല്ലാവരെയും അഡ്വൈസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു മെന്ററിങ് എടുക്കുക, ആ മെന്ററിങ്ങിലൂടെ മുന്നോട്ട് പോവാം. അല്ല, നമുക്ക് ബിസിനസ്സിൽ വേണ്ട അഡ്വൈസ് ഉണ്ടാവുമല്ലോ. അപ്പോ പല രീതി ചിലപ്പം അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം. അതാ പറഞ്ഞേ, ഈ അഡ്വൈസ് എന്ന് പറഞ്ഞാല് റോഡ് സൈഡിൽ ചായ കുടിക്കണവനോട് എടുക്കേണ്ട സാധനം അല്ലല്ലോ. അത് പ്രോപ്പറായിട്ട് മെന്റർഷിപ്പ് എടുക്കുക, ആ മെന്ററുടെ മെന്റർഷിപ്പിൽ വളരുക. കാരണം അയാൾക്ക് അയാളുടേതായ എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാ. അപ്പൊ കഴിഞ്ഞത് പോട്ടെ, ഇനി അങ്ങോട്ട് ഉഷാറാക്കുക. അതിനുണ്ടപ്പങ്ങള് അതായത് നിങ്ങൾ 10 വർഷം കൊണ്ട് വീണ് എഴുന്നേൽക്കുന്നത് നമുക്ക് 2-3 വർഷം കൊണ്ട് അതിനേക്കാൾ കൂടുതൽ വളരാൻ പറ്റും. അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് 2.25 കോടിയാ. അത് പോട്ടെ ഭായി, നിങ്ങൾ സങ്കടം പറയില്ല, അത് പോട്ടെ. നിങ്ങൾക്ക് ഒരു 15 കോടി ഉണ്ടാക്കി തരാം. അതൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മൾ അതിൻ്റെതായ വേറെ രീതിയിൽ ബാക്കപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് സ്വന്തം വെച്ചിട്ട് തന്നെ, വേറൊരാളില്ലാതെ തന്നെ ഒറ്റക്ക് നിന്നിട്ട് തന്നെ. ഒറ്റക്ക് നിന്നിട്ടുകൊണ്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ആവൂല, അതെനിക്കറിയാം. പക്ഷെ അതിന്റെ ആ ടീം ഉണ്ടാക്കുമ്പോൾ അത് ഏത് രീതിയിൽ എടുക്കണം, ഇത് എങ്ങനെ എടുക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് നല്ല ഒരു കൺഫ്യൂഷൻസ് ആണ് അതിൽ. അത് ചർച്ച ചെയ്യാം. ഇന്ന് ഞാൻ സ്പെസിഫിക്കലി ഫാമിലി മാറ്റർ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയത്, ഇത് ഒരു പക്ഷേ നമ്മുടെ ഭാര്യമാർക്കും നമ്മളിലൊരു പ്രതീക്ഷ വേണം. ഓക്കെ, ഇയാൾ നല്ലൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, നല്ലൊരാളുടെ അണ്ടറിൽ മെൻറ്ററിങ് എടുക്കുന്നുണ്ട്, ഇയാളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇയാളുടെ വിഷനിൽ വളരുമ്പം തന്നെ അയാൾ എന്നെയും കൂട്ടിപ്പിടിക്കും. അയാൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വാല്യൂ സിസ്റ്റം ഉള്ള ഒരാളുടെ കൂടെയാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ കുടുംബത്തിലും ഇനി നല്ല ദിനങ്ങൾ വരും, മക്കൾക്കും നല്ല ദിനങ്ങൾ വരും. അങ്ങനെ ഭാര്യയ്ക്കും കൂടി ഒരു പ്രതീക്ഷ വേണം. അപ്പോഴേ നമ്മുടെ സ്വപ്നങ്ങളിൽ അവൾ കൂടെ നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ അവൾ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എത്ര മെൻറ്റർ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ വളരൂല. നമ്മളെന്ത് ഗോൾ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളെ ഒരു ചുക്കും നേടൂല ഭാര്യ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ. അപ്പോൾ അവൾക്കും കൂടി ഒരു കോൺഫിഡൻസ് വേണം നമ്മളിൽ. ഇയാൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ഉഷാറാണെന്നും ഇയാളുടെ അണ്ടറിൽ വളർന്നാൽ വെറും ബിസിനസ് മാത്രമല്ല ജീവിതം ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസം ഭാര്യയ്ക്കും കൂടി വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് തുടങ്ങിയത്. അപ്പോൾ ഷെനീഫ, ആദ്യം ബിസിനസ് അല്ല ശരിയാക്കണ്ടേ, ആദ്യം ഫാമിലി കൂടെ നിന്നാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നലുണ്ടാവും ഓളെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് എന്താണ് BCC, എന്തിനാണ് BCC, നമുക്ക് ഈ BCC എങ്ങനെ, ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുമെന്നൊന്ന് ഷോർട്ടായിട്ടൊന്ന് ഡോക്ടർ പറയാം. അതായത് ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ കമ്പനികളിൽ പോയി, അതായത് സിറ്റി ഫ്ലവറിലോ അതല്ലെങ്കിൽ നെസ്റ്റോയിലോ അല്ലെങ്കിൽ ജീപ്പാസിലോ അതല്ലെങ്കിൽ റോയൽ മാർട്ടിലോ അല്ലെങ്കിൽ ഫാർമസിയിലോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലോ അങ്ങനെയുള്ള കമ്പനികളിൽ പോയി അവർക്ക് വേണ്ടിയിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് മാത്രമേ എനിക്കുണ്ടായിരുന്നു. പബ്ലിക്കിന് എൻ്റെ സർവീസും കൺസൾട്ടിങ്ങും അവൈലബിളേ ആയിരുന്നില്ല ആദ്യകാലത്ത്. അതിനുശേഷം 2023 മുതലാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഞാൻ ക്യാമ്പ് ഓപ്പൺ ചെയ്തത്, ബിസിനസ് ഇമ്മർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ 10 കമ്പനികൾ ഒരുമിച്ച് വന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള വിഷൻ സെറ്റ് ചെയ്യുകയും അവർ വളരുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സർവീസ്. പക്ഷേ എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നത് എപ്പോഴെന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകളുടെ എൻക്വയറി വരും. ബിസിനസ് മെൻറ്റർ ചെയ്യോ, ഞങ്ങൾക്കൊരു സപ്പോർട്ട് തരുമോ, കുറേ വിവരമില്ലായ്മ ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ എന്താണ് പറയുക, പാകപ്പിഴവുകളുണ്ട്, കുറേ അമളികളുണ്ട്, കുറേ പൊട്ടിപ്പമ്മ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്.
നിങ്ങളുടെ ഒരു സപ്പോർട്ടും മെൻറ്ററിങ്ങും തരുമെന്ന് ചോദിക്കുക. അപ്പം സത്യത്തിൽ എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടും അവരുമായിട്ട് കുറേ ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം മാർക്കറ്റിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല പലരും പല സ്ഥലത്തും, അതായത് അവർക്ക് ഹെൽപ്പ് വേണം, അവർക്ക് സപ്പോർട്ട് വേണം, അവർക്ക് ഗൈഡൻസ് വേണം, അവർക്ക് മെൻറ്ററിങ് വേണം. അപ്പോൾ ആരടുത്തൊക്കെയോ പോയി പെടും, എന്തൊക്കെയോ കേൾക്കും, എന്നിട്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ചെയ്യും, എന്നിട്ട് അവസാനം പെടും, പാളും. എന്നിട്ട് ആ പരാജയം കൂടിയായിട്ടാണ് ആളുകൾ നമ്മളടുത്ത് വന്നത്. അപ്പം കുറേ റിക്വസ്റ്റ് വന്നപ്പോൾ ഒരു 100ഓളം റിക്വസ്റ്റുകൾ വന്ന് രജിസ്റ്റർ ആയതിനു ശേഷമാണ് ഞാൻ ഈ പ്രോസസ്സ് ലോഞ്ച് ചെയ്തത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സുകാരന് 2-3 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അവന് സമയാസമയം വരുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ചോദിക്കാൻ ഒരാളില്ല. ഒന്ന്, വീഴുമ്പോൾ അവനെ കറക്റ്റായിട്ട് മറ്റപ്പം പറഞ്ഞ പോലെ ഒരു അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അവൻ്റെ ഹിഡൻ അജണ്ട ഇല്ലാതെ നമ്മളെ സഹായിക്കാൻ ഒരാളില്ല. അതുപോലെ തന്നെ ഡെയിലി ചില ദിവസമൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാകും, ചില ദിവസം ജീവിതം മടുത്തു, ബിസിനസ് മതി എന്നൊക്കെ തോന്നും. അപ്പം നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മളെ എനർജൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാളുണ്ടാവില്ല. അപ്പം നമ്മളിവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. ഒരു 250 ബിസിനസ്മാൻമാരുടെ ഒരു കമ്മ്യൂണിറ്റി. ഇതിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഇവിടെ നെഗറ്റീവ് വോളികൾ ഇതിലില്ല. നെഗറ്റീവ് വോളികൾ ഉണ്ടാവില്ല, നടക്കൂല എന്ന് പറയുന്ന. അതെ, ഇത് ഫസ്റ്റ് BCC ആണ്, കറക്റ്റ്. അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടി ലാർജർ ക്ലബ്ബ് വൈസിൽ ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സാണിത്. ഇതുവരെ ക്യാമ്പിൽ മാത്രം അല്ലെങ്കിൽ കമ്പനികളിൽ പോയിട്ട് മാത്രമേ ബിസിനസ് കോച്ചിങ് മെൻറ്ററിങ് നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുക ആദ്യം നമ്മൾ ആരുടെ കൂടെ ചായ കുടിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാരിദ്ര്യം മാത്രം സംസാരിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ എന്നും ചായ കുടിച്ചാൽ നമ്മൾ ഒരിക്കലും ദാരിദ്ര്യം മാറൂല. നമ്മളെ മനസ്സിൻ്റെ ദാരിദ്ര്യം മാറൂല. നമ്മളെ മനസ്സിൻ്റെ ദാരിദ്ര്യം മാറാത്തിടത്തോളം കാലം നമ്മൾ വളരില്ല. അപ്പോൾ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന, വളരണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ പരസ്പരം വളരുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ആദ്യം നമ്മൾ ഉണ്ടാക്കി. അതാണ് BCC. ഇനി ഇതിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ എല്ലാ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യും. തുടക്കം മുതലേ ഈ വർഷത്തേക്ക് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും. ഇപ്പം നിങ്ങളുള്ള ബിസിനസ് മിനിമം അത് ഡബിളാക്കണം. അത് എൻ്റെ ഒരു വാശിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 8ഓളം പേരെ മീറ്റ് ചെയ്തു. അവരുടെയൊക്കെ ഞാൻ കണക്കൂട്ടി വരുമ്പോൾ നമുക്കൊരു ഡബിളല്ല, ചിലപ്പോൾ ട്രിപ്പിളൊക്കെ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഡബിൾ എന്നുള്ളൊരു ഇത് പിടിച്ച് നമുക്ക് പോവാം. ഓരോരുത്തരും എന്നെ വന്ന് മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ എങ്ങനെ വളർത്താമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ BCCയുടെ തുടക്കം മുതലേ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുക. ഓരോ ആഴ്ചയിലും നിങ്ങളുമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അത് കുറേ സംശയങ്ങൾ ഇതിങ്ങനെ ഓൺലൈൻ മീറ്റിങ്ങിൽ നമുക്ക് തീർക്കാൻ പറ്റും, കുറേ നമ്മളെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റും, കുറേ നിങ്ങൾ പേഴ്സണലി എന്നെ വന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഒരു വർഷം നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഞാൻ എടുക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു കമ്പനിയിൽ വേണ്ട ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുകൾ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഫൈനാൻഷ്യൽ സിസ്റ്റം കൊണ്ടുവരിക, അത് ഞാനല്ല ക്ലാസ് എടുക്കേണ്ടത്. നമ്മളൊരു CFO ഫേമിലെ CFOനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അദ്ദേഹം നമുക്ക് ക്ലാസ് എടുത്ത് തരും. ബേസിക് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്, ബേസിക് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്തൊക്കെയാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നമുക്ക് ഫോർമാറ്റുകൾ ഷെയർ ചെയ്ത് തരും, ടെംപ്ലേറ്റുകൾ ഷെയർ ചെയ്ത് തരും. ഇത് ഇന്നതൊക്കെയാണ് റിപ്പോർട്ടിങ്ങുകൾ വേണ്ടത്. ചിലപ്പോൾ നമുക്ക് അയാളുടെ CFO സർവീസോ അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് സർവീസോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സർവീസോ അല്ലെങ്കിൽ ടാക്സ് സർവീസോ ഒക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു സംവിധാനം വേണ്ടി വരും, അതും എടുക്കാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. ചില ആളുകൾക്ക് ബ്രാൻഡിങ് എന്താ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ, ഡിജിറ്റൽ സെയിൽസ് എന്താ അറിയില്ലായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെർട്ട് വരട്ടെ, നമ്മളെ ബിസിനസ്സിന് ഉതകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ഡിജിറ്റൽ സെയിൽസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതിൻ്റെ മാർക്കറ്റിൽ അപ്ഡേഷൻ അയാൾ നമുക്ക് ക്ലാസ് എടുത്ത് തരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം അയാളുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള സർവീസുകൾ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ അതിനൊരാളെ കണക്ട് ചെയ്ത് തരാം. നിങ്ങളുടെ കമ്പനിക്ക് വേണ്ട സർവീസ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്കത് തരാം. അങ്ങനെ തുടങ്ങി നമ്മൾ ഡിഫറെൻറ്റ് അത് HR-ലുണ്ട്, HR-ൻ്റെ സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്, എങ്ങനെയാണ് എംപ്ലോയിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എംപ്ലോയിൻ്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് എംപ്ലോയി നമ്മളെ ബാർഗെയിൻ ചെയ്ത് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാതെ നമ്മളെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുക, എംപ്ലോയിനെ എങ്ങനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, അവനെങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്യുക, അവൻ നമ്മളെ ചതിക്കാതെ എങ്ങനെ നോക്കാം എന്നുള്ള വിഷയത്തിൽ ഒരു HR എക്സ്പെർട്ട് ചർച്ച ചെയ്യട്ടെ, അവനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഏകദേശം ഒരു 152ഓളം സെഷനുകളുണ്ട്. അതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും. ഒരു ഓർഗനൈസേഷന് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കടന്നു പോകും. എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വിഷന്, ഗ്രോത്ത്, ഫണ്ടിങ്, ബ്രാൻഡിങ്, ബാലൻസിങ് ലൈഫ്, ഫാമിലി, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എൻ്റെ ചർച്ചയായിരിക്കും. അതേസമയം ഫൈനാൻസ്, HR, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇപ്പോൾ ഒരു IPO നമ്മൾ പറയുന്നുണ്ട്. എന്താണ് IPO കൊണ്ട് നമുക്കെന്താ ഉപകാരം, എങ്ങനെയാണ് അത് ചെയ്യുക, എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യുക, അതിന് IPO കൺസൾട്ടൻസ് വന്ന് ക്ലാസ് എടുക്കണം. നേരെ മറിച്ച് പ്രൈവറ്റ് ഫണ്ടിങ്, നമുക്കൊരു വലിയ ഗ്രൂപ്പ് വന്നിട്ട്, ഒരു അസീം പ്രേംജിയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ കമ്പനിയെ വാങ്ങണം,
അത് വാങ്ങണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മളെ ബിസിനസ്സിന് എങ്ങനെയാണ് ഉപകരിക്കുക, അതിൻ്റെ കൺസൾട്ടൻ്റ് ഒന്ന് ക്ലാസ് എടുക്കട്ടെ. അങ്ങനെ തുടങ്ങി നിങ്ങൾ ഇതുവരെ പഠിച്ച MBA ഒന്നും അല്ലാത്ത ഒരു സമഗ്രമായ ബിസിനസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്, സിസ്റ്റം ബിൽഡിംഗ് പ്രോഗ്രാമാണ് BCC. പ്ലസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലെ മെമ്പർഷിപ്പ് മാത്രം മതി നമ്മളെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവാൻ. കാരണം ഇവിടെ നെഗറ്റീവ് ചർച്ചകളില്ല, നടക്കൂല എന്നുള്ള ചർച്ചകളില്ല, മാർക്കറ്റ് മോശമാണ് എന്നുള്ള ചർച്ചകളില്ല. പോസിറ്റീവ് ചർച്ചകളും ഗ്രോത്ത് ഓറിയൻറ്റഡ് ചർച്ചകളും അതിനുള്ള പോസിറ്റീവായിട്ടുള്ള സൊല്യൂഷൻസും മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങളല്ല നമ്മളോട് ചർച്ച ചെയ്യണം, നെഗറ്റീവ്സ് അല്ല, പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസാണ് നമ്മളോട് ചർച്ച ചെയ്യണം. എന്തായാലും ഈ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യമായിട്ട് കടന്നു വന്നിട്ടുണ്ടാവാം. ഒരു വർഷം നമ്മളൊന്ന് പിടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇങ്ങനെ ഒരു ക്ലാസ്സുകളിലൂടെ എഡ്യൂക്കേഷനിലൂടെ കടന്നു പോയാൽ എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അടുത്ത വർഷം മുതലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബിഗ്ഗർ ഗെയിം എന്നത്. കാരണം നിങ്ങളിപ്പോൾ ഇത്തരം ഒരു കോച്ചിങ് സർവീസ് എടുക്കാത്ത ഒരാളായതുകൊണ്ട് കോച്ചിങ് സർവീസിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്കറിയില്ല. നമ്മളിപ്പം ഒരു 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെനിക്ക് എന്ത് കിട്ടും, എൻ്റെ 2 ലക്ഷം രൂപ പോകുമോ, ഞാനൊരു കൊല്ലം ടൈം എനിക്ക് കിട്ടുമോ. ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി 2 ദിവസം കൂടുമ്പോൾ 1 മണിക്കൂറാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ബിസിനസ്സിൽ നിൽക്കണ്ടല്ലോ. 2 ദിവസം കൂടുമ്പോൾ ആകെ 1 മണിക്കൂറാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ കടന്നു പോകും. ഒരു വർഷത്തിന് നമ്മൾ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ കളിച്ചാലും നിങ്ങളിപ്പം ചെയ്യുന്ന സെയിൽസ് വോളിയം അത് ഡബിൾ ആക്കുക എന്നുള്ള എന്തായാലും ഒരു ഗ്യാരണ്ടിയിൽ നമുക്ക് വർക്ക് ചെയ്ത് പോകാം. അതായിരിക്കും നമ്മുടെ ഗോള്. പ്ലസ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കുറേ പൊട്ടത്തരങ്ങളുണ്ടാവും, അതൊക്കെ മാറ്റിയാൽ തന്നെ കുറേ ക്യാഷ് അവിടെ ലീക്കുള്ളത് മാറിക്കിട്ടും, കുറേ ഫാമിലിയിൽ പ്രശ്നങ്ങളിൽ അത് മാറിക്കിട്ടും, കുറേ പാർട്ട്ണർഷിപ്പിൽ പ്രശ്നങ്ങളിൽ അത് ശരിയായി കിട്ടും, കുറേ എംപ്ലോയീസിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ശരിയായി കിട്ടും. അങ്ങനെ നിങ്ങളിപ്പോൾ ബിസിനസ്സിൽ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ എല്ലാം സൊല്യൂഷനാണ് ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഷെനീഫ് ചില കാര്യം അവരോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പൊ പറഞ്ഞോട് അനുബന്ധമായിട്ട് ചോദിക്കാണ്. ഇപ്പൊ സാർ പറഞ്ഞു ഒന്നരാടൻ ഒരു 1 hour സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ BCC എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ഡേയ്സിൽ വരുന്ന 1 hour സൂം ക്ലാസ് ആണോ മാത്രമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അതിൽ വരുന്നുണ്ടോ? സപ്പോസ് നമ്മൾ ഇയർലി ഒരു കൂടുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആനുവലി എന്തായാലും 2 പ്രാവശ്യം കൂടണം. 2 മീറ്റപ്പ് ഫിസിക്കൽ മീറ്റപ്പ് ഉണ്ടാവും. ഒരു 6 months കഴിഞ്ഞിട്ട് ഒരു മീറ്റപ്പ്, പിന്നെ ഇയർ എൻഡിൽ നമ്മളൊരു മീറ്റപ്പ്. അതാണ് ഫിസിക്കൽ മീറ്റപ്പ് പ്രധാനമായിട്ടും വരാം. പിന്നെ നമ്മൾക്ക് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ അതാത് ദിവസം നമുക്ക് സംശയങ്ങളുണ്ടാവും, അത് ചോദിക്കണം, അതിനുള്ള സൊല്യൂഷൻസ് അതിൽ വരും. പിന്നെ നമുക്ക് നിങ്ങൾ ഓഫീസിലുള്ള സമയത്ത് ഇവിടെ വന്ന് പേഴ്സണലി എല്ലാവരും ഒരിക്കലെങ്കിലും എന്നെ മീറ്റ് ചെയ്യണം. നിങ്ങൾ എവിടെയാണെങ്കിലും, സൂമിൽ ആണെങ്കിലും ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ പേഴ്സണലി വന്ന് മീറ്റ് ചെയ്യണം ആൻഡ് ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് മീ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ഇൻപുട്ട് തരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതായത് ക്ലാസ്സുകൾ മാത്രമല്ല, പിന്നെ ഹാഫ് ഇയർലി മീറ്റപ്പ്, ആനുവൽ മീറ്റപ്പ്, ഗ്രൂപ്പിലുള്ള ഡിസ്കഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾ എന്നെ വന്ന് മീറ്റ് ചെയ്യുന്നത്, ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. പിന്നെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഷെനീഫ്, ഒറ്റക്ക് ആരും വളർന്നിട്ടില്ല. ബിസിനസ്സുകാരൻ്റെ 2 പ്രധാനപ്പെട്ട ട്രാപ്പ് ഞാൻ മനസ്സിലാക്കിയത്: ഒന്ന്, എനിക്ക് ഒക്കെ അറിയാം, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഐ ആം ദ ബോസ്, എനിക്കെല്ലാം അറിയാം, എനിക്ക് മെൻറ്ററിങ് വേണ്ട, എന്നെ ആരും ബിസിനസ് പഠിപ്പിക്കണ്ട, എനിക്ക് ബിസിനസ് അറിയാം എന്നുള്ള ചിന്ത ഒരു പരാജയമാണ്. രണ്ടാമത്തെ ചിന്ത, ഞാൻ ഉണ്ടായാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, ഞാൻ അവിടെ വേണം, എൻ്റെ കൈയും കാലും എത്തിയിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മട്ടത്തിൽ നടക്കൂല. ഈ 2 ചിന്ത എന്ന് മാറ്റുന്നോ അപ്പോഴേ നമ്മൾ വളരാൻ തുടങ്ങുള്ളൂ. ഒന്ന്, എനിക്കൊക്കെ അറിയാം, എനിക്കാരെയും ഹെൽപ്പ് വേണ്ട. 2, ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഈ 2 സാർ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തില് ഇപ്പൊ അത് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ വേണ്ട ആവശ്യമില്ല, സിസ്റ്റം വർക്ക് ചെയ്തോളൂ എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ നമ്മൾ സിസ്റ്റം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ആ ഒരു ചോദ്യമായിരുന്നു സാർ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ സിസ്റ്റം സെലക്ട് ചെയ്യാൻ പറയും? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് സോഫ്റ്റ്വെയർ ആണ്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ് മോഡൽ പഠിക്കണം. ഞാനായിട്ട് വന്നിരിക്കും, നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് പറയും. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഒരു സോഫ്റ്റ്വെയർ ടീമിനെ നിങ്ങളുടെ അടുത്തേക്ക് വിടും, സോഫ്റ്റ്വെയർ കൺസൾട്ടൻറ്റിനെ. അവർ നിങ്ങളുമായിട്ട് ഇരുന്നിട്ട് അവൻ എനിക്കൊരു റിപ്പോർട്ട് വരും, ഇന്നതാണ് അയാളുടെ ബിസിനസ്, അതിന് അയാൾക്ക് ഇന്ന സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. നിങ്ങൾ അയാളുടെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യേണ്ട, പക്ഷേ അവൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും. നിങ്ങൾക്ക് ഇന്ന ഓപ്ഷൻ ഉണ്ട്, ഇന്ന ഓപ്ഷൻ ഉണ്ട്, ഇന്ന ഓപ്ഷൻ. അപ്പോൾ അയാൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സജഷൻസും ഫങ്ഷൻസും റെക്കമെൻഡ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് അതിനുള്ള പ്രോപ്പർ അഡ്വൈസ് അയാൾ തരും. അപ്പോൾ ആ ആളുമായിട്ട്, ആ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളെ കൊണ്ട് കണക്ട് ചെയ്ത് പറയാം. ഇപ്പം ഞാനൊരു ഒരു സർവകലാ വല്ലഭൻ അല്ല. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 10-25 ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ കൊണ്ടുനടക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ഒരു ഗ്രൂപ്പാണ്.
നിങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പം ഇന്നിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാളുടെ ഏറ്റവും വലിയ പ്രശ്നം, അയാൾക്ക് 33 ലക്ഷത്തിൻ്റെ സെയിൽസ് ഉണ്ട്, പക്ഷേ എത്ര എക്സ്പെൻസ് ഉണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ട് അയാൾക്ക് അറിയില്ല. അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ല. അയാൾ തന്നെയാണ് ഈ ബില്ലൊക്കെ അടിച്ചു കയറ്റണോ, സിസ്റ്റം കാര്യങ്ങളൊക്കെ അയാൾ തന്നെ അക്കൗണ്ടന്റ്. പക്ഷെ അയാൾക്ക് പ്രോഫിറ്റോ GPO NPO എക്സ്പെൻസോ അയാൾക്ക് അറിയില്ല. അപ്പോൾ അയാൾക്ക് ആദ്യമായിട്ട് വേണ്ടിയിരുന്ന സിസ്റ്റം ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടിങ് ആയിരുന്നു. ഞാൻ ഉടനെ ഒരു CFO ഫേമുമായിട്ട് കണക്ട് ചെയ്ത് അവരായിട്ട് വിളിച്ച് സംസാരിച്ച് ഇവരുടെ ബുക്ക് കീപ്പിംഗ് അവരെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ മാസം മുതൽ അവരുടെ ചെലവും അവരുടെ വരവും അവരുടെ സെയിൽസും അവരുടെ എല്ലാ സാധനങ്ങളും ബുക്ക് കീപ്പിംഗ് കമ്പനി എന്തെങ്കിലും കീപ്പ് ചെയ്യും. അതിനാകെ അവർക്ക് സർവീസ് ഫീ കൊടുക്കേണ്ടത് 5000 അല്ലെങ്കിൽ 10000 രൂപയാണ്. അവരുടെ GST ഫയലിങ്ങും അവരുടെ ലീഗൽ കോംപ്ലയൻസും അവരുടെ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും എല്ലാ സാധനങ്ങളും ആക്കി മാസം അവസാനമാകുമ്പോൾ എനിക്ക് അവർ P&L റിപ്പോർട്ട് അയച്ചു തരും. ഇതാണ് ഇയാളുടെ ടോട്ടൽ വരവ്, ഇതാണ് മൂപ്പരുടെ ടോട്ടൽ ചെലവ്, ഇതാണ് മൂപ്പരുടെ ടോട്ടൽ സ്റ്റോക്ക്, ഇതാണ് മൂപ്പരുടെ ടോട്ടൽ ക്യാഷ് ബാലൻസ്, ഇതാണ് മൂപ്പരുടെ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് നമുക്കിതിനെ പ്രോഗ്രസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ പണി എടുക്കേണ്ടത് ഫൈനാൻഷ്യൽ ഫാമാണ്. അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. യു ഡോണ്ട് ഹാവ് ടു റീഇൻവെൻറ്റ് ദ വീൽ ഷെനീഫ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടാവുക ഏറ്റവും ആവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആണെന്നാണ്. ചിലപ്പോൾ ഒരു പക്ഷേ സോഫ്റ്റ്വെയർ മാത്രമായിരിക്കില്ല, വേറെ എന്തൊക്കെയോ സിസ്റ്റം മിസ്സിംഗ് ഉണ്ടാവും. ഓരോ സിസ്റ്റത്തെക്കുറിച്ചും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ് ദിസ് ഈസ് മിസ്സിംഗ് ഇൻ മൈ ക്ലാസ് എന്ന്. ഇപ്പം നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് നമുക്കറിയില്ല. സോ ഫസ്റ്റ് ഗെയിൻ നോളജ് ടു നോ വാട്ട് ഈസ് ലാക്കിംഗ്. ആദ്യം നിങ്ങൾ വിദ്യാഭ്യാസം നേട്, അപ്പോഴല്ല എന്താണ് മിസ്സിംഗ് എന്ന് മനസ്സിലാവുള്ളൂ. ഞാനൊരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് സാർക്ക് എന്നെ അറിയുന്നതുകൊണ്ട് കൂടി കുറച്ചെന്നെങ്കിലും എന്നെ അറിയാലോ. അപ്പോ ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു BCCയിൽ ഞാൻ ചേരേണ്ട ആവശ്യമുണ്ടോ? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർ വളരും. ഏത് സ്റ്റൈലായാലും നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ വളരും. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വളരൂല. അത് ചോയ്സ് ഈസ് യോഴ്സ്. നിങ്ങൾ വളർന്നാലും വളർന്നിട്ടില്ലെങ്കിലും, നിങ്ങൾ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും BCC അടിപൊളിയായിട്ട് നടക്കും. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ വളരും. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ വളരും. ഞാൻ ചോദിച്ചത് ഏത് ഇന്ന ടൈപ്പ് ബിസിനസിനെ അങ്ങനൊന്നുമില്ല. എനി കൈൻഡ് ഓഫ് ബിസിനസ്മെൻ യു ജോയിൻ യു വിൽ ഗ്രോ. ബിസിനസ് ഇന്ന ടൈപ്പിന് മാത്രമേ പറ്റുള്ളൂ, അങ്ങനൊന്നുമില്ല. എനി ബിസിനസ്മെൻ വിൽ ഗ്രോ, എനിവൺ വിൽ ഗ്രോ, ബിക്കോസ് യുവർ മൈൻഡ് വിൽ ഗ്രോ. നിങ്ങളിപ്പോൾ ലക്ഷങ്ങളിൽ ചിന്തിക്കുന്ന ആൾ കോടികളിൽ ചിന്തിച്ചു തുടങ്ങും. കോടികളിൽ ചിന്തിക്കുന്ന ആൾ ദശകോടികളിൽ ചിന്തിച്ചു തുടങ്ങും. ദശകോടികളിൽ ചിന്തിക്കുന്ന ആൾ ശതകോടികളിൽ ചിന്തിച്ചു തുടങ്ങും. ഇവിടെ മൈൻഡ് എക്സ്പാൻഷനാണ് കാര്യമായിട്ട് നടക്കുന്നത്. ബിസിനസ്മാൻ കാര്യമായിട്ട് വേണ്ടതും അത് തന്നെയാണ്, മൈൻഡ് എക്സ്പാൻഷനാണ്. നമ്മുടെ മൈൻഡിന്റെ വലിപ്പമാണ് കൂടുതലുള്ളത്. സോ ഇഫ് യു ആർ ഡൂയിങ് 10 crores, ഐ വിൽ മേക്ക് ഇറ്റ് 20 crores ഫസ്റ്റ്. പിന്നെ നമുക്ക് 40 കോടിയെ കുറിച്ച് ചിന്തിക്കാം, പിന്നെ നമുക്ക് 50നെ കുറിച്ച് ചിന്തിക്കാം, പിന്നെ നമുക്ക് 100നെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മൈൻഡ് എക്സ്പാൻഡ് ആയിട്ട് കാര്യമില്ല, നിങ്ങളുടെ മൈൻഡ് എക്സ്പാൻഡ് ആവും. പറയൂ ഡോക്ടറെ. പറയൂ. ഞാന് മസ്കറ്റിൽ നിന്നാണ് ഡോക്ടറെ. ഫസ്റ്റ് ടൈം ആണ് ഡോക്ടറായിട്ട്. ഞങ്ങള് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലേഴ്സ് ആണ്. ഒമാന്റെ ഫുഡ് നോൺ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് സെന്റർ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. മാർക്കറ്റ് അല്ല, റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. 20 ഔട്ട്ലെറ്റ് ഉണ്ട് ഇപ്പോ. ഫാമിലി വെഞ്ചർ ആണ്. ഫാദർ സ്റ്റാർട്ട് ചെയ്തുള്ളതാണ്. എന്റെ ജ്യേഷ്ഠനുണ്ട്, ഫാദറാണ് ഇതിന്റെ ഫൗണ്ടർ. ഫാദറിന്റെ ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ ബ്രദേഴ്സിന്റെ മക്കളുണ്ട്. ഇപ്പൊ ഞങ്ങള് സെക്കൻഡ് ജനറേഷൻ ആണ് റൺ ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഇപ്പൊ ഇല്ല, നാട്ടിലുണ്ട്, എല്ലാരും ലൈവാണ്. പക്ഷെ ബിസിനസ്സിൽ ഫുൾ ടൈം ഉണ്ടാവില്ല, നാട്ടിലുണ്ടാവില്ല. ഇപ്പോഴും ഞാനാണ് ഇതിൽ കൺട്രോളിൽ മെയിൻ ആയിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഞാൻ. ഫാദറിനാണ് ഇപ്പോഴും MD CMD ആയിട്ട് ഫാദറിന് ഉള്ളത്. എന്നിട്ട് ഫാദർ പിന്നെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് എന്താണ് ചോദിച്ചറിയണം എന്നുള്ളത് ഒരു വിഷയമുണ്ട് അതില്. ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇടപെടൽ ഉണ്ട്. ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ. ഞാനിപ്പോ ഒരു 2 മാസമായിട്ട് ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കിട്ടിയില്ല. എനിക്കൊന്ന് ഞാൻ മസ്കറ്റിലാണ്, ഒമാനിലാണ്. അതായത് അൻവറെ, നിങ്ങളിപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴേ സ്വാഭാവികമായിട്ടും നിങ്ങൾ നമ്മളെ ക്ലബിലേക്ക് വന്നു. അപ്പം നമ്മൾ നാച്ചുറലി നിങ്ങൾക്ക് അവിടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ആക്സസിബിൾ ആവാണ്.
എൻ്റെ ഒരു ചാലഞ്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എനിക്കൊരു ദിവസം 150 എൻക്വയറി വരും, എന്നിട്ട് മീറ്റിംഗ് ചോദിക്കും. പലപ്പോഴും ഇന്നൊക്കെ ഞാൻ 5-6 മീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ പല ആളുകളും വെറുതെ ടൈം പാസിന് വരുന്നത്, അവർ ജീവിതത്തിൽ ഒരു ബിസിനസ് പോലും ചെയ്യാത്ത ആളുകൾ ടൈം പാസിന് വരുന്നതാണ്. ഞാൻ 3 ദിവസമാണ് കോഴിക്കോട് ഓഫീസിലുള്ള ഒരു മാസത്തിൽ. ആ 3 ദിവസം എനിക്ക് മേറി വന്നാൽ ഒരു മാസത്തിൽ 15 മീറ്റിംഗ് തീർക്കാൻ പറ്റുക. അതിൽ വരുന്ന 10 ആളും ടൈം വേസ്റ്റ് ആയാൽ എൻ്റെ ടൈം ഭയങ്കരമായിട്ട് വേസ്റ്റാണ്. അപ്പോൾ ഞാൻ ടീമിനോട് പറഞ്ഞു, വെറുതെ നിങ്ങൾ മീറ്റിംഗ് കൊടുക്കല്ലേ. നമ്മുടെ ക്ലയൻറ്റ് തന്നെ അപ്പുറത്ത് ഇപ്പം ഈ BCC ബുക്ക് ചെയ്ത 100 കണക്കിന് ആളുകൾ മീറ്റിങ്ങിന് പെൻഡിങ് ഉള്ള സമയത്താണ് ഒരു പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യാത്ത ഒരാൾ മീറ്റിംഗ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളെ ക്ലയൻറ്റിനെ അറ്റൻഡ് ചെയ്യുന്നില്ല, അവർ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞു, അവർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. 2, നമ്മൾ വെറുതെ ആളുകൾ വന്നിട്ട് നമ്മുടെ ടൈം പാസ് ചെയ്ത് പോകുന്നു. നിങ്ങൾ നമ്മുടെ ക്ലബിലേക്ക് വരി, ആൻഡ് മൈ ഓഫീസ് ഈസ് വെൽക്കം, മൈ ഓഫീസ് ഈസ് ഓപ്പൺ ഫോർ യു. അതല്ലാതെ നമുക്കിത് കഴിയുന്നില്ല. അതായത് വെറുതെ ആളുകൾ വന്നിട്ട് എന്നെ ടൈം പാസ് ചെയ്യുന്നത് കൊണ്ട് എന്റെ ടൈം എത്തുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ എന്റെ ക്ലബ്ബിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം എന്താ? ഞാൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നല്ലേ? തീർച്ചയായിട്ടും. എന്റെ ഒരു പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യാത്ത ഒരാൾ അറ്റൻഡ് ചെയ്യണം എന്നല്ലല്ലോ. അല്ലല്ല, നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ എന്തിനാണ്? എന്നെ കിട്ടാനാണല്ലോ. ഡോക്ടറൊപ്പം ഇൻഷാല്ലാ 1 ഇയർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ തീർച്ചയായിട്ടും ഇന്ന് തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പോയിന്റ്മെന്റ് കിട്ടും. നിങ്ങൾ ആരായിട്ടാ സംസാരിക്കുന്നത്? ഞാൻ പേര് ഞാൻ മറന്നുല്ലോ. ആരാണ് അമല? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. നിങ്ങളെ നമ്പർ ഒന്ന് ഇവിടെ പറയണ്ട, ആ നമ്പറിൽ ഒരു ആയിട്ടാ മതി. നിങ്ങൾ സംസാരിക്കുന്ന നമ്പർ. അല്ല, അവര് മിസ്റ്റേക്ക് അല്ല, അവര് പറഞ്ഞു ഡോക്ടർ ഇവിടെ ഇല്ല, എന്താണ് ചൈനയിലാണ്, പിന്നെ മൂന്നാറിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഡിസംബറിലാണ് നാട്ടിലുണ്ടാവുക. ഷെനീഫും ടീമും ഞങ്ങൾ എല്ലാവരും ചൈനയിലായിരുന്നു. ലത്തീഫ് ഉണ്ടായിരുന്നു, ഷെനീഫ് ഉണ്ടായിരുന്നു, കുറെ ടീം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് മൂന്നാറിൽ ബിസിനസ് ഇമ്മർഷൻ ക്യാമ്പിന് പോയി. ഞാൻ എങ്ങനെയാലും ഡോക്ടറായിട്ട് ഇൻഷാല്ലാ ജോയിൻ ചെയ്യണം. പക്ഷെ അതിന്റെ മുമ്പ് എനിക്കൊരു ഫിസിക്കൽ ആയിട്ടുള്ള മീറ്റിംഗ് തന്നെ വേണം. സൂം മീറ്റിംഗ്. ദുബൈയില് ഡോക്ടർ എപ്പോഴാണ് ഉണ്ടാവുക? ദുബൈയിൽ ഞാൻ ഡിസംബർ ലാസ്റ്റിൽ ഉണ്ടാവും. ഞാൻ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്തോളൂ. ചെയ്യാം. ഇൻഷാല്ലാ ബാക്കി ഞാൻ എന്താണ് ഫോണിലൂടെ ബന്ധപ്പെടാം. മറ്റേ 90379698. അതായത് ഈ എല്ലാ ക്ലബ് മെമ്പേഴ്സിനും നിർബന്ധമായിട്ടും ഫിസിക്കലി ഞാനുമായിട്ട് മീറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ പ്രാഥമികമായിട്ട് ഇരുന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ ഒരു ഭാഗത്തുണ്ടാവും. ഞാൻ ഇതേപോലെ ഒരുപാട് ആളുകളത് നോക്കിയിട്ട് ഞാൻ ഡോക്ടറാണ് ഞാൻ സെലക്ട് ആക്കിയിട്ട് എനിക്കൊരു മെന്റർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ള ആള് എന്നുള്ള ലെവലിലാണ് ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്തത്, ബന്ധപ്പെട്ട്. ഇൻഷാല്ലാ അങ്ങനെ ആവണം. അപ്പൊ നമുക്ക് അൽഹംദുലില്ലാ ഫാമിലി വൈസ് ഡോക്ടർക്ക് ഞാൻ കേട്ടു. ഞാൻ എന്റെ വൈഫിന് തന്നെ ഞാൻ പാർട്ട്ണർ ഒരു ജ്വല്ലറി ഫേമില് അവൾക്ക് ഷെയർ കൊടുത്തിട്ടുള്ളത്. അവൾക്ക് അതിന് കിട്ടുന്നത് ബാങ്കിൽ സ്റ്റാർട്ട് ഉണ്ട്. അതിനുള്ള മന്ത്ലി വരുമാനം അവൾക്ക് ബാങ്കിൽ അത് അവൾക്ക് എടുക്കാം. എന്താന്നുള്ളത് ഞാൻ ചോദിച്ചു. ഇല്ല, അതിന് സക്കാത്ത് അവളോട് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള. അത് മാത്രം നീ കൊടുത്തോ, ബാക്കിയൊന്നും ഞാൻ അറിയില്ല. നീ എന്നെ എടുത്തോ, അതിന്റെ എന്ത് പ്രോഫിറ്റ് ആയാലും ഇങ്ങനെയായാലും നീ തന്നെ, അതിന് ചോദ്യമില്ല. പിന്നെ ആരൊരാള് ടൈമിങ്ങിന്റെ വിഷയം ഇവിടെ പറഞ്ഞു. അതായത് ഇതൊരു ഇന്റർനാഷണൽ പ്രോഗ്രാമാണ്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുണ്ട്, GCC എന്നുള്ള ആളുകളുണ്ട്, യൂറോപ്പിൽ നിന്നുള്ള ആളുകളുണ്ട്, അമേരിക്ക എന്നുള്ള ആളുകളുണ്ട്, പിന്നെ മലേഷ്യ ആ ഭാഗത്തുള്ള ആളുകളുണ്ട്, ചൈനയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഒരാളുടെ പെർഫെക്റ്റ് ടൈം നോക്കിയിട്ട് നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ദുബായ് ടൈം 8 മണി എന്നുള്ളൊരു ടൈം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം GCCക്കാർക്കും ഇന്ത്യക്കാർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് ഈ ദുബായ് ടൈം 8 മണി. മറ്റത് നമ്മൾ മോർണിംഗ് തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ പല രാജ്യങ്ങളിലും പല മോർണിംഗും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി ഒരാൾക്ക് ഈ 8 മണിക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലോഗിൻ ഉണ്ടാവും. ആ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെ ക്ലാസ്സും അതിലുണ്ടാവും. അപ്പോൾ എന്നാണോ നിങ്ങൾക്ക് ഇൻ്ററാക്ഷൻ ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ആ ദിവസം മാത്രമേ നിങ്ങൾ ആ ടൈമിൽ ഈവനിങ് ജോയിൻ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്ക് മോർണിംഗ് സുബഹി നിസ്കരിച്ചിട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതെങ്കിൽ ആ സമയത്ത് കേൾക്കുക. അല്ലെങ്കിൽ ഈ 2 ദിവസം കൂടുമ്പോൾ 1 മണിക്കൂറല്ലേ,
അത് നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസിൽ നിങ്ങൾ കണ്ടിട്ട് ഇത് വീണ്ടും വീണ്ടും കേൾക്കുക. ഒരേ ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കണം. അപ്പോഴല്ലേ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ത്രൂ ഔട്ട് ദ ഇയർ ഇതിൻ്റെ ലോഗിനും റെക്കോർഡിങ്ങും ഉണ്ടാവും. എല്ലാ ക്ലാസ്സും അതിൽ അവൈലബിൾ ഉണ്ടാവും. അപ്പോൾ ടൈമിങ് ഒരു പ്രശ്നമേ അല്ല. പിന്നെ ഇനി നിങ്ങൾ ഓൺലൈനിൽ കേട്ടിട്ട് നിങ്ങൾക്കൊരു സംശയമുണ്ട്, അത് അപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അതിൽ മറുപടി കിട്ടും. ഇനിയല്ല അടുത്ത ക്ലാസ് മറ്റന്നാൾ വീണ്ടും ക്ലാസ് ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ടൈമിങ് ഒരു രീതിയിലും പ്രശ്നമാകാത്ത രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റായിട്ട് ഈ 8 മണിക്ക് തന്നെ എന്നും വന്ന് ഇരിക്കണം എന്നില്ല, പക്ഷേ ഇരുന്നോ അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം എന്നും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും ഒക്കെ. സോ ട്രൈ ടു ബി ഓൺ ടൈം എവറി ഡേ. ഇഫ് യു മിസ് നോ പ്രോബ്ലം, റെക്കോർഡിംഗ് ഈസ് അവൈലബിൾ എവറി ഡേ. ഓക്കെ സൽമാൻ? പറയൂ സൽമാൻ. ഡോക്ടറെ പറയൂ സൽമാൻ. ഈ നമ്മൾ വളരുമ്പോൾ ഫാമിലി, കസിൻസ് ആൻഡ് ഫ്രണ്ട്സിനെ എങ്ങനെ വളർത്തണം എന്നുള്ളതാണ് ചോദ്യം. ഇത് ഈ ഫാമിലിയെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്തിട്ട് ആരും വളർത്താൻ നിൽക്കണ്ട. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച വരും. ഫാമിലിയെ കൊണ്ടുവന്നിട്ട് അളിയനെയും അല്ലെങ്കിൽ അനിയനെയും അതല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളെ ആങ്ങളനെയോ ഒന്നും സ്വന്തം കമ്പനിയിൽ കൊണ്ടുവന്നിട്ട് ജോലി കൊടുത്തിട്ട് എന്താക്കാൻ നിൽക്കണ്ട, വളർത്താൻ നിൽക്കണ്ട. അവരെ നിങ്ങൾ പഠിപ്പിച്ചോളൂ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ എല്ലാവരെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അമ്മാവൻ്റെയും എളാമൻ്റെയും മുത്തമ്മൻ്റെയും എല്ലാ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ജോലി ആയി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആർക്കും എൻ്റെ കമ്പനിയിൽ ജോലിയില്ല. അപ്പോൾ കുടുംബക്കാരെ സ്വന്തം കമ്പനിയിൽ ജോലി കൊടുത്തിട്ട് വളർത്താൻ നിൽക്കണ്ട. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച ക്ലാസ്സിലുണ്ടാവും. നമ്മളൊരു ദിവസം ആ വിഷയം ചർച്ച ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഡെപ്തിൽ ഇൻ ജനറൽ കുടുംബക്കാരെ വളർത്തിക്കോളൂ, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തോളൂ, അവർക്ക് മറ്റ് കമ്പനികളിൽ ജോലി ആയി കൊടുത്തോളൂ. റിയാദിൽ നിസാമെ ഞാൻ ഡിസംബറിൽ വരും. ഡിസംബറിൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ. നമ്മളെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ BCC ഗ്രൂപ്പിൽ. ഡിസംബറിലും ജനുവരിയിലും ഞാൻ റിയാദിലുണ്ടാവും. അപ്പം അതായത് ഈ പ്രോഗ്രാമിൽ ഒരു ഉദാഹരണത്തിന് ഈ ഡിസംബർ എനിക്ക് തോന്നുന്നു 5-നോ 10-നോ പ്രോഗ്രാം ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ജോയിനിങ്ങും ഞാനുമായിട്ടുള്ള മീറ്റിങ്ങും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കിഴക്കണ്ട. പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും പേഴ്സണൽ മീറ്റിങ്ങിനുള്ള മൾട്ടിപ്പിൾ അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിലൊരു സംശയമില്ല. വി ആർ ടുഗദർ ഫോർ 1 year. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ പ്രോഗ്രാമിൽ സീറ്റ് കിട്ടുക ആ ഒരു നിശ്ചിത നമ്പർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾ, ഇപ്പോൾ 500 ആളടുത്ത് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഒരു മിനിമം നമ്പർ എനിക്ക് മീറ്റ് ചെയ്ത് എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ക്രൗഡേ ഞാൻ എടുക്കുള്ളൂ. ആ നമ്പേഴ്സ് കഴിഞ്ഞാൽ ഈ വർഷം ക്ലോസ് ആവും. പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷമാണ് ക്ലോസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക, മെമ്പർ ആവുക. അവിടെ മുതലാണ് നിങ്ങളുടെ പ്രിവിലേജസ് തുടങ്ങുന്നത്. നിങ്ങളുടെ മീറ്റിംഗ് ആയാലും എല്ലാത്തിനും നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. സ്റ്റാഫ് ആയാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യും, നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് റെഡിയാക്കി തരും. അത് എവിടെയാണോ ഞാനുള്ളത് നിങ്ങളോട് പറയും, ഡോക്ടർ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഗ്രൂപ്പിൽ പറയും. ആ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടാവും. അതാത് സമയത്ത് നമ്മൾ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഒക്കെ ഞാൻ എത്തിയിട്ടുണ്ട്, ഇന്ന ഹോട്ടലിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ യു വിൽ ഗെറ്റ് പ്രിഫറൻസ് ആൻഡ് പ്രിവിലേജ് വൺസ് യു ആർ പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി. ഡോക്ടറെ, നമ്മുടെ അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പറിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്നൊരു 4 തവണ പേയ്മെന്റ് ചെയ്യാൻ നോക്കിയിട്ട് ഏത് അക്കൗണ്ട് നമ്പർ? ഇന്ത്യയോ അല്ലെങ്കിൽ ദുബായോ? ദുബായിൽ ഒരു പ്രശ്നം ഉണ്ടാണ്ടില്ല. ദുബായിൽ ഇപ്പൊ ഇന്നൊക്കെ ഇഷ്ടംപോലെ പേയ്മെന്റ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ സൗദിയിലാണ് നോക്കിയത്. ഒരു 4 വട്ടം നോക്കിയിട്ടും പോകുന്നില്ല അത്. ഓക്കെ, ഞാൻ ഏത് അക്കൗണ്ട്? ട്രാവൽ ആൻഡ് ഗ്രേഡ് അക്കൗണ്ട് ആണ് എടുത്തത്. ട്രാവൽ ആൻഡ് ഗ്രോ. ഓക്കെ, അത് നിങ്ങൾ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതെയോ? ഓക്കെ, പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് കമ്പനി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് പേഴ്സണൽ അക്കൗണ്ട് തരാം കേട്ടോ. അതൊന്ന് അയച്ചു തന്നാൽ മതി. കമ്പനി ടു കമ്പനി ഓക്കെ ആണ്, പേഴ്സണൽ ടു കമ്പനി ഓക്കെ അല്ല. അതാണ് പ്രശ്നം കേട്ടോ. നമുക്കൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങുന്നത് ഫാമിലി ബിസിനസ് ആണ്. അപ്പോൾ നമ്മൾ ജനുവരിയിലാണ് തുടങ്ങാൻ പോകുന്നത്. നമ്മളിപ്പോൾ അതിന്റെ 15 വർഷത്തെ വിഷനും കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ തുടങ്ങണോ, എവിടെ നമുക്ക് ഹയർ ചെയ്യണം, കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളെങ്ങനെ ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് റൊട്ടീനായിട്ട് കൊണ്ടുപോകണം എന്നുള്ള. അപ്പോൾ ഒരു മെൻഡർ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് പോകണമെന്നനുസരിച്ച് അതിന് സാമഗ്രിയും DNA ഒക്കെ റിസർച്ച് ചെയ്തു. പക്ഷെ എനിക്ക് പറ്റിയ രീതിയിലായിരുന്നില്ല. അപ്പോഴാണ് പിന്നെ ഡോക്ടറുടെ വീഡിയോ ഞാൻ കണ്ടതും പിന്നെ ഡോക്ടറെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു. അപ്പോഴാണ് നമുക്ക് പറ്റിയ രീതിയിലുള്ളത് മനസ്സിലായത്. നമ്മൾ IPO ചെയ്യണം, ഓരോ കമ്പനിയും IPO ചെയ്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് സാറെ വീഡിയോ നമുക്ക് മനസ്സിലായത് നമുക്ക് പറ്റിയതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കാന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു കൺഫ്യൂഷൻ. നമ്മൾ ഫസ്റ്റ് ഹയർ ചെയ്യുന്നത് സെയിൽസ്മാനും അതേപോലെ അക്കൗണ്ട്സിനും. നമ്മളിപ്പോ ഫസ്റ്റ് അക്കൗണ്ട്സ് അത്. അപ്പോൾ സാറിന് നേരത്തെ ഒരു വോയിസ് കിട്ടു, അക്കൗണ്ട്സ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളു. അത് എങ്ങനെയാണ് കറക്റ്റ് വരുന്നത്? അപ്പോ
ഞാൻ ഇതുവരെ ഒരു സാറിന് ഫസ്റ്റ് ടൈം സാറിന്റെ മീറ്റിംഗിൽ കയറുന്നത്. ഞാൻ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു വർഷത്തെ ഒരു പ്രോഗ്രാം, ഒരു മെന്ററിങ് പ്രോസസ്സാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വെറും അക്കൗണ്ട്സ് പ്രോസസ്സ് മാത്രമല്ല വേണ്ടി വരിക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലേ ബിസിനസ്സിൽ, അപ്പോൾ ഇത് നമുക്ക് വേണമല്ലേ, അങ്ങനെ എന്ന് പറഞ്ഞ് ബിസിനസ്സിലേക്ക് ഒരുപാട് സിസ്റ്റംസ് കൊണ്ടുവരാനുണ്ട്. അപ്പം ഇൻ ജനറൽ നിങ്ങളുടെ അറിവിലില്ലാത്ത ബിസിനസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കുറേ നോളജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ സമയത്തും വേണ്ട ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാം നമുക്ക്. അപ്പോൾ ഒരു വർഷക്കാലം കൊണ്ടല്ല നിങ്ങൾ സമഗ്രമായിട്ട് വളർന്നിട്ടുണ്ടാവും, സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. തസ്രീഫ്, അപ്പോൾ അക്കൗണ്ട്സ് ആണ് പ്രൈമറി പ്രയോറിറ്റി എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവിടെ ഹയർ ചെയ്യാൻ ചിലപ്പോൾ വേണ്ടി വരില്ല, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് അവിടെ വേണ്ടി വരും, ബാക്കിയുള്ളത് നമ്മളിവിടെ ബുക്ക് കീപ്പിംഗ് ഫേമിൻ്റെ ടീമിനെ എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പല മൾട്ടിനാഷണൽ കമ്പനികളിലും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ബാക്ക് എൻഡ് ഓഫീസുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോൾ സിറ്റി ഫ്ലവറിൻ്റെ ഉണ്ട്, നെസ്റ്റോൻ്റെ ഉണ്ട്, EFSൻ്റെ ഉണ്ട്, ലുലു, എല്ലാവരുടെയും ബാക്ക് എൻഡ് ഓഫീസുകളുണ്ട്. പ്രധാനപ്പെട്ട കീ മാനേജേഴ്സ് അവിടെ ഇരിക്കുന്നു, ബാക്കിയുള്ള ബാക്ക് എൻഡ് സ്റ്റാഫ് മൊത്തം ഇവിടെയാണ്, ഇന്ത്യയിലാണുള്ളത്. ഭയങ്കര കോസ്റ്റ് സേവിംഗ് ആണ്. അവിടെ നമുക്ക് 5000 ദിർഹംസ് വരുന്നത് ഇവിടെ നമുക്ക് 15000 രൂപയേ വരുന്നുള്ളൂ. ഭയങ്കര കോസ്റ്റ് സേവിംഗ് ആണ്, സെയിം ഫങ്ഷനാലിറ്റിയാണ്. പിന്നെ നമ്മളൊരു ബുക്ക് കീപ്പിംഗ് ഫേമിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അതിലും കോസ്റ്റ് കുറയാ ചെയ്യാം. വാട്സപ്പിൽ ഇട്ടോ, എന്നെ ഒന്നൊന്ന് മീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ സൂമിൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. ഓഫ്ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെയിൽസ് കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറയും. ഞാൻ എപ്പോഴും പറയുന്നത് 2 പ്രോസസ്സാണ്. ഒരു ഭാഗം നമ്മുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്, അവിടെയാണ് നിങ്ങൾക്ക് പ്രയോറിറ്റിയും പ്രിഫറൻസും കിട്ടുന്നത്. ഒന്ന് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മീറ്റിങ്ങും കാര്യങ്ങളും നടന്നിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിനേക്കാൾ നല്ലത് ബി പാർട്ട് ഓഫ് ദ ക്ലബ്, ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. ആൻഡ് അതിൻ്റെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എപ്പോഴും പ്രിവിലേജസും പ്രിഫറൻസസും കിട്ടുക. മറ്റത് ഒരു ദിവസം 150 ആൾ നമ്മളെ ബന്ധപ്പെടുന്നുണ്ടാവും, അതിൽപ്പെട്ട ഒരാൾ മാത്രമായി നമ്മൾ മാറിപ്പോകണ്ട, അങ്ങനെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ സമ്മറൈസ് ചെയ്യുക, ഒന്ന് നമ്മളൊരു വർഷത്തെ ജേണി തുടങ്ങുകയാണ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി. ഉദ്ദേശം കച്ചവടം വളർത്തൽ മാത്രമല്ല, കച്ചവടം വളർത്തണം, കച്ചവടത്തെ നമ്മളില്ലാതെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റണം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ അപ്പോയിൻ്റ് ചെയ്യലല്ല, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെല്ലെ ബിൽഡ് ചെയ്ത് പോകാം. അതിന് വേണ്ട സപ്പോർട്ട് ഫുള്ള് നമ്മൾ തരാം. പ്ലസ് നമുക്ക് ഫ്രീ ടൈം ആകുമ്പം അത് 2 കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കണം. ഒന്ന്, നമ്മളെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിക് ഗ്രോത്തിന് വേണ്ടി, ഫ്യൂച്ചർ വിഷന് വേണ്ടി ഉപയോഗിക്കണം. 2, പ്രോപ്പറായിട്ട് ഫാമിലിയുടെ കൂടെയും കുട്ടികളുടെ കൂടെയും സമൂഹത്തിൻ്റെ കൂടെയും നമ്മളെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. അപ്പം ബിസിനസ് കോച്ചിങ് ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വെറും പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, പൈസ ഉണ്ടാക്കണം നേരായ മാർഗത്തിൽ, കമ്പനി ഉണ്ടാക്കണം നമ്മളില്ലാതെ നിലനിൽക്കുന്ന മാർഗത്തിൽ, കമ്പനിക്ക് ഒരു ലോങ് ടേം വിഷൻ ഉണ്ടാവണം, അതിനൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം. ഈ ഫ്രീ ഉള്ള ടൈം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫാമിലിക്കും കുട്ടികൾക്കും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും സമഗ്രമായ, അതുപോലെ തന്നെ ദൈവവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ കടപ്പാടുകൾക്കൊക്കെ സമയമുണ്ടാവുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സമാധാനത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്മാനായി നമ്മൾ മാറുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഇതൊക്കെയാണ് ബിസിനസ് കോച്ചിങ് ക്ലബിൻ്റെ മൂല്യങ്ങൾ. ഈ മൂല്യങ്ങളിൽ ഊന്നിയായിരിക്കും നമ്മളുടെ എല്ലാ സെഗ്മെൻറ്റും പോവുക. അപ്പോൾ ഒരു ഭാഗത്ത് ബിസിനസ് സെറ്റാകുമ്പോൾ ഇവിടെ നമ്മുടെ ഫാമിലി സെറ്റാവും, നമ്മുടെ സമാധാനം സെറ്റാവും, നമ്മൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യും. നല്ല മാർഗത്തിൽ പൈസ ഉണ്ടാക്കണം, നമ്മളില്ലാതെ നിലനിൽക്കുന്ന ബ്രാൻഡ് ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നത്തിലേക്ക് എല്ലാവർക്കും വളരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഡോക്ടർ. അപ്പം വളരെ സന്തോഷം. നമുക്ക് അടുത്ത മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വിഷയമായിട്ട് ഇനി നമ്മൾ ബേസിക്കലി ജനുവരി മുതലാണ് ഈ പ്രോസസ്സ് തുടങ്ങുക. അപ്പം നിങ്ങൾ ചിലപ്പം സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളായിരിക്കും, അതല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി നടുവിലെത്തി കുടുങ്ങിയ ആളായിരിക്കും, അല്ലെങ്കിൽ വലുതായിട്ട് കുടുങ്ങിയ ആളായിരിക്കും. ആരാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഉപകരിക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും ബിസിനസ് കോച്ചിങ് ക്ലബ്. ട്രസ്റ്റ് ദ പ്രോസസ്, യു വിൽ എൻജോയ് യുവർ ലൈഫ്.